മക്കളെ ഹായ് 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 ഹലോ 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 എവിടെ മക്കളൊക്കെ എവിടെ വേഗം വന്നേ. യെസ്, നമ്മൾ കുറച്ച് ദിവസമായി കാണണ്ട അല്ലേ. അന്ന് സാർ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിങ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഫുള്ള് രേണു മിസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് സാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് സാറിനെ സഹിക്കേണ്ടതുണ്ട് നിങ്ങൾ. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ശരിക്കും ഇന്നത്തോടെ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററുകൾ നമ്മൾ കവർ ചെയ്യുകയാണ്. ഓക്കെ, അവസാനത്തെ 2 ചാപ്റ്ററുകൾ മാർക്കറ്റിങ്ങും കൺസ്യൂമർ പ്രൊട്ടക്ഷനും ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഹലോ സാർ, ഇത്രയും ഡേയ്സ് പഠിച്ചതൊക്കെ മറന്നുപോയി, എന്താണ് ചെയ്യുക? പഠിച്ചതൊക്കെ എന്താ മറന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? കറക്റ്റായിട്ട് എന്താ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇന്ന് ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് സാറ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു, നാളെ ഇതേ സമയം ഇതേ ചാപ്റ്ററിന് വരുന്നതിന് മുൻപ് ഇന്നലെ പഠിച്ച ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുക. മറന്നു പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചാപ്റ്ററുകളും അല്ലെങ്കിൽ ടോപ്പിക്കുകളും വീണ്ടും 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 എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ, അല്ലെങ്കിൽ ഇത് സംഭവിക്കും, സ്വാഭാവികമാണ്. ഓക്കെ, റെഡി? റിവൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് മറന്നു പോകുന്നത്. എല്ലാം മറന്നുപോയി. അതാണ് സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ? റിവിഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനും നമുക്കില്ല. ഓക്കെ, സെറ്റ്, റെഡി? അപ്പോ ഇന്ന് നമ്മൾ 10ാമത്തതും 11ാമത്തവും ചാപ്റ്ററും നമ്മൾ പഠിക്കും. അപ്പൊ ഇന്നത്തോടെ നമ്മളെ എല്ലാ ചാപ്റ്ററുകളും സെറ്റായിട്ട് തീർക്കുകയാണ്. ഓക്കെ സാർ, ഷർട്ട് കൊള്ളാം, എനിക്ക് തരൂ. ശരി, ഇത് നിനക്ക് തന്നാ പിന്നെ സാറ് ചെയ്തല്ലോ, ഓൺലൈനിൽ വാങ്ങിയതാണ്. സാധനം കൊള്ളാം അല്ലേ? ഓക്കെ, താങ്ക് യു. റെഡി? അപ്പോൾ നാളെ നമ്മൾ ഈ ചാപ്റ്ററുകളെല്ലാം ഷോർട്ട് നോട്ട് ലൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ടേബിൾ വൈസ് ഷോർട്ട് നോട്ട് ലൈവ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്തോളാം. കാരണം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ഓടിച്ചു വിടാം. ദെൻ അതിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻസും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പം പ്രോപ്പറായിട്ട് ഈ 2 ദിവസങ്ങളിൽ നന്നായിട്ട് ഇരുന്നോളുക. നാളെയും മറ്റന്നാളും നന്നായിട്ട് ഇരുന്നോളുക. മറന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്തോളാം തലയിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം? 11 മണിയല്ലേ? 11 മണിയല്ല, നാളെ നമ്മൾ വൈകിട്ടാണ് ലൈവ് വെക്കുന്നത്. ഓക്കെ, വൈകിട്ടാണ് 7:30 ലൈവ് ഉണ്ടാവുക. ഓക്കെ, 7:30 ലൈവ് ഉണ്ടാവുക. സെറ്റ് അല്ലേ? റെഡി? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിംഗ് തുടങ്ങാം. മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം സാറിന് +1 ലൈവ് ഉണ്ട് അക്കൗണ്ടൻസി, അപ്പം അതിലേക്ക് പോകാൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം സാർ അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് മൺഡേ. അതെ ഇംപ്രൂവ്മെന്റ് മൺഡേ. നമ്മളിപ്പോൾ അക്കൗണ്ടൻസിന്റെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് നമ്മുടെ +1 അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകളൊക്കെ കാണുക. ഓക്കെ, സെറ്റ്, റെഡി? അപ്പം നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് പോവാം. മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്? വലിയ ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മക്കളെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് വന്നേ. ഈ ചാപ്റ്റർ ഒന്നങ്ങോട്ട് സെറ്റ് ആക്കിയേ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് 10 മാർക്കോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ, 10 മാർക്കോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. റെഡി? അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ചാപ്റ്റർ മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ചോദിക്കാനില്ല എങ്കിലും ചിലപ്പോൾ 2 മാർക്കിനൊക്കെ എഴുതൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണ്ടേ? ഓക്കെ, ഡീസെൻട്രലൈസേഷൻ, ഡെലിഗേഷൻ, സെൻട്രലൈസേഷൻ, അതൊന്ന് പറഞ്ഞു തരൂ. ഡീസെൻട്രലൈസേഷൻ, സെൻട്രലൈസേഷൻ, ഈ സാധനങ്ങളൊക്കെ ഏതാ ചാപ്റ്റർ? നമ്മളെ ഇന്നത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണോ? ഓക്കെ, എന്ന് വെച്ചിട്ട് ഇതിലുള്ള മാത്രമേ പറഞ്ഞു തരൂ എന്നുള്ളതല്ല സാറ് പറഞ്ഞിട്ടുള്ളത്. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, കേന്ദ്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ആ ഒരു അധികാരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി, അതെന്താ ടോപ്പ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? നമ്മൾ താഴേക്കിടയുള്ള ആളുകളിലേക്കും കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. അതായത് ഒരു ബിസിനസ്സിൻ്റെ തീരുമാനങ്ങളിൽ ഏറ്റവും ലോവർ ലെവലിലെ എംപ്ലോയീസും കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഓക്കെയാണോ? സെറ്റ്. അപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. ദ ടേം മാർക്കറ്റ് ഡിവൈഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മാർക്കറ്റേഴ്സ് വിച്ച് മീൻസ് മെർക്കൻഡൈസ് ഓർ ട്രേഡ്
in common parlance, okay, the term market refer to place ആണ്. Okay, commonly നമ്മൾ എന്താണ് മാർക്കറ്റിനെ പ്ലേസ് എന്നുള്ള രീതിയിലാണ് പറയുക. Okay, market where buyers and sellers meet together to satisfy their wants and needs. In economic sense it is referred to demand of a commodity. അല്ലെ, ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് അല്ലെ, ഡിമാൻഡ് അനുസരിച്ച് എന്താ നമ്മുടെ കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ എന്താണ് അതിന്റെ സപ്ലയേഴ്സും എന്താ ഒരു ഗുഡ്സ് കൈമാറ്റം ചെയ്യാനൊക്കെ വേണ്ടി മീറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് ആണ് എന്തെന്ന് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് എന്താ നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. കാരണം 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ് ഇതാണ് നമുക്ക് എന്താ ചാപ്റ്റർ തുടങ്ങുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് നമുക്ക് എന്താണെന്ന് പഠിക്കാം. എന്താണ് മാർക്കറ്റിംഗ്? ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് മൂവ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ് ലൈക്ക് സ്റ്റോറിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, സെല്ലിംഗ് എക്സെട്ര. ദീസ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ടൈം, പ്ലേസ് ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. ഹൗഎവർ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ എന്താ നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറുടെ കയ്യിലേക്ക് ഒരു ഗുഡ്സ് മൂവ് ചെയ്യുന്ന ആ ഒരു എല്ലാ ആക്ടിവിറ്റി, ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ ആ എല്ലാ ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ എന്ത് പറയുക മക്കളെ, യെസ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും ആ ഒരു ആക്ടിവിറ്റീസിൽ, ഐ മീൻ എന്താണ് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും നമ്മുടെ കൺസ്യൂമറുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് വരെ എന്തെല്ലാം ഉണ്ടാകും, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടാവും. ആരെയും എന്തെങ്കിലും പഠിച്ചോ? എന്താടാ കെട്ടിച്ചു തരാന്നോ? കല്യാണ കാര്യമൊക്കെ പറയുന്നത് കള്ള എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ള അങ്ങോട്ട് ഓർത്ത് വയ്ക്കാം. സെറ്റ് അല്ലേ, റെഡി അല്ലേ? യെസ്. ദെൻ അടുത്തത് മോഡേൺ മാർക്കറ്റിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെല്ലിംഗ്. യെസ്, ഈ ഒരു ടേം മക്കൾ ഓർത്ത് വെച്ചിരിക്കണം അല്ലെ. മോഡേൺ സെൻസിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സെല്ലിംഗ് ഓർ പ്രൊമോഷൻ അല്ലെ, സാധനങ്ങൾ വിൽക്കുക എന്നത് മാത്രമല്ല, പിന്നെ എന്തും കൂടെ ഉൾപ്പെടുന്നതാണ്. It focuses on understanding consumer needs and satisfying them. It is consumer oriented അല്ലെ. മോഡേൺ സെൻസിൽ എന്താ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൺസ്യൂമർ ഓറിയന്റഡ് കൂടിയാണ്. അതായത് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് സാറ്റിസ്ഫൈ ചെയ്യുകയും കൂടെ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്താ മോഡേൺ സെൻസിൽ എന്താ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഈ ഒരു ടേമും കൂടെ മക്കൾ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, റെഡി സെറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഈ ഫീച്ചേഴ്സും ഒന്ന് പഠിച്ചു വെച്ചോളാം. 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഓട് 1 ഒക്കെ എടുക്കുക എന്നുള്ള രീതിയിൽ ചോദ്യം വരും. ഓക്കെ, മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് എന്ത്? സാറിന് 28 ഒന്നുമില്ല, പോണാണെന്ന് 27 കഴിഞ്ഞ ഫെബ്രുവരി 27 ആയി. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, CBSE സ്റ്റുഡൻസിന് കാണാമോ? CBSE സ്റ്റുഡൻസിന് കാണാം. അതിനെന്താ, സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ സെറ്റ്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്താ മാർക്കറ്റിങ്ങിന്റെ? ഒന്നാമത്തെ ഫീച്ചർ എന്താ? നീഡ്സ് ആൻഡ് വാണ്ട്സ്. നമ്മൾ പറഞ്ഞു മോഡേൺ മാർക്കറ്റിൽ എന്താ കൺസ്യൂമറൈസ്ഡ് ആണ് അല്ലെ, കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ നോക്കിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ എന്താ നീഡ്സ് ആൻഡ് വാണ്ട്സ്? മാർക്കറ്റിംഗ് ഹെൽപ്പ് പീപ്പിൾ ടു ഗെറ്റ് വാട്ട് ദേ നീഡ് ആൻഡ് വാണ്ട് അല്ലെ. ദ മെയിൻ ഗോൾ ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു സാറ്റിസ്ഫൈ നീഡ്സ് ആൻഡ് വാണ്ട്സ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ. ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിന്റെ എന്താ ആവശ്യങ്ങളെ മനസ്സിലാക്കി അത് അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എ നീഡ്സ് ഈസ് എ ഫീലിംഗ് ഓഫ് lack of deprivation, example hunger. Want are specific way to satisfy needs അല്ലെ. നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ് അല്ലെ. നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യം. ഓക്കെ അല്ലെ. അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ വേണ്ടത് ആ സംഭവമാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അതിന് എന്ത് വേണം എന്നുള്ളതാണ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം. അപ്പോൾ ഫുഡിന്റെ കേസ് ആണെങ്കിൽ വിശക്കുന്ന സമയത്ത് നമുക്ക് എന്താ, ഫുഡ് വേണം അല്ലെ. വിശപ്പ്, ഫുഡ് റെഡി. പക്ഷേ ആ ഫുഡ് ഇന്ന് തന്നെ പൊറോട്ടയും ചിക്കനും ആയിരിക്കണം, പൊറോട്ടയും ബീഫും ആയിരിക്കണം എന്നാണെങ്കിൽ യെസ് അതെന്താണ് വാണ്ട്സ് ആണ്. അവിടെ എന്ത് വേണം എന്നുള്ള. അപ്പം ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അത് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുകയും കൺസ്യൂമേഴ്സിന് ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മാർക്കറ്റിങ്ങിന്റെ ഫീച്ചർ. അടുത്തെന്താണ് ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിംഗ് അല്ലെ. അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഓഫറിംഗ് ഉണ്ട് അല്ലെ. മാർക്കറ്റേഴ്സ് ക്രിയേറ്റ് എ മാർക്കറ്റ് ഓഫറിംഗ് വിച്ച് മീൻസ് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് വിത്ത് ഫീച്ചേഴ്സ്, ക്വാളിറ്റി, പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി അല്ലെ. എക്സാമ്പിൾ എന്താ, എ മൊബൈൽ ഫോൺ വിത്ത് ഡിഫറെന്റ് മോഡൽസ് അല്ലെ. എന്താണ് മാർക്കറ്റിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് കാര്യം ഇപ്പോൾ എന്താ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, അതിന്റെ ഫീച്ചേഴ്സ്, ക്വാളിറ്റികൾ, പ്രൈസ്, അതിന്റെ അവൈലബിലിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ കൂടെ എവിടെ ഉൾപ്പെടുന്നുണ്ട്, ഒരു മാർക്കറ്റിംഗിൽ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അല്ലേ? യെസ്. അപ്പം എന്താണ് ക്രിയേറ്റിംഗ് എ മാർക്കറ്റ് ഓഫറിംഗ് ഉണ്ട്. പിന്നെ എന്താ കസ്റ്റമർ വാല്യൂ, നമ്മൾ എന്ത് നോക്കുന്നു? കസ്റ്റമറുടെ വാല്യൂ നോക്കുന്നുണ്ട്. ഓക്കെ, ഇതാ കൺസ്യൂമർ ബൈ എ പ്രൊഡക്റ്റ് ഓൺലി ഇഫ് ദേ ഫീൽ ഇറ്റ് ഗിവ്സ് മോർ ബെനിഫിറ്റ് ഓഫ് ദ പ്രൈസ് പെയ്ഡ്. അല്ലെ? എന്താ നമ്മളെല്ലാവരും നോക്കുക എങ്ങനെയാണ് നമ്മൾ നോക്കുക? അല്ലെ? ഏറ്റവും കുറവ് പൈസയ്ക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടുന്നത് എന്ത്, അല്ലെങ്കിൽ നല്ല ഫീച്ചേഴ്സ്, നല്ല ബെറ്റർ ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക, അതായത് നമുക്ക് നോക്കുക. അല്ലെ? സോ ആ ഒരു വാല്യൂ, അല്ലെ, ആ ഒരു കാര്യം. സോ മാർക്കറ്റേഴ്സ് ജോബ് ഈസ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ട്സ് വാല്യൂ സോ ദാറ്റ് കൺസ്യൂമേഴ്സ് ചൂസ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. അല്ലെ? അങ്ങനെ എന്താ നമ്മുടെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം. ഇതിനടുത്ത് എന്താണ്? എക്സ്ചേഞ്ച് മെക്കാനിസം. അല്ലെ? മാർക്കറ്റിംഗിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? എക്സ്ചേഞ്ചിങ് ഉണ്ട്. അല്ലെ? നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അല്ലെ? മാർക്കറ്റിംഗ് വർക്ക് ത്രൂ എക്സ്ചേഞ്ച് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഗിവ് സംതിങ് of value to get what they need and want, usually product and money ആണ്. അല്ലെ? എക്സ്ചേഞ്ചിങ് is the core, marketing is the happening when. അല്ലെ? എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു? അവിടെ രണ്ട് പാർട്ടികൾ ഉണ്ടാവണം. അല്ലെ? each has something valuable. അവിടെ എന്താ കൊടുക്കാൻ വാല്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഡെലിവർ. അല്ലെ? അവിടെ കമ്മ്യൂണിക്കേഷനും ഡെലിവറും നടക്കുന്നുണ്ട്. പിന്നെയോ ഫ്രീ ആക്സെപ്റ്റ് ആൻഡ് റിജക്ട്. അല്ലെ? നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ഫ്രീ ആക്സെപ്റ്റ് ആൻഡ് റിജക്ട് നടത്തുന്നുണ്ട്. അല്ലെ? അവർക്ക് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. ദ എക്സ്ചേഞ്ച് ഈസ് വോളണ്ടറി. അല്ല, എന്താണ് സ്വമേധയാ ചെയ്യേണ്ട കാര്യം. സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക എന്നുള്ളത്. റെഡി? അപ്പം എക്സ്ചേഞ്ച് മെക്കാനിസവും കൂടെ ഉൾപ്പെടുന്നു. അപ്പൊ ഈ 4 എണ്ണമാണ് ഒരു മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് മക്കൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കി വെച്ചോളാം ഈ 4 എണ്ണം. റെഡി? ഒന്നാമത്തെ, അപ്പൊ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചു വെച്ചോളാം. മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സും ഒന്ന് നോക്കി വെക്കാം. ഓക്കെ സെറ്റ്. റെഡി? അങ്ങനെയെങ്കിൽ അടുത്തയിലേക്ക് നമുക്ക് പോവാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്കാണ്. ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, മാനേജ്മെന്റ് എന്താണെന്നുള്ളത് മക്കൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ? എന്താണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ബൈ അതേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ? മാനേജ്മെന്റ്. ഓക്കെ, അപ്പം അത് മാർക്കറ്റിംഗിന്റെ കേസ് ആണെങ്കിലോ, മാർക്കറ്റിംഗ് എന്ത് ചെയ്യുക? ആളുകളെ കൊണ്ട് ചെയ്യിക്കുക. അല്ലെ? അതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എ കമ്പനീസ് മാർക്കറ്റിംഗ് റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റി ടു മീറ്റ് കൺസ്യൂമർ നീഡ്സ്, ക്രിയേറ്റ് വാല്യൂ ആൻഡ് അച്ചീവ് ബിസിനസ് ഗോൾസ്. അല്ലെ? ഒരു ബിസിനസിന്റെ എന്താ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അതാ ഒരു മാനേജ്മെന്റിൽ എല്ലാ കാര്യങ്ങളും. അല്ലെ? എന്തൊക്കെ? ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, പ്ലാനിംഗ് ഉണ്ട്. അല്ലെ? മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്തെന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് ഡിസൈഡിങ് വാട്ട് ടു സെൽ, ടു ഹും, വാട്ട് പ്രൈസ് ആൻഡ് ഹൗ ടു പ്രൊമോട്ട് ആൻഡ് ഡെലിവർ ഇറ്റ് സോ ദ ബോത്ത് ഓഫ് ബിസിനസ് ആൻഡ് കസ്റ്റമർ ബെനിഫിറ്റ്. അല്ലെ? എന്താണ്? എന്ത് സാധനം വിൽക്കണം, എത്രയ്ക്ക് വിൽക്കണം, എങ്ങനെ വിൽക്കണം, എങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുക? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി? ഓക്കെ, യെസ്, റെഡി. എന്താണ്? എക്സെപ്റ്റ് സ്റ്റാഫിങ്. അതെ, എക്സെപ്റ്റ് സ്റ്റാഫിങ് ഇല്ല. പക്ഷെ മാർക്കറ്റിങ്ങിലുള്ള ആളുകളെ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് സ്റ്റാഫ് അതിന് എടുക്കണ്ടേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതും വേണേൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നില്ല എന്നല്ലോ കേട്ടോ. ഓക്കെ അല്ലേ? റെഡി? യെസ്. Then the process of marketing management ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ? ശ്രദ്ധിച്ചു. ഒന്നാമതെന്താ? ചൂസിങ് എ ടാർഗറ്റ് മാർക്കറ്റ്. യെസ്, ഓരോന്ന് നമുക്ക് നോക്കാം. ഒന്നാമതെന്താ? ചൂസിങ് എ ടാർഗറ്റ് മാർക്കറ്റ് ആണ്. അല്ലെ? എന്താണ്? ഒരു ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ എന്ത് വരുന്നത്? ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ടാർഗറ്റ് മാർക്കറ്റ്. അപ്പൊ എന്താ? ദ മാർക്കറ്റേഴ്സ് ഫസ്റ്റ് സെലക്ട് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ടു സെർവ്. അല്ലെ? എക്സാമ്പിൾ എന്താ? എ മാനുഫാക്ചറർ മേ ഡിസൈഡ് ടു മേക്ക് ക്ലോത്ത്സ് ഓഫ് ചിൽഡ്രൻസ് അണ്ടർ 5 years. അല്ലെ? നമുക്കിപ്പോ എന്താണ് വിൽക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് മാർക്കറ്റാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത് എന്താ? ഫോക്കസിങ് ഓൺ കസ്റ്റമർ. അങ്ങനെ ആ മാർക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടണം. റെഡി? അപ്പൊ എന്താ? ആഫ്റ്റർ ചൂസിങ് ദ മാർക്കറ്റ് ദ ഗോൾ ഈസ് ടു ഗെറ്റ് ന്യൂ കസ്റ്റമേഴ്സ്, കീപ് ദം സാറ്റിസ്ഫൈഡ് ആൻഡ് ഗ്രോ ദ കസ്റ്റമർ ബേസ്. അല്ലെ? എന്താ? ഓരോ കസ്റ്റമറെയും എന്ത് ചെയ്യണം? മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? യെസ്, പിന്നെ ഉയർച്ച ഉണ്ടാവുള്ളൂ. അല്ലെ? കാരണം എന്താ? പിന്നെ കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് വരണമെങ്കിൽ ഈ റിവ്യൂ നമ്മളിപ്പോൾ കൊടുക്കുന്ന ആ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ബെറ്റർ ആയിരിക്കണം. അല്ലെ? സോ എന്താണ്? കസ്റ്റമേഴ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെയോ ക്രിയേറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. അടുത്തെന്താണ്? കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. ഓക്കെ അല്ലേ? യെസ് സാർ, ക്ലാസ് അപ്പം തരും. ക്ലാസ് പെട്ടെന്ന് തരും കേട്ടോ. ഒരു 9-9:30 ഉള്ളിൽ തീരും.
Okay, ready? Yes, about the creating and communicating value. The marketer must create superior value in the product and communicate this benefit to customers so they prefer the company's product. നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റും കാര്യങ്ങളും നമ്മൾ കസ്റ്റമേഴ്സിനോട് എന്താ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഞങ്ങൾ ഇന്ന് തരുന്നുണ്ട്, ഇന്നതാക്കുന്നുണ്ട്, അല്ലെ ഇങ്ങനെയൊക്കെ നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റികൾ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത്. റെഡി? അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, വീണ്ടും നമ്മളെ അന്വേഷിച്ച് കസ്റ്റമർ വരികയുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. റെഡി? അപ്പം ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്തിൽ വരിക, ദ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ വരിക. ഓക്കെ, മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ എന്തൊക്കെ, ചൂസിങ് എ ടാർഗറ്റ് മാർക്കറ്റ്, ഫോക്കസിങ് ഓൺ കസ്റ്റമർ, അടുത്ത ക്രിയേറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോളാ. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പ്രോസസ്സുകളും ഓർത്ത് വെച്ചോളാ. അതിനുശേഷം വരുന്ന ടേമാണ് ഇത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ്. എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അതെ, സുപ്പീരിയർ വാല്യൂ, കറക്റ്റ് ആണ്. ഓക്കെ, യെസ് മക്കളെ, ഇതെന്താ ആരും ഒന്നും ഉണ്ടാക്കി ഇരിക്കുന്നത്? ഇതാ മക്കളെ, ആ ലൈക്കൊക്കെ ഒന്ന് സെഞ്ചുറിയിൽ എത്തിച്ചെന്നേ, ഒന്ന് സെഞ്ചുറി അടിച്ചേ, പെട്ടെന്ന് ഒന്ന് സെഞ്ചുറി അടിച്ചേ, വേഗം 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 ഒന്ന് എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ മക്കളെ, എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. എന്താണിത്? യെസ് യെസ് യെസ്, നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ട്. നാളെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഷോർട്ട് നോട്ട് ലൈവിലൂടെ, ഓക്കെ, നമ്മൾ ടേബിൾ വൈസ് നോട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പോവാണ്. വളരെ വെരി ഷോർട്ട്, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ അത്രയ്ക്കും യൂസ്ഫുൾ ആകുന്ന ഷോർട്ട് നോട്ട്. ഓക്കെ, ഷോർട്ട് നോട്ട് ലൈവുകളും കാര്യങ്ങളും ഉണ്ടാവും. കംപ്ലീറ്റ് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, റെഡി? ഓക്കെ 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 അപ്പോൾ എന്താ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പം നോക്കി, ആ മിസ് വരും ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ മിസ് വരും. ഓക്കെ, റെഡി? അപ്പം എന്താ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് ആർ ബേസിക്കലി ഡിഫറെന്റ് വേ ബിസിനസ് തിങ്ക് അബൌട്ട് ദ അപ്രോച്ച് സെല്ലിംഗ് ദർ പ്രൊഡക്റ്റ് ഓർ സർവീസസ് എന്നുള്ളതാണ്. അല്ലെ, എന്താ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിഫറെന്റ് വേ ബിസിനസ് തിങ്ക് അബൌട്ട് ദ അപ്രോച്ച് സെല്ലിംഗ് ദർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അല്ലെ, ഒരു എന്താണ് ഒരു ബിസിനസിന്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസുകളോ സെയിൽ ചെയ്യാൻ വേണ്ടി ആ ബിസിനസ് എടുക്കുന്ന പല വഴികൾ, അല്ലെ, പല ഡിഫറെന്റ് ആയിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ അപ്രോച്ചുകളാണ്, അല്ലെ, സെല്ലിംഗ് അപ്രോച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് എന്ന് പറയുക. ഓക്കെ, ദേ ഗൈഡ് ഹൗ കമ്പനി പ്ലാൻ ടു സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ് ആൻഡ് മേക്ക് പ്രോഫിറ്റ്. അല്ലെ, എങ്ങനെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നത് പ്ലാൻ ചെയ്യുന്നു, അല്ലെ, ഗൈഡ് ചെയ്യുന്നതാണ് ഇത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തൊക്കെയാണ്, അല്ലെ, എന്തൊക്കെ വഴികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അപ്രോച്ചുകളാണ് അവർ ചെയ്യുന്നത്? ഇതാണ് ആ കാര്യങ്ങൾ. ഓക്കെ, ഈ 5 കാര്യങ്ങളിലൂടെയാണ് എന്തെന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഈ 5 കാര്യങ്ങളാണ് എന്തെന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി എന്ന് പറയുന്നത്. സാർ നാളെയും 7:30 മണിക്ക് തന്നെയാണ് ലൈവ് ഉള്ളത്. ഓക്കെ, 7:30 മണിക്ക് തന്നെയാണ് ലൈവ് ഉള്ളത്. അപ്പോൾ ഈ ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ്, അല്ലെ, പ്രൊഡക്ഷന്റെ ബേസിലാണ്. ഒന്നാമത്തെ എന്താ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബിസിനസ് ഫിലോസഫി. ഇറ്റ് എംഫസൈസ് എഫിഷ്യന്റ് പ്രൊഡക്റ്റ് ആൻഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്റ്റ്. The underlying idea is that customers primarily want product are available and affordable, so company should focus on producing large quality at a low cost. അല്ലെ, എന്താകണം, എല്ലാവർക്കും പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക, എല്ലാവരിലും എത്തിക്കുക. അല്ലെ, നമുക്ക് പ്രൊഡക്റ്റ് എന്താ നന്നായിട്ട് എന്താ എല്ലാവരിലും എത്തിക്കാൻ പറ്റണം. സോ അങ്ങനെ എത്തിക്കാൻ പറ്റണമെങ്കിൽ എന്താ, നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കണം. അല്ലെ, എങ്ങനെ പ്രൊഡക്ഷൻ നടക്കണം? ലോ കോസ്റ്റില് ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് എന്താണല്ലോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെ, അപ്പോൾ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തെന്ന് നമ്മുടെ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ ബേസിൽ എന്തായിരിക്കും നമ്മൾ നോക്കേണ്ടി വരിക? വളരെ എളുപ്പം. ഈ കീ പോയിന്റ്സ് നോക്കി വെച്ചാൽ ഇത്ര നോക്കണ്ട. എന്താ കീ പോയിന്റ്സ് ഉള്ളതാ? ഫോക്കസ് ചെയ്യേണ്ട എന്തിനാ? ക്വാളിറ്റിയെ, പെർഫോമൻസിനെ, അല്ലെ ഇന്നോവേഷനെ ഓഫ് എ പ്രൊഡക്റ്റിനെ, അല്ലെ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അല്ലെ അതിന്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ, അതിന്റെ പെർഫോമൻസ്, അതിന്റെ ഇന്നോവേഷൻ, അല്ലെ അതാണ് നമ്മൾ എന്താ പ്രൊഡക്റ്റിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി മാക്സിമം എന്താ ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാനും, അല്ലെ എന്താണ് അത് സെയിൽ ചെയ്യാനും നമ്മൾ നോക്കുന്ന വഴികൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ചുകളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി. അല്ലെ, അപ്പൊ അതിൽ ഒന്നാമത് എന്താണ്? പ്രൊഡക്ഷന്റെ ബേസിലാണ്. പ്രൊഡക്ഷന്റെ ബേസിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി പ്രൊഡക്റ്റിന്റെ ബേസിൽ എന്താ ചെയ്യേണ്ടത്? നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡ്, നല്ല പെർഫോമൻസ്, നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, റെഡി? യെസ്. ദെൻ അടുത്ത എന്താണ്? സെല്ലിംഗ് കൺസെപ്റ്റ് ആണ്. എന്താ സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? സെയിൽസ്, വിൽപ്പന, അല്ലെ, വിൽപ്പനയുടെ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? വിൽപ്പനയുടെ സമയത്ത് കീ പോയിന്റ്സ് എന്തൊക്കെയാ? ഫോക്കസ് ഓൺ എന്താ
പുഷിംഗ് ദ പ്രൊഡക്റ്റ് ത്രൂ അഡ്വർടൈസിങ്, സെയിൽസ് ടെക്നിക്സ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അത്രേ ഉള്ളൂ അല്ലെ. സെയിൽസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണ്? മാക്സിമം അല്ലെ ആളുകളിലേക്ക് എത്തിക്കുക അല്ലെ. മാക്സിമം അതിന്റെ അഡ്വർടൈസിങ് നടത്തുക, അതിന്റെ സെയിൽസ് നടത്തുക അല്ലെ. ആളുകളിലേക്ക് പേഴ്സണൽ സെല്ലിങ്ങിലൂടെ ഒക്കെ എന്താ ആളുകളിലേക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ഇത് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തെന്താ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. എന്താണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അല്ലെ ഇറ്റ്സ് ഫോക്കസ് ഓൺ എന്താ കസ്റ്റമർ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. മാർക്കറ്റിംഗ് ആണ്. മാക്സിമം ആളുകൾക്ക് എന്താ നമ്മളെ പ്രൊഡക്റ്റിലേക്ക് എന്താ വീണ്ടും വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളിലേക്ക് വീണ്ടും എത്തണമെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടതുണ്ട്. ഓക്കെ, ആണെന്തെന്ന് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. സെറ്റ്, റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് എന്താ? സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. സൊസൈറ്റിയുടെ ബേസിലാണ് അല്ലെ. സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എംഫസൈസ് ദാറ്റ് company should deliver value of customers in a way that also benefit society at large, balancing 3 consideration എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഫോക്കസ്? എന്താണ് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ കമ്പനി പ്രോഫിറ്റ്, പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയൽ ഇൻട്രസ്റ്റ്. ഈ 3 കാര്യങ്ങളെ കൂടെ നമ്മൾ നോക്കുമ്പോഴാണ് എന്തെന്ന് നമുക്കത് സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അല്ലെ. എന്തൊക്കെയാ? കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെ, എക്കണോമിക് ബെനിഫിറ്റും കൂടെ എന്താ കമ്പനിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിന്റെ കൂടെ എന്ത് വേണം? സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് അല്ലെ. എന്താണ്? ദ പ്രൊഡക്റ്റ് ആൻഡ് ബിസിനസ് പ്രാക്ടീസസ് ഷുഡ് സോഷ്യലി ആൻഡ് എൻവിറോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി അല്ലെ. നമുക്ക് എന്താ എൻവിറോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, 74 ഉണ്ടായിരുന്നു. +2 A+ കിട്ടുമോ? ഓ കിട്ടും. എന്താ ഉറപ്പല്ലേ? കിട്ടും. അതേപോലെ തന്നെ പഠിച്ചോ, അതേ മാർക്ക് സ്കോർ ചെയ്തോ, കിട്ടിയിരിക്കും. ഓക്കെ, മിസ് എവിടാടാന്നോ? ഓ സാറോടാണോ? മിസ് വരും. മിസ്സിന് ഇപ്പോൾ ഒരു ലൈവ് ഉണ്ട്. മിസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, മിസ് വരും. ഓക്കെ, റെഡി? യെസ്. അപ്പം ഈ 5 കാര്യങ്ങളും എന്താക്കുക? അങ്ങോട്ട് പഠിച്ചു വെക്കുക മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസിൽ. ഓക്കെ അല്ലേ? യെസ്. റെഡി? ഓക്കെ, അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ആദ്യം പഠിച്ചു വെക്കേണ്ട ഐറ്റം. ദെൻ അടുത്തതാ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത്? ഓക്കെ. ഇന്നലെ സാറിനെ ആയിരുന്നു അന്വേഷണം ആണോ? ഓ എന്നെയല്ല. ഓക്കെ ആളെയാണ് അല്ലേ. ഓക്കെ സെറ്റ്. റെഡി? ഓക്കെ. ഒന്നര സാറിനെ അല്ലേ അന്വേഷണം? ഓ ആയിക്കോട്ടെ. ഓക്കെ. ഇന്നിപ്പോൾ മിസ്സിനെയാണ് അല്ലേ. ഓക്കെ സെറ്റ്. മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ഡിഫറൻസ് അല്ലേ? ഓ നമുക്ക് പറയാം. ഒക്കെ ഡോണ്ട് വറി, നിങ്ങൾ പേടിക്കല്ല. അതൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതിന് ഇവിടെ പോക്കറ്റ് ഉണ്ടായിരുന്നില്ലേ? സാർ ശ്രദ്ധിച്ചില്ല, എപ്പോഴാ കണ്ടേ. ഓക്കെ, നമുക്ക് പറയാം. സാർ എനിക്ക് +1 36 മാർക്ക് ഉണ്ടായിരുന്നു. +2 A+ കിട്ടുമോ? 36 മാർക്കാണുള്ളത്. +2 നമുക്ക് A+ലേക്ക് എത്തണമെങ്കിൽ +1 ബിസിനസ് സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, 200-ലാണ് നമുക്ക് മാർക്ക് നോക്കുക അല്ലേ. അപ്പോൾ 200-ൽ നോക്കുന്ന സമയത്ത് നമുക്കെന്താണ് ഏകദേശം +1-ലും +2-ലും A+ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നമ്മൾക്ക് എന്താ A+ലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. +1-ഉം +2-ലും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് A+ന്റെ ആ മാർക്കിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. +1-ൽ 70 74 74 കിട്ടിയാൽ A+ അല്ലേ. അതേപോലെ തന്നെ +2-ലും വാങ്ങണം, എന്നാലേ A+ൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഓക്കെ സെറ്റ് റെഡി. അപ്പോൾ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ 12ഓളം മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ഉണ്ട്. ഇത് ഓർത്ത് വയ്ക്കുക, വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ ഫങ്ഷൻസ് എന്താണ്? ഗ്യാതറിംഗ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ ആണ്. അറിയാലോ, എന്താ നമ്മുടെ മാർക്കറ്റ് ഇൻഫർമേഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ.
നമ്മളെ മാർക്കറ്റിൽ എന്താണ് ഇനി ഉള്ളത് അല്ലെങ്കിൽ എന്താണ് ഇനി അവർക്ക് വേണ്ടത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെ. മാർക്കറ്റേഴ്സ് കളക്ട് ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഇൻഫർമേഷൻ ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമേഴ്സ് നീഡ്സ്. ഓക്കെ, ഇറ്റ് ഹെൽപ്പ് ഇൻ മാർക്കറ്റിംഗ് ഡിസിഷൻ ഫോർ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അല്ലെ, എന്താ ആദ്യം മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് വേണം അല്ലെ. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ ചെന്നാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ വിറ്റുപോകുള്ളൂ അല്ലെ. അല്ലാണ്ട് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റും കൊണ്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ ആദ്യത്തെ കാര്യം അതാണ് അല്ലെ, മാർക്കറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യുക അല്ലെ. അനലൈസ്, ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്, അതുപോലെ തന്നെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് എന്ത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. ഈ മാർക്കറ്റ് ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യുക, ഒന്നാമത്തെ കാര്യം അതാണ്. റെഡി. അടുത്തെന്താണ്, മാർക്കറ്റിംഗ് പ്ലാനിങ് ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. ഓക്കെ, പ്ലാൻ നടത്തുക. ഓക്കെ, മാർക്കറ്റേഴ്സ് ക്രിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാൻ ടു അച്ചീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. പ്ലാനിങ് ഹെൽപ്പ് ഡിസൈഡിങ് ഹൗ ടു റീച്ച് ദ ടാർഗറ്റ് അല്ലെ. ദ മാർക്കറ്റേഴ്സ് മസ്റ്റ് പ്ലാൻ ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് അതർ കീ ആക്ടിവിറ്റീസ് അല്ലെ. എന്തൊക്കെ ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് മുതൽ ആ ഒരു കൺസ്യൂമറുടെ കയ്യിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ അല്ലെ. ആ എല്ലാ ആക്ടിവിറ്റികളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ. രണ്ടാമത്തെ കാര്യം എന്താ, മാർക്കറ്റ് പ്ലാനിങ് ആണ്. ഓക്കെ, സെറ്റ്. തേർഡ് എന്താ, പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. അടുത്തെന്താ, നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. എന്താണ്, ഇറ്റ് ഇൻവോൾവ് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പ്രൊഡക്റ്റ് ടു അട്രാക്ട് ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് അല്ലെ. ഗുഡ് ഡിസൈൻ ആൻഡ് എൻഹാൻസ് പ്രൊഡക്റ്റ് പെർഫോമൻസ് ആൻഡ് കോമ്പറ്റീറ്റീവ്സ് അല്ലെ. കോമ്പറ്റീറ്റീവ്സിനൊക്കെ അടിച്ച് താഴാൻ ഭാഗത്ത് നമ്മൾ എന്താക്കണം, സെറ്റായിട്ട്. സാർ ക്ലാസ് ക്രിക്കറ്റ് കാണലുണ്ടോ? ഓ കാണലുണ്ട്. ഓക്കെ, കാണാറുണ്ട്. ഇന്നും കാണാൻ പറ്റിയില്ല, കഴിഞ്ഞ കളി കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെഡി. അതിന് മുമ്പത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം ലൈവ് അല്ലടാ ഈ ഒരു ടൈമിലൊക്കെ. യെസ്, എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പോൾ അതാ പ്രൊഡക്റ്റ് ഡിസൈൻ എന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതാ മൂന്നാമത്തെ ഫംഗ്ഷൻ. ദെൻ അടുത്ത് എന്താണ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് അല്ലെ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ. മീൻസ് മേക്കിംഗ് ഗുഡ്സ് അക്കോർഡിംഗ് ടു എന്താണ് ഫിക്സ്ഡ് സ്പെസിഫിക്കേഷൻ ടു മെയിൻറ്റെയിൻ യൂണിഫോം ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഇറ്റ് അഷ്യൂർ ബയേഴ്സ് അബൌട്ട് ക്വാളിറ്റി, പ്രൈസ് ആൻഡ് പാക്കേജിംഗ് ആൻഡ് റെഡ്യൂസ് ദ നീഡ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഈച്ച് പ്രൊഡക്റ്റ് അല്ലെ. എന്താണ്, ഓരോ നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രൈസിനനുസരിച്ചൊക്കെ നമ്മൾ എന്താക്കുക, ഒരു യൂണിഫോം ക്വാളിറ്റിയിലൊക്കെ നമ്മൾ എന്താക്കുക, ആ ഒരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡിങ്ങും കാര്യങ്ങളും. ഓക്കെ, നാലാമത്തത്. അഞ്ചാമത്തെ എന്താണ്, പാക്കേജിങ് ആൻഡ് ലാബലിംഗ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുക, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാക്കേജിങ് ആൻഡ് ലാബലിംഗ്. പാക്കേജിങ് മീൻസ് എന്താ, ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് എ കണ്ടെയ്നർ ഓർ റാപ്പർ ഫോർ എ പ്രൊഡക്റ്റ്, വൈൽ ലാബലിംഗ് മീൻസ് എന്താ, ക്രിയേറ്റിംഗ് ദ ടാഗ് ഓർ ലാബൽ ഓൺ ഇറ്റ് അല്ലെ. പാക്കേജിങ് പ്രൊട്ടക്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് ഓൾസോ പ്രൊമോട്ട് ഇറ്റ്സ് അട്രാക്റ്റീവ് ബയേഴ്സ് അല്ലെ. റെഡി, അറിയാലോ അല്ലെ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രൈമറി പാക്കേജിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനനുസരിച്ച് എന്താ, പ്രൊഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്യുകയും then നമ്മൾ അതിന്റെ ഇൻഫർമേഷൻസ് അതിൽ ആഡ് ചെയ്യുകയും ചെയ്യുക. ലാബലിംഗ് ആണ്. ഓക്കെ, റെഡി. യെസ്, പാക്കേജിങ് ആൻഡ് ലാബലിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്താണ്, ബ്രാൻഡിങ് ആണ്. ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ ജനറൽ നെയിമിൽ നമുക്ക് എത്രത്തോളം അത് വിൽക്കാൻ പറ്റും അല്ലെ, ഇല്ല. അപ്പൊ എന്താണ്, ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ബ്രാൻഡിങ് ഈസ് ഡിസൈഡിങ് വെദർ ടു സെൽ എ പ്രൊഡക്റ്റ് അണ്ടർ എ ജനറിക് നെയിം അല്ലെ. ഒരു ജനറിക് നെയിം അല്ലാതെ നമ്മൾ എന്താ, ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു പ്രൊഡക്റ്റ് എന്താക്കുക, സെല്ല് ചെയ്യുക അല്ലെ. കോമ്പറ്റീഷൻസിനൊക്കെ ഇടയിൽ എന്താ, നമുക്കൊരു സക്സസ് ഉണ്ടാവണമെങ്കിൽ അതുപോലെ ഒരു ബ്രാൻഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ബ്രാൻഡിങ് ആണ് നമ്മൾ ആറാമത്തെ ഫംഗ്ഷൻ. ദെൻ ഏഴാമത്തെ എന്താണ്, കസ്റ്റമർ സപ്പോർട്ട് സർവീസ് അല്ലെ. കസ്റ്റമർ സർവീസുകൾ, സപ്പോർട്ട് സർവീസുകൾ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, കൊടുത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ഇൻക്ലൂഡ് ആഫ്റ്റർ സെയിൽ സർവീസ്, ഹാൻഡ്ലിംഗ് കംപ്ലൈൻസ്, അതുപോലെ തന്നെ പ്രൊവൈഡിങ് ക്രെഡിറ്റ്, മെയിൻ്റെനൻസ്, ടെക്നിക്കൽ ഹെൽപ്പ് അല്ലെ, കൺസ്യൂമർ ഇൻഫർമേഷൻസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് പറയുക, കസ്റ്റമേഴ്സ് സപ്പോർട്ട് സർവീസ് എന്ന് പറയുക. ഓക്കെ, റെഡി. ദെൻ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് കഴിഞ്ഞാൽ പിന്നെയോ പ്രൈസിങ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ എന്താക്കണം, തീരുമാനിക്കേണ്ടതുണ്ട്. പ്രൈസ് ഇസ് ദ എമൗണ്ട് കസ്റ്റമർ പേ ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് സ്ട്രോങ്ലി അഫക്ട് ദ സക്സസ് അല്ലെ. സക്സസിനും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിന് എന്ത് പറയുക, പ്രൈസ് എന്ന് പറയുക. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്താക്കുക, ഒരു പ്രൈസിങ് നമ്മൾ സെറ്റ് ചെയ്യുക. നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസിങ് നമ്മൾ ചെയ്യുന്നു. അതിനടുത്ത് എന്താണ്, പ്രൊമോഷൻ ആണ് അല്ലെ. എന്താ, പ്രൊഡക്റ്റ് ഇൻവോൾവ് ഇൻഫോമിംഗ് ആൻഡ് പെർസ്വാഡിങ് കസ്റ്റമേഴ്സ് ടു ബൈ എ പ്രൊഡക്റ്റ്. കീ മെത്തേഡ് ഇൻക്ലൂഡ് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിങ്, പബ്ലിസിറ്റി അല്ലെ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, ദെൻ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലോ യെസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് യെസ് അതിൻ്റെ പ്ലേസ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുക അല്ലെ വേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻവോൾവ് എന്താ ഗെറ്റിംഗ് പ്രൊഡക്റ്റ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കസ്റ്റമർ അല്ലെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുക പല സ്ഥലത്തേക്ക് പോകേണ്ടി വരും അല്ലെ പല സ്ഥലത്തേക്ക് എന്താ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് എന്ത് യെസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ വരുന്ന ഐറ്റമാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ ട്രാൻസ്പോർട്ട് നടത്തുക. ട്രാൻസ്പോർട്ടേഷൻ ഇസ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലെ നീഡ്സിനനുസരിച്ച് പല സ്ഥലത്തേക്ക് നമുക്ക് എന്താക്കേണ്ടതുണ്ട് പ്രൊഡക്റ്റ് അയക്കേണ്ടതുണ്ട്. ദ ലാസ്റ്റ് സ്റ്റോറേജ് ഓർ വെയർ ഹൗസിംഗ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ്പോർട്ടേഷനും എന്തും വെയർ ഹൗസിങ്ങും അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. പ്രൊഡക്ഷൻ എന്നാണെങ്കിൽ യെസ് അതിന്റെ സെയിൽ നടക്കുന്നത് മറ്റൊരു ദിവസമായിരിക്കും. സോ അത്രയും ദിവസം നമുക്ക് എന്ത് വേണ്ടി വരും പ്രൊഡക്റ്റ് ഒന്ന് സേവ് ചെയ്ത് നമ്മൾ വെക്കേണ്ടി വരും. സോ ആ ഒരു സ്പേസ് അല്ലെ എന്താണ് വെയർ ഹൗസിങ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമാണ്, നോക്കി വെച്ചോളുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, എഴുതാനുണ്ടാവും. അപ്പോൾ എഴുതി അങ്ങോട്ട് വെച്ചോളുക 12 എണ്ണം. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നിങ്ങളെന്താ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന ടേമുകളും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് ഫങ്ഷൻസും കൂടെ പഠിച്ചു വയ്ക്കുക. സെറ്റാണോ റെഡി? അപ്പോൾ ഈ 12 എണ്ണമാണ് നമുക്കിവിടെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ. മാർക്കറ്റിംഗ് എന്താണ്, ഓക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. പിന്നെയോ യെസ് മാർക്കറ്റിംഗ് ഫിലോസഫി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ത് നമ്മൾ പറഞ്ഞു. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പ്രോസസ്സും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ 5-6 കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് അതേപോലെ തന്നെ മക്കൾ ഓർത്ത് വെച്ചോളുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചാണ്. മാർക്കറ്റിംഗ് മിക്സിൽ നമ്മൾ ഇനി എന്തൊക്കെ പറയാൻ പോകുന്നുണ്ടോ ഈ ഓരോ കാര്യത്തെയും കുറിച്ചും എന്തൊക്കെ നമ്മൾ പറയാൻ പോകുന്നോ അതൊരു കാര്യങ്ങളും നിങ്ങൾ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദയവ് ചെയ്ത് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിൽ എന്തൊക്കെയുണ്ടോ അത് ഓരോന്നും പഠിച്ചു വെച്ചൂടാ. ഓക്കെ, അത് ഓരോന്നും പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലെന്താ മാർക്കറ്റിംഗ് മിക്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് എലമെന്റ് ആണ് അല്ലെ വേരിയസ് എലമെന്റ് വിച്ച് ഹാവ് ബ്രോഡ്ലി ബീൻ ക്ലാസിഫൈഡ് ഇൻടു 4 കാറ്റഗറി അല്ലെ 4 പീകളായിട്ട് കാറ്റഗറി ചെയ്തിട്ടുള്ള ആ എലമെന്റ്സിനെ അല്ലെ മാർക്കറ്റിംഗ് എലമെന്റ്സിനെ നമ്മൾ എന്ത് പറയുക മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുക അല്ലെങ്കിൽ 4 പീകൾ എന്ന് പറയുക. ഓക്കെ, 4 പീകൾ. അപ്പോൾ ആ 4 പീകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പി ഏതാ മക്കളെ? ഒന്നാമത്തെ പി ഏതാ അറിയാലോ? ഒന്നാമത്തെ പി ഈസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പി. ഓക്കെ, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പി റെഡി. അപ്പൊ പ്രൊഡക്റ്റിൽ എന്താ നമുക്ക് നോക്കാനുള്ളത്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബണ്ടിൽ ഓഫ് ബെനിഫിറ്റ് ദാറ്റ് സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ് അല്ലെ ഒരു കസ്റ്റമറുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്താണ് ഒരു ബെനിഫിറ്റ് ആണ് അല്ലെ. കസ്റ്റമർ ബൈ ഇറ്റ് ഫോർ വാട്ട് ഇറ്റ് ഡസ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഇസ് ഗിവൺ. ദ ബെനിഫിറ്റ് ക്യാൻ ബി അല്ലെ എന്താ ഫങ്ഷണൽ ബെനിഫിറ്റ് ഉണ്ട്, അതായത് പ്രാക്ടിക്കൽ യൂസ് നമ്മുടെ മോട്ടോർ സൈക്കിൾ ട്രാൻസ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ സൈക്കോളജിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, അതായത് പ്രസ്റ്റീജ് അതുപോലെ തന്നെ എസ്റ്റീം. നമുക്ക് എന്താ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ വാങ്ങുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ ബെനിഫിറ്റ് അല്ലെ ആസംപ്റ്റൻസ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് സൊസൈറ്റി നമ്മൾ സൊസൈറ്റി സ്റ്റാറ്റസിനൊക്കെ വേണ്ടി നമ്മൾ വാങ്ങുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള നമ്മളെ കുറേ നീഡ്സും കാര്യങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ആ ബണ്ടിൽ ഓഫ് ബെനിഫിറ്റിനെ നമ്മൾ എന്ത് പറയുക പ്രൊഡക്റ്റ് എന്ന് പറയുക. ഒന്നാമത്തെ കാര്യം. ഓക്കെ സെറ്റ് റെഡി. അപ്പം ഇവിടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാനുള്ള ആദ്യത്തെ കാര്യം എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. എന്താണ്? പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഏതാണ്? പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? യെസ് അഭിനയ. ഓക്കെ യെസ് എന്താണ്? എന്താണ് അഭിനയ പറയൂ. ഓക്കെ റെഡി. യെസ്. അപ്പൊ എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്തൊക്കെയാ വരുന്നത്? കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റും ഉണ്ട് അല്ലെ. പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഇങ്ങനെ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? റെഡി. ഇങ്ങനെ 2 ആയി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കിയോ പ്രൊഡക്റ്റിനെ നമുക്ക് കാറ്റഗറി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. കൺസ്യൂമർ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. കൺസ്യൂമർ പ്രൊഡക്റ്റിനെ ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഷോപ്പിംഗ് അങ്ങനെ നമ്മൾ എന്താക്കുന്നത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് പഠിക്കണം. കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയോ? പ്രൊഡക്റ്റ് ബോട്ട് ബൈ ഫൈനൽ കൺസ്യൂമേഴ്സ് ഫോർ പേഴ്സണൽ യൂസ് ആർ കോൾഡ് കൺസ്യൂമർ പ്രൊഡക്റ്റ് അല്ലെ. ഒന്നാമത്തെ എന്താണ്? കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ്.
എന്താണ് കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ അല്ലെ, ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയുക, കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുക. ഓക്കെ റെഡി. അപ്പൊ എക്സാമ്പിൾ നമുക്ക് പറയാം ഓയിൽ, സോപ്പ്, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് എന്താണ് ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊഡക്റ്റിനെ തന്നെ നമുക്ക് എന്താക്കാം, വീണ്ടും നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ഓക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, കൺവീനിയൻസ്, ഷോപ്പിംഗ്, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്യാം. ഓക്കെ 3 ഡിവൈഡ് ചെയ്യാം. സാർ ആ 3 പോയിന്റ് പഠിക്കണം, ആ 3 പോയിന്റ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കാര്യങ്ങൾ പഠിച്ചു വെച്ചുകൂടാ. ഓക്കെ ഒന്നുമില്ല, പ്രൊഡക്റ്റിനെ കൺസ്യൂമർ എന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. അതിലാദ്യം കൺസ്യൂമർ പ്രൊഡക്റ്റാണ്. കൺസ്യൂമർ പ്രൊഡക്റ്റിനെ നമ്മൾ കൺവീനിയൻസ്, ഷോപ്പിംഗ്, സ്പെഷ്യാലിറ്റി എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ റെഡി. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്താണ്, കൺവീനിയൻസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എത്രയാണല്ലോ കൺവീനിയൻ്റ് ആണ് അല്ലേ, പ്രൊഡക്റ്റ് ദാറ്റ് ആർ ബ്രോട്ട് ഫ്രീക്വൻറ്റ്ലി, ക്വിക്ക്ലി ആൻഡ് വിത്ത് ലിറ്റിൽ എഫേർട്ട്. കുറച്ച് എഫേർട്ട് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഇത്. യെസ് കൺവീനിയന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ന്യൂസ് പേപ്പർ വാങ്ങുന്നു, സ്റ്റേഷനറി വാങ്ങുന്നു, ഐസ്ക്രീം വാങ്ങുന്നു, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. കൺവീനിയന്റ് ആണ് അല്ലെ, പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പൊ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്റ്റ് ദാറ്റ് കൺസ്യൂമർ ബൈ ആഫ്റ്റർ കമ്പയറിംഗ് ക്വാളിറ്റി, പ്രൈസ്, സ്റ്റൈൽ, കണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകം ടൈമൊക്കെ എടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന്, ഷോപ്പിംഗ് പ്രൊഡക്റ്റ്. നമ്മൾ ക്ലോത്ത്സ് വാങ്ങുന്നു അല്ലെ, റേഡിയോ, ടെലിവിഷൻ വാങ്ങുന്നു, ജ്വല്ലറി വാങ്ങുന്നു, അതൊക്കെ ഇതിന് എക്സാമ്പിളാ. യെസ് ഷോപ്പിംഗ് ആണ്. അപ്പൊ എന്തുണ്ട്, സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി, സ്പെഷ്യൽ അല്ലെ, സ്പെഷ്യൽ ആയിട്ടാണ്. പ്രൊഡക്റ്റ് വിച്ച് യുണീക് ഫീച്ചർ ഓർ സ്ട്രോങ് ബ്രാൻഡ് ലോയാലിറ്റി മേക്ക് കസ്റ്റമർ പുട്ട് ഇൻ എക്സ്ട്രാ എഫേർട്ട് അല്ലെ, നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഒക്കെ ഇട്ട് വാങ്ങുന്ന ടൈപ്പ് വസ്തുക്കളാണ്. ഐ മീൻ എന്താ, നമ്മുടെ ബ്രാൻഡ് ലോയാലിറ്റി ഒക്കെ നോക്കിയാലേ ആന്റിക്സ്, ആർട്ട് വർക്കുകൾ, അല്ലെങ്കിൽ ഫേവറേറ്റ് എന്താണ്, നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഫേവറേറ്റ് സലൂണിലൊക്കെ പോയിട്ട് നമ്മൾ എന്താണ് ഹെയർ കട്ട് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ എന്താണ് സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ അപ്പൊ ഇത് 3 എന്ത്, കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, ഡ്യൂറബിലിറ്റി. ഓക്കെ ഡ്യൂറബിലിറ്റിന്റെ ബേസിൽ നമുക്ക് പ്രൊഡക്റ്റ് എന്താക്കാം, ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി കൺസ്യൂമർ പ്രൊഡക്റ്റ് അല്ലെ, കൺസ്യൂമർ പ്രൊഡക്റ്റിനെ ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ എന്താക്കാം, വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ ആൻഡ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് ദാറ്റ് ആർ യൂസ്ഡ് അപ്പ് ക്വിക്ക്ലി അല്ലെ, എന്താ കുറെ കാലത്തേക്കല്ല, നോൺ ഡ്യൂറബിൾ അല്ല അല്ലെ, എന്താണ് കുറച്ച് കാലത്തേക്ക് നമ്മൾ എടുക്കുന്ന സാധനം സോപ്പ് അല്ലെ, ഡിറ്റർജൻസ് അല്ലെ, ടൂത്ത് പേസ്റ്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അപ്പൊ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലെ, നമ്മൾ എന്താ കുറെ കാലത്തേക്ക് വേണ്ടി വാങ്ങി വെക്കുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകളാണ്. ഓക്കെ റെഡി. യെസ് അപ്പൊ ഇത് അങ്ങോട്ട് ആദ്യം ഓർത്ത് വെച്ചുള്ള കൺസ്യൂമർ പ്രൊഡക്റ്റിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, കൺവീനിയന്റ്, ഷോപ്പിംഗ്, സ്പെഷ്യാലിറ്റി, പിന്നെ ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ആൻഡ് സർവീസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താക്കാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ റെഡി. സർവീസ് എന്താ, ബൈ സർവീസ് വി മീൻസ് എന്താണ്, ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റി, ബെനിഫിറ്റ് വിച്ച് ആർ ഓഫേർഡ് ഫോർ സെയിൽസ് അല്ലെ, നമ്മൾ എന്താ ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എന്താണ് സർവീസ് ആണ്, സോറി ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ, നമുക്ക് കിട്ടുന്ന എന്താ ഒരു ബെനിഫിറ്റ് ആണ് സർവീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ എന്താ നമുക്ക് എല്ലാം എക്സാമ്പിൾ പറയാം. എന്തായാലും നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നു, വാച്ച് റിപ്പയർ കൊടുക്കുന്നു, ഒക്കെ എന്താ ടാക്സി സർവീസുകൾ എടുക്കുന്നു, ഡോക്ടർ എടുത്ത് പോകുന്നു, ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, സർവീസുകൾക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള പ്രൊഡക്റ്റിന്റെ സെക്കൻഡ് ആണ് എന്താണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ്. എന്താ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, പ്രൊഡക്റ്റ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസ് ഓർ ഗുഡ്സ് ഓർ ഫോർ ബിസിനസ് പർപ്പസ് അല്ലെ, ബിസിനസ് പർപ്പസിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറയുക. ഓക്കെ എക്സാമ്പിൾ എന്തൊക്കെ പറയാം, റോ മെറ്റീരിയൽ, എൻജിൻസ്, ലൂബ്രിക്കൻസ്, മെഷീൻസ്, ടൂൾസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഓർത്ത് വെച്ചോളാം. റെഡി. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, നോക്കിയേ. ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ, മെറ്റീരിയൽ ആൻഡ് പാർട്സ്, ക്യാപിറ്റൽ ഐറ്റംസ്, അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ബിസിനസ് സർവീസസ് എന്നിങ്ങനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ ഇത് 3 എണ്ണമായിട്ട് നമുക്ക് എന്താ വീണ്ടും എന്താ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെറ്റീരിയൽ ആൻഡ് പാർട്സ് ആണ്. അപ്പോൾ ഏതാണല്ലേ എന്താ, ദീസ് ആർ ഗുഡ്സ് യൂസ്ഡ് ടു കംപ്ലീറ്റ്ലി ഇൻ മേക്കിംഗ് അതർ പ്രൊഡക്റ്റ് അല്ലെ, മറ്റു പ്രൊഡക്റ്റുകൾ
ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി യൂസ് ഇൻ മേക്കിംഗ് അതർ പ്രൊഡക്റ്റ് ആണ് അല്ലെ. മറ്റു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകളെ എന്ത് പറയുക, മെറ്റീരിയൽ ആൻഡ് പാർട്സ് എന്ന് പറയുക അല്ലെ. റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ മാനുഫാക്ചേർഡ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കോമ്പോണന്റ് പെയർസ് ഒക്കെ അതിനെന്താണ് എക്സാമ്പിൾ ആണ്. അതായത് ടയറുകൾ, ബൾബുകൾ, കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്ലാസുകൾ, അയൺ, പ്ലാസ്റ്റിക്കുകൾ, കാര്യങ്ങൾ ഒക്കെ എന്താണ് മെറ്റീരിയൽ ആൻഡ് പാർട്സ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത് എന്താണ് ക്യാപിറ്റൽ ഐറ്റം ഉണ്ട്. എന്താ ക്യാപിറ്റൽ ഐറ്റം? ദീസ് ആർ ഗുഡ്സ് യൂസ്ഡ് ടു മേക്ക് അതർ പ്രൊഡക്റ്റ് അല്ലെ. മറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്താ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഇൻസ്റ്റാളേഷൻ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ എന്തിനാ ക്യാപിറ്റൽ ഐറ്റത്തിന് എക്സാമ്പിൾ ആണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ക്യാപിറ്റൽ ഐറ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇതിനടുത്ത് എന്താണ് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസുകളാണ് അല്ലേ. ദീസ് ആർ ഷോർട്ട് ടേം ഗുഡ്സ് ഓർ സർവീസ് ദാറ്റ് ഹെൽപ്പ് മേക്കിംഗ് മാനേജിങ് പ്രൊഡക്റ്റ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ സർവീസുകളും അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ ഗുഡ്സുകളുമാണ്. അതായത് ഈ പെയിന്റ് കാര്യങ്ങൾ അല്ലെ, റിപ്പയറിംഗ് ഐറ്റംസ് ഒക്കെ എന്താണ് നട്ട് ബോൾട്ട് നോക്കിയിട്ടില്ലേ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റിൽ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഈ കാറ്റഗറീസ് ആണ്. റെഡി. അപ്പം പ്രൊഡക്റ്റിൽ ഈ കാറ്റഗറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? ഈ ഓരോ പ്രൊഡക്റ്റിന്റെ ഓരോ കാര്യങ്ങളിലേക്കാണ്. അതിൽ ഒന്നാമത്തെ എന്താണ് ബ്രാൻഡിങ് ആണ്. ഓക്കെ, ബ്രാൻഡിങ് എന്താണ്? ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് അല്ല. എന്താണ് ബ്രാൻഡിങ്? Branding is an important decision for every marketers. It means choosing whether to sell a product with a brand name or a generic name. റെഡി, ഒരു ജനറിക് നെയിമിൽ നമുക്കൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല അല്ലെ. ഒരു പെന്ന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. യെസ്, അപ്പൊ എന്താ നമ്മൾ അതിനെന്താ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എ ജനറിക് നെയിം ഈസ് എ കോമൺ നെയിം ഫോർ എന്താ ഓൾ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ബുക്ക്, വാച്ച്, ടയർ, ക്യാമറ അല്ലെ. അതെന്താ ഒരു ജനറിക് നെയിം ആണ്. ഇഫ് ഓൾ പ്രൊഡക്റ്റ് വർ സോൾഡ് അണ്ടർ ജനറിക് നെയിം ദ കസ്റ്റമർ കുഡിന്റ് ടെൽ വൺ കമ്പനീസ് പ്രൊഡക്റ്റ് ഓഫ് ദ അനദർ അല്ലെ. എന്താണ് യെസ്, അങ്ങനെ ഒരു ജനറിക് നെയിമിൽ വിട്ട് കഴിഞ്ഞാൽ എന്താ യെസ് അത് ഇന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്, അത് ഇന്ന സാധനമാണ്, ഇന്ന ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും ഒരു കസ്റ്റമറും കൺസ്യൂമറും പറയൂല. സോ അതിന് വേണ്ടി നമ്മൾ എന്താ കമ്പനീസ് ഗിവ് ദർ പ്രൊഡക്റ്റ് ആസ് എ സ്പെഷ്യൽ നെയിം. അങ്ങനെ നമ്മൾ എന്താ ഒരു പ്രൊഡക്റ്റിന് ഒരു സ്പെഷ്യൽ നെയിമോ അല്ലെങ്കിൽ ഒരു സൈനോ ഒരു സിംബലോ മേക്ക് ചെയ്യുന്നതിനെയാണ് അല്ലെ. പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യെസ് എന്താണ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്ന സ്പെഷ്യൽ നെയിമിനെയോ സൈനിനെയോ സിംബലിനെയോ ഒക്കെ നമ്മൾ എന്ത് പറയുക? ബ്രാൻഡിങ് എന്ന് പറയുക. ഓക്കെ അല്ലേ? റെഡി. യെസ്, അപ്പൊ അതാണ് എന്ത് ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ ബ്രാൻഡിങ്ങിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേരിയസ് ടേംസ് ആണ് അല്ലെ. ബ്രാൻഡിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ടേമുകളുണ്ട്. അപ്പൊ ഇത് ഓരോന്നും മക്കൾ പഠിച്ചു വയ്ക്കും. ഒന്നാമത്തെ എന്താണ് ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു നെയിമോ സൈനോ സിംബലോ ഡിസൈനോ ഇതിന്റെ ഒക്കെ ഒരു മിക്സ് ആണ് എന്തെന്ന് യെസ് ഒരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇതിന്റെ ഒക്കെ ഒരു മിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രാൻഡ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇതിൽ ബ്രാൻഡ് എന്താ നെയിം ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡ് മാർക്ക് ഉണ്ട്. എന്താ ബ്രാൻഡ് നെയിം ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡ് മാർക്ക്. എന്താ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ എ പാർട്ട് ഓഫ് ബ്രാൻഡ് വിച്ച് ക്യാൻ ബി സ്പോക്കൺ ഈസ് കോൾഡ് എന്താണ് ബ്രാൻഡ് നെയിം. ഇൻ അതർ വേർഡ്സ് എന്താ നെയിം ഈസ് ദ വെർബൽ കോമ്പോണന്റ് ഓഫ് എ ബ്രാൻഡ് അല്ലെ. നമുക്ക് പറയാനും എഴുതാനും ഒക്കെ പറ്റുന്ന ആ ഒരു കോമ്പോണന്റ് ആണ് ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ബ്രാൻഡ് മാർക്ക് ഉണ്ട് അല്ലെ. പാർട്ട് ഓഫ് ബ്രാൻഡ് മാർക്ക് വിച്ച് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് which not utterable is called brand mark. It is appear in the form of symbol design അല്ലെ. നമുക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് എന്താണ് സൈൻ ചെയ്ത് കാണിച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താണ് ഡ്രോ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സൈനിനെയോ ആ ഒരു സിംബലിനെയോ നമ്മൾ എന്ത് പറയുക? ബ്രാൻഡ് മാർക്ക് എന്ന് പറയാം. ഓക്കെ റെഡി. ഓക്കെ യെസ്, അടുത്ത എന്താ പിന്നെ വരുന്നത്? നമുക്ക് ട്രേഡ് മാർക്ക് ആണ് അല്ലെ. എന്താ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രേഡ് മാർക്ക് ഈസ് എ ബ്രാൻഡ് ഓർ പാർട്ട് ഓഫ് എ ബ്രാൻഡ് ദാറ്റ് ഗിവ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ അല്ലെ. നമുക്ക് നമ്മുടെ ഒരു എന്താണ് ബ്രാൻഡ് നെയിമിനോ ഒരു ബ്രാൻഡ് സിംബലിനോ ഒക്കെ നമുക്ക് കിട്ടുന്ന എന്ത് ഒരു ലീഗൽ പ്രൊട്ടക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രേഡ് മാർക്ക് എന്ന് പറയുക അല്ലെ. അതിനാണ് നമ്മൾ ആ ലീഗൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നത്. മറ്റ് കമ്പനികൾക്ക് അത് യൂസ് ചെയ്യാതിരിക്കുക അല്ലെ. വൺസ് എ ബ്രാൻഡ് ഈസ് രജിസ്റ്റേർഡ് ദ കമ്പനി ഹാസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് ദ നെയിം ആൻഡ് സിംബൽ അല്ലെ. അങ്ങനെ നമ്മൾ എന്താ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ എന്താ അത് യൂസ് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ്സ് ഉള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു റൈറ്റ്സിനെ ലീഗൽ റൈറ്റ്സിനെ നമ്മൾ എന്ത് പറയുക? ട്രേഡ് മാർക്ക് എന്ന് പറയുക. ഓക്കെ അല്ലേ, ട്രേഡ് മാർക്ക്. അപ്പം ഈ ടേമുകൾ എന്ത് ചെയ്യുക മക്കള്? യെസ്, ദ ബ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ?
സെറ്റ് അല്ലേ? ദെൻ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോവാം. പ്രൊഡക്റ്റിന്റെ അടുത്ത എന്താണ്? പാക്കേജിംഗ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്ത അടുത്ത കാര്യം എന്താണ്? യെസ്, അതെ യെസ്, ഏതാണ്? ആപ്പിളും സാംസങ്ങും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത എന്താണ്? പാക്കേജിംഗ് ആണ്. പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് മീൻസ് ഡിസൈനിങ് ആൻഡ് മേക്കിംഗ് ദ കണ്ടെയ്നർ ഓർ റാപ്പർ അല്ലെ. ഒരു പ്രൊഡക്റ്റിന് കണ്ടെയ്നർ അല്ലെങ്കിൽ റാപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പാക്കേജിംഗ് അല്ലെ. ഇറ്റ് ഹാസ് ബിക്കം എ വെരി ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ടുഡേ. ഈവൻ പ്രൊഡക്റ്റ് വേർ വൺസ് സോൾഡ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന കാര്യത്തിൽ എന്താണ് നമുക്ക് അത്രത്തോളം എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? ഒരു പാക്കേജിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ പാക്കേജിങ് ഹെൽപ്പ് ലോട്ട് ഓഫ് മാർക്കറ്റിംഗ് യെസ് എന്താണ്? യെസ്, മാർക്കറ്റിംഗ് സക്സസ് ഓഫ് പ്രൊഡക്റ്റ് എസ്പെഷ്യലി കൺസ്യൂമർ പ്രൊഡക്ട്സ് അല്ലെ. കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്താണ് മാർക്കറ്റ് ചെയ്യുന്നതിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഘടകമാണ് ഇത് നമ്മുടെ പാക്കേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പാക്കേജിങ്ങിനെ നമുക്ക് എന്താണ്? യെസ്, ഒരു പേരൂടെ പറയാം. എന്തായിരുന്നു ആ പേരെന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. ആ പേരൊന്ന് കമന്റ് പറഞ്ഞേ. എന്തായിരുന്നു ആ പേര്? സൈലന്റ് സെയിൽസ്മാൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. സൈലന്റ് സെയിൽസ്മാൻ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. സൈലന്റ് സെയിൽസ്മാൻ എന്ന് നമുക്ക് ആരെ പറയാം? യെസ്, നമ്മുടെ ആരെ പറയാം? പാക്കേജിങ്ങിന് നമുക്ക് പറയാം. റെഡി? അപ്പം ഈ പാക്കേജിങ്ങിനെ നമുക്ക് എന്താക്കാം? പാക്കേജിങ്ങിന് നമുക്ക് ടൈപ്സ്. ഓക്കെ, അതിന്റെ ടൈപ്സ് നമുക്കൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. എന്തൊക്കെയാ? പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ പ്രൈമറി പാക്കേജിംഗ് അല്ലെ. എന്താ പ്രൈമറി പാക്കേജിംഗ്? ഇറ്റ് റെഫർ ടു ദ പ്രൊഡക്റ്റ് ഇമ്മീഡിയറ്റ് കണ്ടെയ്നർ. ഇൻ സം കേസസ് ദ പ്രൈമറി പാക്കേജ് ഈസ് കെപ്റ്റ് ടിൽ ദ കൺസ്യൂമർ ഈസ് റെഡി ടു യൂസ് ദ പ്രൊഡക്റ്റ്. എക്സാമ്പിൾ റാപ്പർ ഓഫ് ചോക്ലേറ്റ്. യെസ്, whereas other cases it is kept throughout the entire life of the product അല്ലെ. അതാണ് നമുക്ക് entire life ആയിട്ട് എന്താ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്താ? പ്രൈമറി പാക്കേജ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ? ലാസ്റ്റ് യൂസർ അല്ലെങ്കിൽ കൺസ്യൂമർ എന്താണ്? യെസ്, ഒഴിവാക്കുന്ന ടൈപ്പ് എന്തുണ്ട്? യെസ്, എന്താ? പ്രൈമറി പാക്കേജുകളും ഉണ്ട്. ഓക്കെ അല്ലേ? ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് അത്രയ്ക്കും ക്ലോസ് ആയി നിൽക്കുന്ന ടൈപ്പ് പാക്കേജിംഗ് ആണ്. അടുത്തെന്തുണ്ട്? സെക്കൻഡറി പാക്കേജിംഗ് ഉണ്ട് അല്ലെ. അതിന് തൊട്ട് മുകളിൽ വരുന്നതാണ് ഇറ്റ് റെഫർ ടു അഡീഷണൽ ലെയർ ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ആർ കെപ്റ്റ് ടിൽ ദ പ്രൊഡക്റ്റ് ഈസ് റെഡി ടു യൂസ്. ദാറ്റ് ഈസ് എന്താ? ട്യൂബ് ഓഫ് ഷേവിംഗ് ക്രീം അല്ലെ. നമ്മൾ എന്താണ് ഇപ്പം ഷേവിംഗ് ക്രീമിന്റെ ട്യൂബോ അല്ലെങ്കിൽ എന്താ ടൂത്ത് പേസ്റ്റിന്റെ മുകളിലുള്ള ഒരു കാർബോർഡിന്റെ ചെറിയൊരു പാക്കൊക്കെ മക്കൾ കാണാറില്ലേ? യെസ്, അതാണ് എന്തെന്ന്? സെക്കൻഡറി പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിംഗ് ഉണ്ട്. എന്താ ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന പാക്കേജിംഗ് ആണല്ലേ, വലിയ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ. refer to further packaging component necessary to storage. അതുപോലെ തന്നെ identification of transportation. For example, the toothpaste manufacturer may be send a goods retailers in the corrugated box. Okay, corrugated box contain ഇത്രയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാർഡ്ബോർഡ് സെറ്റപ്പിലുള്ളതാണ് ഇതെന്ന് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്നെണ്ണവും മക്കൾ മറക്കണ്ട. നമ്മുടെ പാക്കേജിങ്ങിന്റെ 3 ഐറ്റംസ് പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് ഫങ്ഷൻസ് ആണ്. പാക്കേജിങ്ങിന്റെ ഫങ്ഷൻസ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പാക്കേജിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പാക്കേജിങ്ങിൽ? ഒന്നാമത് എന്താ? പ്രൊഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ നമുക്ക് എന്താ? പാക്കേജിങ് യൂസബിൾ ആവും അല്ലെ. പാക്കേജിങ് ഹെൽപ്പ് കസ്റ്റമേഴ്സ് ഈസിലി റെക്കഗ്നൈസ് ദ പ്രൊഡക്റ്റ് അല്ലെ. പ്രൊഡക്റ്റ് മനസ്സിലാവാൻ പാക്കേജിങ്. പിന്നെ എന്താണ്? പ്രൊഡക്റ്റിന് എന്താണ്? ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. പാക്കേജിങ്ങിലൂടെയാണ് നമുക്ക് എന്താ? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത്. പിന്നെയോ ഈസി ടു യൂസ്. ഗുഡ് പാക്കിംഗ് ഇസ് മേക്ക് ദ പ്രൊഡക്റ്റ് ഈസി ടു ഓപ്പൺ ഹാൻഡിൽ അല്ലെ. അത് യൂസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എന്താ ഏറ്റവും സ്യൂട്ടബിൾ ആവുക അതിന്റെ പാക്കേജിംഗ് ആണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് മറ്റെന്തെങ്കിലും ഒരു ടൈപ്പ് ആയിരുന്നെങ്കിൽ അല്ലെ, അതിന്റെ പാക്കേജിംഗ് മറ്റെന്തെങ്കിലും ഒരു രീതിയിലായിരുന്നെങ്കിലോ നമുക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താ? പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഉണ്ട് അല്ലെ. പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാറുണ്ട്? യെസ്, ദ പാക്കേജിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, റെഡി അല്ലേ? സെറ്റ്. അപ്പം ഈ കാര്യങ്ങൾ പാക്കേജിങ്ങിൽ ഓർത്ത് വെച്ചോളുക. ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ലാബലിംഗിലാണ്. ലാബലിംഗ് എന്താണ്? നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക അല്ലെ. ലാബലിംഗ് മീൻസ് എന്താ? പുട്ടിങ് എ ടാഗ് ഓർ പ്രിന്റഡ് ഇൻഫർമേഷൻ ഓൺ ദ പ്രൊഡക്റ്റ് പാക്കേജ് അല്ലെ. ആ ഒരു പാക്കേജിന്മേൽ നമ്മൾ എന്താ? പ്രിന്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലാബലിംഗ് എന്ന് പറയുക അല്ലെ. ടാഗ്സ് ഷോ ദ ഡീറ്റെയിൽ ലൈക്ക് പ്രൈസ്, ക്വാളിറ്റി അല്ലെ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു ടാഗ് ആണ് എന്തെന്ന്? ലാബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഡിസൈൻ ലേബൽ വിത്ത് പിക്ചർ ആൻഡ് ഡീറ്റെയിൽസ് അല്ലെ. കംപ്ലീറ്റ് ബ്രാൻഡിന്റെ പിക്ചറും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. ലേബൽ ഗിവ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ സച്ച് ആസ് ദ പ്രൊഡക്റ്റ് നെയിം, കണ്ടൻസ്, അതുപോലെ തന്നെ പ്രൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത് നമ്മുടെ ലാബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇവിടെ എന്തുകൂടെ പഠിക്കാനുണ്ട്? ലാബലിംഗിന്റെ ഫംഗ്ഷൻസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ എന്താ? പാക്കേജിങ്ങിന്റെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ലാബലിംഗിന്റെ ഫംഗ്ഷൻ? ഒന്നാമത്തെ ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ് ആണ് അല്ലെ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ കണ്ടന്റ്സ്
അത് മനസ്സിലാക്കാൻ എന്താ ലാബലിംഗ് ആവശ്യമാണ് അല്ലേ? എന്താ മെയിൻ ഫംഗ്ഷൻ of a label is to give detail about the product, what is and what contains എന്നെല്ലാം കാര്യങ്ങളാണ്, ഇൻഗ്രീഡിയൻസ് ആണ് എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ എക്സ്പയറി, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ അറിയാൻ നമുക്ക് എന്ത് വേണം? ലേബൽ വേണം. ഓക്കെ, പിന്നെന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് അല്ലെ, ബ്രാൻഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഐഡന്റിഫൈ ചെയ്യാൻ. ചില പ്രൊഡക്റ്റ് നമുക്ക് കണ്ടു പരിചയം ഉണ്ടാവില്ല അല്ലെ, അപ്പൊ നമ്മളെടുത്ത് ഇതെന്താ പ്രൊഡക്റ്റ് നമ്മൾ നോക്കും അല്ലെ. എന്താ പുതിയ പാക്കേജിലൊക്കെ വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് അതിന്റെ ലാബലിംഗ് ആവശ്യം. അല്ലാണ്ട് നമുക്ക് അത് മൂടി തൊട്ട് ആക്കി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ലാബലിംഗ് ആണ്. പിന്നെ അടുത്ത് എന്താണ്? ഗ്രേഡിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലെ, പ്രൊഡക്റ്റിന്റെ ഗ്രേഡിംഗ് എന്താണ്? ഓൾസോ ഗ്രേഡിംഗ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെന്റ് കാറ്റഗറി അല്ലെ, പല കാറ്റഗറി ബേസിൽ. അതിപ്പോൾ എന്താണ്? ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്, ഏത് ഫ്ലേവറുള്ള പ്രൊഡക്റ്റ് ആണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. റെഡി? അപ്പോൾ അതാണ് ഇന്ന് ഗ്രേഡിംഗ് മനസ്സിലാക്കാൻ. പിന്നെയോ ഹെൽപ്പ് ടു പ്രൊമോഷൻ അല്ലെ, പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ, ഹെൽപ്പ് ടു പ്രൊമോട്ടിംഗ് പ്രൊഡക്റ്റ്. എ വെൽ ഡിസൈൻഡ് ആൻഡ് ലേബൽ ക്യാൻ അട്രാക്ട് അറ്റൻഷൻ അല്ലെ, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള അത് പ്രൊമോഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളെ ലേസ് ഒക്കെ പോലെ. പിന്നെ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓൺ റിക്വയർഡ് ലോ, നിയമപരമായിട്ടുള്ള ലോഫുള്ളി ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കറിയാൻ എന്താവശ്യമാണ്? എന്താവശ്യമാണ്? നമുക്ക് ഗ്രേഡിംഗ് ആവശ്യമാണ്. നിയമപരമായി ചില പ്രൊഡക്റ്റിന് ഇത്ര പ്രൈസേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ MRP അല്ലെ, എന്താണ്? റീറ്റെയിൽ പ്രൈസ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് കേട്ടില്ലേ? അതൊക്കെ എന്താ ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ എത്രയായിരിക്കും അല്ലെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഗ്രേഡിംഗ് നോക്കേണ്ടതുണ്ട്. നമുക്ക് എന്താ ലാബലിംഗ് നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ ഈ ഫങ്ഷൻസ് ഒക്കെയാണ് എന്തെന്ന് ലാബലിംഗിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റിൽ പറയാനുണ്ട് അല്ലെ. പ്രൊഡക്റ്റ് നമ്മൾ എന്താന്ന് പറഞ്ഞു, അതിന്റെ ടൈപ്സ് പറഞ്ഞു, പിന്നെ അതിനുശേഷം എന്താ ഗ്രേഡിങ് പറഞ്ഞു, പാക്കേജിങ് പറഞ്ഞു, ലാബലിംഗും പറഞ്ഞു. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ P. റെഡി? ഇനി നമുക്ക് എന്താ സെക്കൻഡ് Pയിലേക്ക് പോകാം. സെക്കൻഡ് P എന്താണ്? പ്രൈസിങ് ആണ് അല്ലെ. എന്താ? ഒരു പ്രൊഡക്റ്റ് അല്ലെ, ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ വാങ്ങാൻ വേണ്ടി എന്താണ് ഒരു കൺസ്യൂമർ പേയ്മെന്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട്, അതാണ് എന്തെന്ന് പ്രൈസ് എന്ന് നമ്മൾ പറയുന്നത്, പ്രൈസിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടയ്ക്കുന്നത്, അതൊക്കെ എന്താണ്? അതിനുള്ള വിലയാണ്, പ്രൈസാണ്. അപ്പോൾ പ്രൈസിങ്ങിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇതാ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. ഒരു പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടറുകൾ, എന്തെല്ലാം ഘടകങ്ങളാണ്, എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓരോന്നും പഠിച്ചു വെച്ചുള്ള. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഒന്നാമത് എന്താ? പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ ചെലവാണ്. ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെല്ലിംഗ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, അതെന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അത് സെയിൽ ചെയ്യാനൊക്കെ ആവശ്യമായിട്ട് നമുക്ക് വരുന്ന എന്താണ്? കോസ്റ്റ് അല്ലെ. കോസ്റ്റ് സെറ്റ് ഓഫ് മിനിമം പ്രൈസ് അല്ലെ. ഒരു മിനിമം പ്രൈസ് ഉണ്ടാവും നമുക്കൊരു പ്രൊഡക്റ്റിന് സെറ്റ് ചെയ്യാനുള്ളത്. അതിന്റെ കുറവ് ആവാൻ നമുക്ക് പറ്റില്ല, കാരണം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ എന്താണ്? ഒരു മിനിമം പ്രൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലോഫുള്ളി അതിനെന്താ ഒരു മാക്സിമം പ്രൈസ് ഉണ്ടാവും, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അല്ലെങ്കിൽ എന്ത് പറയും? MRP എന്ന് പറയും. അതിൽ കൂടുതൽ നമുക്ക് അത് വിൽക്കാനും പറ്റില്ല. ശരി, അപ്പൊ അത് നമ്മൾ എന്താക്കുന്നു? ആദ്യം സെറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത് എന്താണ്? യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് ആണ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം ആളുകൾ യൂസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അതിന് ഡിമാൻഡ് ഉണ്ടാവുന്നു. ഓക്കെ, ദ യൂസ്ഫുൾനെസ്, യൂട്ടിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഡിമാൻഡ് ഫോർ ഡിസൈഡിങ് ദ ഹയസ്റ്റ് പ്രൈസ് എ ബയർ ഈസ് വില്ലിംഗ് ടു പേ. ഓക്കെ, എന്താണ്? അപ്പൊ എന്താണ്? ഒരു നന്നായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് നമുക്ക് എന്താണ് അത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെ, ഭയങ്കര ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ആളുകൾ വാങ്ങും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് എന്താ പൈസ കൂട്ടാം. റെഡി? ഇനിയിപ്പോൾ എന്താ ആർക്കും വേണ്ടാത്തൊരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഓവറായിട്ട് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ യൂട്ടിലിറ്റിയും ഡിമാൻഡും നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ എന്തുണ്ട്? എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ അല്ലെ. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമുക്കുണ്ട് അല്ലെ. അപ്പൊ എന്താ അവരിൽ നിന്ന് നമുക്ക് എന്താ കൂടുതൽ സെയിലൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്താ പ്രൈസ് ഒന്ന് കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പോൾ അത് അല്ലെ മാർക്കറ്റ് കോമ്പറ്റീഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ്? ഗവൺമെന്റ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് അല്ലെ. നിയമപരമായിട്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ ഇത്ര പ്രൈസിനെ വിൽക്കാവുള്ളൂ എന്നൊക്കെ ഉണ്ട് അല്ലെ. ചില മരുന്നുകളൊക്കെ അങ്ങനെയാണ്. കൊറോണ സമയത്തൊക്കെ വന്നിട്ടുള്ള വാക്സിനുകൾക്കൊക്കെ അങ്ങനെയായിരുന്നു. റെഡി? അതെന്താ? തോന്നിയ പൈസയ്ക്കൊന്നും എന്താ കമ്പനികൾക്ക് വിൽക്കാൻ പറ്റില്ല എന്നുള്ള നിയമമാണ്. റെഡി? അപ്പൊ അതുപോലെ നിയമമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്താണ്? ലോഫുള്ളി അല്ലെങ്കിൽ ലീഗൽ റെഗുലേഷൻസും കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം അല്ലെ. അതൊക്കെ നോക്കിക്കൊണ്ടേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയോ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. നമ്മുടെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടെ നോക്കാം. നമുക്ക് എന്താണ് ഇപ്പൊ ആവശ്യം അത് നോക്കിക്കൊണ്ടാ. അപ്പൊ ദ ഗോൾ ഓഫ് ദ കമ്പനി വാണ്ട് ടു അച്ചീവ് ത്രൂ ഈസ് പ്രൈസ് ആർ കോൾഡ് പ്രൈസിങ് ഒബ്ജക്റ്റീവ് അല്ലെ. നമുക്കിപ്പോ അച്ചീവ് ചെയ്യേണ്ട നമ്മുടെ ലക്ഷ്യം എന്ത്? ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഈ ഒരാഴ്ച കൊണ്ട് മാക്സിമം നമുക്ക് ലാഭം ഉണ്ടാക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ചിലപ്പം ഈ ഒരാഴ്ച മാത്രം നമ്മൾ ചിലപ്പോൾ പൈസ കൂട്ടും
അല്ലെ, അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് നമുക്ക് നടത്തണം. അങ്ങനെയാണെങ്കിലോ ഈ ഒരാഴ്ച നമ്മൾ എന്താ കുറച്ച് നന്നായിട്ട് ഡിസ്കൗണ്ടിലോ കൊടുക്കും, അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കൊടുക്കും അല്ലെ. അപ്പൊ അതുപോലുള്ള നമ്മുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം എന്താ, അതിനനുസരിച്ച് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സെറ്റ്. പിന്നെ അടുത്ത് എന്താണ്, മാർക്കറ്റിംഗ് മെത്തേഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡ് അല്ലെ. പ്രൊഡക്റ്റുകൾ നമ്മൾ എന്താ ഡെലിവറി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അല്ലെ നമ്മൾ കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്കുണ്ടായ ചെലവുകളൊക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് തിരിച്ചെടുക്കണം. അപ്പൊ അല്ലെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പം ഈ 6 കാര്യങ്ങളിലൂടെയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ പ്രൈസിങ് എന്ന് പറയുന്ന സെക്കൻഡ് പിയിൽ നിങ്ങൾ ഈ കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പിയിലേക്ക് പോവാം. എന്താ മൂന്നാമത്തെ പി? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്ലേസ് എന്ന് നമുക്ക് പറയാം അല്ലെ. റെഡി? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻസ് മേക്കിംഗ് പ്രൊഡക്റ്റ് അവൈലബിൾ കസ്റ്റമേഴ്സ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ക്വാളിറ്റി അല്ലെ. ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഇത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഇറ്റ് ഇൻവോൾവ് അല്ലെ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നു? ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇൻവെന്ററി കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ്, കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. എന്തെല്ലാം കോമ്പോണൻസ് ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുക, എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഐറ്റം എന്താണ്? ഓർഡർ പ്രോസസ്സിംഗ് അല്ലെ. നമുക്കൊരു പ്രൊഡക്റ്റ് വേണ്ട ആളുകളിലേക്ക് എത്തിക്കാൻ ആദ്യം നമുക്ക് എന്ത് വേണം? അതിനൊരു ഓർഡർ കിട്ടണം അല്ലേ. ഓർഡർ പ്രോസസ്സിംഗ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സെല്ലിംഗ് പ്രൊഡക്റ്റ്. കസ്റ്റമർ പ്ലേസ് ഓർഡർ ദാറ്റ് ടു ദ മാനുഫാക്ചേഴ്സ് ആൻഡ് ദെൻ പ്രൊഡക്റ്റ് ആർ സെൻഡ് ബാക്ക് ടു ദം അല്ലെ. നമുക്ക് എന്ത് വേണം? ഇത്ര പ്രൊഡക്റ്റുകളാണ് ഇന്ന സ്ഥലത്തേക്കാണ് എത്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഓർഡറും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്റ്റാണ് നമ്മുടെ മാർക്കറ്റിന് വേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ? ട്രാൻസ്പോർട്ടേഷനോ അല്ലെ, പ്രൊഡക്റ്റ് എത്തിക്കുക. ട്രാൻസ്പോർട്ടേഷൻ മീൻസ് എന്താണ്? മൂവിങ് ഗുഡ്സ് അല്ലെ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വേർ ദേ ആർ മെയ്ഡ് ടു വേർ ദേ ആർ സോൾഡ് അല്ലെ. എവിടെയാണ് അതുള്ളത്, എവിടെയാണ് അത് വിൽക്കേണ്ടത്, അവിടേക്ക് ആ ഒരു ഗുഡ്സിന്റെ മൂവ്മെന്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. സെറ്റ്. ദെൻ അടുത്ത എന്താണ്? വെയർ ഹൗസിംഗ് ആണ് അല്ലെ. നമുക്ക് ആ പ്രോഡക്റ്റ് നമുക്ക് എന്താ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. വെയർ ഹൗസിംഗ് മീൻസ് എന്താ? സ്റ്റോറിംഗ് ഗുഡ്സ് സേഫ്ലി ആൻഡ് ദേ ആർ നീഡഡ്. അത് ആവശ്യമുള്ള കാലം വരെ അല്ലെ, ആവശ്യമുള്ള സമയത്ത് അത് സെയിൽ ചെയ്യുന്നത് വരെ എന്താ, അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അതാണ് എന്തെന്ന്? വെയർ ഹൗസിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ലാസ്റ്റ് ഇൻവെന്ററി കൺട്രോൾ ആണ്. എന്താ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ്. നമുക്കെന്താ കുറേ പ്രൊഡക്റ്റ് വെറുതെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ തീരും പ്രൊഡക്റ്റില്ല, വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് ഉണ്ടാക്കി വെക്കാനും പറ്റൂ. അങ്ങനെയും പറ്റുമോ? ഇല്ല അല്ലെ. അപ്പോൾ ഓവർ ആയി പോകാൻ പാടില്ല പ്രൊഡക്റ്റ്, ഏറ്റവും കുറഞ്ഞു പോകാനും പാടില്ല. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ നമുക്ക് എന്താക്കണം? പ്രൊഡക്റ്റിനെ കീപ്പ് ചെയ്ത് വെക്കണം. അതാണ് എന്തെന്ന്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? അപ്പം ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളുമാണ്. ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പി ആണ് നമ്മുടെ 4ാമത്തെ പി. ഏത് പി? നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്ന പി. പ്രൊമോഷൻ എന്താ? പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊമോഷൻ മീൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് കസ്റ്റമേഴ്സ് ടു ഇൻഫോം ദം അബൌട്ട് എ പ്രൊഡക്റ്റ് ആൻഡ് persuade them to buy it. Even if a product is good and well priced, it may not sell unless people know about it. അല്ലെ, എന്താണ്? ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? കൺസ്യൂമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ അറിയുകയുള്ളൂ, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ. സോ ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊമോഷനിൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ മാർക്കറ്റിംഗിൽ പഠിച്ച പോലെ തന്നെ പ്രൊമോഷനും എന്തുണ്ട്? 4 ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ പ്രൊമോഷൻ മിക്സ് എന്നറിയപ്പെടുന്ന ആ 4 ഐറ്റംസ്. ഒന്നാമത്തത് അഡ്വർടൈസിംഗ് ആണ്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? അഡ്വർടൈസിംഗ് ആണ്. അറിയാലോ, ഇറ്റ്സ് എ കോമൺ വേ ടു പ്രൊമോട്ട് ഗുഡ്സ് ഓർ സർവീസ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ മാർക്കറ്റേഴ്സ് ടു ഇൻഫോം ഓർ അട്രാക്ട് കസ്റ്റമർ. നമ്മൾ പെയ്ഡ് ചെയ്യുന്ന പെയ്ഡ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമാണ് എന്തെന്ന്? അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയോ? പെയ്ഡ് ഫോം, നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യമാണിത്, പ്രൊമോഷൻ ആക്ടിവിറ്റി ആണിത്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയോ ഇറ്റ്സ് ഇൻപേഴ്സണൽ അവിടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഡയറക്റ്റ് കോൺട്രാക്ട് എന്ത് തമ്മിലില്ല, ആ ഒരു
സെല്ലറും അതുപോലെ തന്നെ കൺസ്യൂമറും തമ്മിലുണ്ടാവുന്നില്ല അല്ലെ, ഒരു മീഡിയ ത്രൂ ആണ് നമ്മൾ അത് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തെന്താണ് ഐഡന്റിഫൈഡ് സ്പോൺസർ. അവിടെ എന്താ കൃത്യമായിട്ട് ഏതാണ് അല്ലെ ആരാണ് ആ ഒരു എന്താ പ്രൊഡക്റ്റിന്റെ ആഡ് നടത്തുന്നത് എന്നതിനെ കൃത്യമായി നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, ഐഡന്റിഫൈ ചെയ്തിരിക്കും. സോ അത് മൂന്നും നമ്മൾ എന്താക്കുക, അഡ്വർടൈസിങ്ങിന്റെ ഫീച്ചറിൽ മക്കളൊന്ന് പഠിച്ചു വയ്ക്കുക. പെയ്ഡ് ഫോം ആണ്, ഇംപേഴ്സണൽ ആണ്, അതുപോലെ തന്നെ ഐഡന്റിഫൈഡ് സ്പോൺസറും ഉൾപ്പെടുന്ന ആ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് ഇത് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. റെഡി? അപ്പം ഈ അഡ്വർടൈസിങ്ങിന്റെ മെറിറ്റ്സ് ഓർത്ത് വെച്ചോളാം. ഒന്നാമത് എന്താണ് മാസ് റീച്ച്. ഒരുപാട് റീച്ച് ഉണ്ടാവും, അറിയാലോ അല്ലെ. ദ അഡ്വർടൈസിങ് ഹെൽപ്പ് ടു റീച്ച് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ മെനി പ്ലേസസ് അല്ലെ. ഒരേ സമയം എന്താ ഒരുപാട് ആളുകളിലേക്ക് എത്തും, വൈഡ് റീച്ച് അതിനുണ്ടാവും. ഓക്കെ, സെക്കൻഡ് എന്താ എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എന്താ കോൺഫിഡൻസ് അല്ലെ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺഫിഡൻസിനെ കൂട്ടും. റെഡി? അഡ്വർടൈസിങ് ക്രിയേറ്റ് കോൺഫിഡൻസ് എമംഗ് പെർസ്പെക്റ്റീവ് ബയേഴ്സ് ആസ് ദേ ഫീൽ മോർ കംഫർട്ടബിൾ ആൻഡ് അഷ്യൂർ അബൌട്ട് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി അല്ലെ. നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡിലൂടെ കാണിക്കും, ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള കോൺഫിഡൻസും കാര്യങ്ങളും ആർക്കുണ്ടാവും, ഒരു കൺസ്യൂമർക്ക് ഉണ്ടാകും. ഓക്കെ, പിന്നെയോ expressiveness അല്ലെ. എക്സ്പ്രസീവ്നെസ് വിത്ത് ദ ഡെവലപ്മെന്റ് ഇൻ ആർട്ട്, കമ്പ്യൂട്ടർ ഡിസൈൻ ആൻഡ് ഗ്രാഫിക്, അഡ്വർടൈസിംഗ് ഹാസ് ഡെവലപ്ഡ് ഇൻ ടു വൺ ഓഫ് ദ മോസ്റ്റ് ഫോഴ്സ്ഫുൾ മീഡിയം അല്ലെ. മാക്സിമം നമ്മളെ ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം എന്താ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ് ഇത് ആഡിനൊക്കെ. ആഡ് എന്ന് പറയുന്നത് അറിയാലോ നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു ബൈക്കിനൊക്കെ കാണിക്കുന്ന രീതികൾ നിങ്ങൾക്ക് അറിയാം, ബൈക്കിനെയും കാറിനെയും ഒക്കെ അല്ലെ, അത്രത്തോളം എക്സ്പ്രസീവ് ആവും. റെഡി? അപ്പം അതെന്താണ് നമുക്ക് ഇതിൻ്റെ ഒരു മെറിറ്റ്സ് ആയിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ എക്കണോമി. യെസ്, എന്താ എക്കണോമി? അഡ്വർടൈസിംഗ് ഈസ് വെരി എക്കണോമിക്കൽ മോഡ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ടു ബി റീച്ച്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് വൈഡ് റീച്ച്. ദ ഓവറോൾ കോസ്റ്റ് ഓഫ് അഡ്വർടൈസിംഗ് ഈസ് ഗെറ്റ് സ്പ്രെഡ് ഓവർ ന്യൂമറസ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എസ്റ്റാബ്ലിഷ്ഡ്. ആസ് എ റിസൾട്ട് ദ പെർ യൂണിറ്റ് കോസ്റ്റ് റീച്ച് എന്താണ് ലോ ആണ്. അതായത് നമ്മളൊരു അഡ്വർടൈസിലൂടെ ചെയ്യുന്ന സമയത്ത് അത്രയും മാസമായിട്ടുള്ള റീച്ച് കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ റീച്ച് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ അല്ലെ, നമ്മൾ ഒരു വ്യക്തി എന്നുള്ള ബേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം എന്താണ് ചെലവ് കുറവാണ് ഇത് ആഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രത്തോളം നമുക്ക് ചെലവ് കുറഞ്ഞു കിട്ടും എവിടെ, ആഡിലൂടെ എന്നുള്ളതാണ്. ഓക്കെ, ശരി. അപ്പം ഈ കാര്യങ്ങൾ എന്താ നമ്മുടെ ആഡിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടും മെറിറ്റ്സ് ആയിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ ആഡിൻ്റെ ഫീച്ചറായിട്ടും മക്കളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, റെഡി? യെസ്, അടുത്തതാ പേഴ്സണൽ സെല്ലിംഗ് ആണ്. അടുത്തതാണ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. ഓക്കെ, പേഴ്സണൽ സെല്ലിംഗ് എന്താണ്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സെല്ലിംഗ് മീൻസ് ടേക്കിംഗ് ഡയറക്ട്ലി ടു കസ്റ്റമേഴ്സ് ടു കൺവിൻസ് ദം ടു ബൈ എ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് എ പേഴ്സണൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ സെയിൽസ് പീപ്പിൾ മീറ്റ് ബയർ, എക്സ്പ്ലെയിൻ ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് മേക്ക് എ സെയിൽ എന്നോ അല്ലെ. എന്താ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സെയിൽസ് വ്യക്തി എന്ത് ചെയ്യുക, കൺസ്യൂമറിനെ ഡയറക്റ്റ് കണ്ടിട്ട് എന്താ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതിലൂടെ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നതാണ് ഇത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ഈ പേഴ്സണൽ സെല്ലിങ്ങിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഫ്ലെക്സിബിൾ ആണ് അല്ലെ. സെയിൽസ് പേഴ്സൺ ക്യാൻ ചേഞ്ച് ദ സെയിൽസ് സ്റ്റോക്ക് മാച്ച് ഈച്ച് കസ്റ്റമേഴ്സ് നീഡ് അല്ലെ. ആവശ്യമുള്ള ആളുകൾക്ക് അനുസരിച്ച് എന്താ മാറ്റാം. ഓക്കെ, ഫ്ലെക്സിബിൾ ആണ്. പിന്നെയോ ഡയറക്റ്റ് ഫീഡ്ബാക്ക് അല്ലെ. നമുക്ക് എന്താ സ്പോട്ടിൽ അതിന്റെ ഫീഡ്ബാക്ക് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് കിട്ടും, അവർക്ക് വേണോ വേണ്ടയോ. പിന്നെ എന്താ മിനിമം വേസ്റ്റേജ് അല്ലെ. എന്താണ് കമ്പനി കോൺടാക്ട് ഓൺലി ടാർഗറ്റഡ് അല്ലെ. അവർക്ക് എന്താ ഓൺലി ടാർഗറ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ മാത്രം എന്താ മതി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെയിൽസ് നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്താണ് എന്താ ചിലവായാലും ടൈമായാലും പൈസയായാലും ഒക്കെ എന്താ കുറവാണ്. ഓക്കെ, അപ്പോൾ അത് മൂന്ന് എന്താണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ മെറിറ്റ്സ് ആണ്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ കാര്യമാണ്, ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ടു ബിസിനസ് മാൻ. ഓക്കെ, ഒരു ബിസിനസ് മാനും അതുപോലെ തന്നെ നമുക്ക് എന്തും പഠിക്കാനുണ്ട്, ഒരു കസ്റ്റമേഴ്സിനും ഉള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, പേഴ്സണൽ സെല്ല് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളല്ല അതിൻ്റെ ഒരു പ്രാധാന്യം. ഓക്കെ, അപ്പോൾ എന്താ ബിസിനസ്മാനെ സംബന്ധിച്ച് എന്താണ് എഫക്റ്റീവ് പ്രൊമോഷൻ അല്ലെ, നന്നായിട്ട് പ്രൊമോഷൻ നടത്താൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്. അടുത്തെന്താ ഫ്ലെക്സിബിൾ ടൂളാണ് അല്ലെ. നമുക്കറിയാം ആളുകൾക്ക് അനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. അടുത്തെന്താണ് ലെസ് വേസ്റ്റേജ് അല്ലെ. ഏറ്റവും എന്താണ് പൈസ കുറവും ടൈം കുറവും ഒക്കെ മതി. പിന്നെന്താ കസ്റ്റമർ അറ്റൻഷൻ അല്ലെ. നമുക്ക് എന്താ കസ്റ്റമർ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ പിന്നെ അവർ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. യെസ്, ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അവരെന്താ ഏത് പ്രൊഡക്റ്റിനും ആദ്യം നമ്മളിലേക്ക് തന്നെ എത്തും. ഓക്കെ, പിന്നെ എന്താ പേഴ്സണൽ കണക്ഷൻ. യെസ്, ആ ഒരു പേഴ്സണൽ കണക്ഷൻ, ഗുഡ് പേഴ്സണൽ കണക്ഷൻ റിലേഷൻ ടു ദ കസ്റ്റമേഴ്സ് മേക്ക് ദ ബിസിനസ് സ്ട്രോങ്ങർ അല്ലെ. ആ ഒരു ബിസിനസ്സിനെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ആ ഒരു പേഴ്സണൽ കണക്ഷൻ നമ്മളെ സഹായിക്കും.
ഓക്കെ റെഡി. അപ്പോൾ അത് ബിസിനസ്സിനുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഒരു കസ്റ്റമറെ സംബന്ധിച്ച് എന്തൊക്കെയാ? ഹെൽപ്പ് ഐഡന്റിഫൈ നീഡ്സ് അല്ലെ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്താണ് അതൊക്കെ എന്താണ് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാൻ എന്താ കസ്റ്റമേഴ്സിനെ ഇത് ഏറ്റവും യൂസ്ഫുൾ ആണ്. പിന്നെയോ ഗിവ് മാർക്കറ്റ് ഇൻഫർമേഷൻ അല്ലെ, മാർക്കറ്റ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സ് ഗെറ്റ് അപ്ഡേറ്റഡ് അല്ലെ, പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെയോ പ്രൊവൈഡിങ് എക്സ്പേർട്ട് അഡ്വൈസ് അല്ലെ, നല്ല അഡ്വൈസും കാര്യങ്ങളും എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഏതാണ് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള അഡ്വൈസും കാര്യങ്ങളും ഉണ്ടാകുക. പിന്നെ അടുത്ത് എന്താണ് എൻകറേജ് ബെറ്റർ ചോയ്സസ് അല്ലെ, പുതിയ ചോയ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് പുതിയ കാര്യങ്ങൾ കസ്റ്റമേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഏറ്റവും ബെറ്റർ ഇതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഏതാണ് പേഴ്സണൽ സെല്ലിംഗ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ റെഡി. നമ്മൾ തന്നെ പല പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാം, പല അതുപോലത്തെ സെയിൽസുള്ള ആളുകളൊക്കെ പറയുമ്പോഴല്ലേ അല്ലെ നമുക്കറിയാത്ത ഇത്രയൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഗാഡ്ജറ്റൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും ഇത് വേണ്ട, ഇതിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തായിരിക്കും, പക്ഷേ അതിലും ബെറ്റർ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ അവർക്ക് എന്താ കിട്ടിയതിലൂടെ അതുപോലത്തെ സെയിൽസ് പേഴ്സണിലൂടെയാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് കസ്റ്റമേഴ്സിനും ബിസിനസ്മാനും എന്താ സെയിൽസ് പേഴ്സൺസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മക്കൾ ഒന്ന് അങ്ങോട്ട് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത് എന്താണ് സെയിൽസ് പ്രൊമോഷനാണ്. മൂന്നാമത്തെ മിക്സ് എന്താണ് സെയിൽസ് പ്രൊമോഷൻ. എന്താ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് സെയിൽസ് പ്രൊമോഷൻ മീൻസ് ഷോർട്ട് ടേം എന്താണ് ഓഫർ ഓർ ആക്ടിവിറ്റി ദാറ്റ് എൻകറേജ് കസ്റ്റമേഴ്സ് ടു ബൈ എ പ്രൊഡക്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഇറ്റ് ഇൻക്ലൂഡ് എന്താ തിങ്സ് ലൈക്ക് ഡിസ്കൗണ്ട്, ഫ്രീ ഗിഫ്റ്റ്, കോൺടെസ്റ്റ്, ഫ്രീ സാമ്പിൾസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ് ഇതാ നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ അല്ലെ. മാക്സിമം എന്താ നമ്മുടെ എൻകറേജ് ചെയ്യുക കസ്റ്റമേഴ്സിന് എന്താ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ, അതാണിത് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ ഈ സെയിൽസ് പ്രൊമോഷൻ ടൂളുകൾ അറിയാലോ മക്കൾക്ക്. ഓക്കെ അതിനു മുൻപ് അതിനു മുൻപ് നമുക്ക് അതിന്റെ മെറിറ്റ്സ് സെയിൽസ് പ്രൊമോഷന്റെ മെറിറ്റ്സ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താ അട്രാക്ട് അല്ലെ, മാക്സിമം അട്രാക്ട് ആണ്, അട്രാക്ട് അറ്റൻഷൻ. പിന്നെ എന്താ ഹെൽപ്പ് ന്യൂ പ്രൊഡക്ട്സ് അല്ലെ, പുതിയ പ്രൊഡക്റ്റുകളെ ഹെൽപ്പ് ചെയ്യും. ഈ ഡിസ്കൗണ്ടിന് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താണ് കൂടുതൽ ആളുകൾ അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് അതർ പ്രൊമോഷണൽ അല്ലെ, അത് മറ്റ് പ്രൊമോഷൻസിനൊക്കെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സെല്ലിങ്ങിനായാലും അതുപോലെ തന്നെ എന്താണ് അഡ്വർടൈസിങ്ങിനായാലും പേഴ്സണൽ സെല്ലിങ്ങിനായാലും ഒക്കെ എന്തുണ്ട് ഇതുപോലുള്ള സെയിൽസ് പ്രൊമോഷൻ ടൂളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? റിഫ്ലക്ട് എന്താണ് ക്രൈസി അല്ലെ, ഇസ് എ കമ്പനി യൂസ് സെയിൽസ് പ്രൊമോഷൻ ടു ഓഫേൺ പീപ്പിൾ മേ ബി തിങ്ക് ദ പ്രൊഡക്റ്റ് ഈസ് ഇൻ സെല്ലിംഗ് വെൽ അല്ലെ. നമ്മൾ വല്ലാതെ സെയിൽസ് പ്രൊമോഷൻ ടൂളുകൾ യൂസ് ചെയ്താൽ പൊതുവേ ആളുകളുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, എന്താണ് ഇത് ഇങ്ങനെ വിറ്റ് പോകുന്നില്ല, അല്ലാണ്ട് വരെ ഇങ്ങനെയൊക്കെ പറയോ അല്ലെ, ആ ഒരു തോന്നലുണ്ടാവും. പിന്നെന്താ സ്പോയിൽ പ്രൊഡക്റ്റ് ഇമേജ് അല്ലെ, എന്താണ് ഫ്രീക്വന്റ് ഓഫർ ക്യാൻ മേക്ക് കസ്റ്റമർ ഫീൽ ദ പ്രൊഡക്റ്റ് ഈസ് ലോ ക്വാളിറ്റി. അതാണ് ലോ ക്വാളിറ്റി ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ഇത് കൂടുതലായി നമ്മളിങ്ങനെ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ അപ്പോൾ അത് ആ പ്രൊഡക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് എന്താ ഈ ഒരു 2 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം. അതിൻ്റെ എന്താണ് മെറിറ്റ്സും ലിമിറ്റേഷൻസും ആയിട്ട് നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ കാര്യമാണ്. കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി, പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി ഏതൊക്കെ എന്നുള്ളതാണ്. ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, ഇതെല്ലാം ഒന്നും പഠിച്ചു വെക്കേണ്ടതില്ല. ഇതിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു 5-6 എണ്ണം മക്കളെ മനസ്സിലുണ്ടാവണം. ഓക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു 5-6 എണ്ണം, ഇതിൽ ഏതെങ്കിലും ഒരു 5-6 എണ്ണം മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്നത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, അറിയുന്നത് മാത്രം എടുത്താൽ മതി. ഓക്കെ ഒരു 5-6 എണ്ണം മക്കളൊന്നും അങ്ങോട്ട് ഓർത്ത് വെക്കുക. എന്താ കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ അത് നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ അല്ലേ? ദെൻ ലാസ്റ്റത്തെ ഐറ്റം ഏതാ? PR വർക്ക് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ എന്ന് പറയും. എന്താണ് PR വർക്ക്? ഓക്കെ പബ്ലിക് റിലേഷൻ മീൻസ് എന്താണ്? ബിൽഡിങ് എ ഗുഡ് ഇമേജ് ഓഫ് ദ കമ്പനി ഇൻ ദ ഐസ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെ. എന്താണ് പബ്ലിക്കിന്റെ മുന്നിൽ ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കുന്ന ഗുഡ് ഇമേജ് ആണ് എന്തെന്ന് PR വർക്ക് അല്ലെ, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഹെൽപ്പ് ക്രിയേറ്റിംഗ് ട്രസ്റ്റ് ആൻഡ് ഗുഡ് വിൽ ബൈ ഷെയറിംഗ് പോസിറ്റീവ് ഇൻഫർമേഷൻ ത്രൂ മീഡിയ ഇവന്റ്സ് ഓൺ സോഷ്യൽ ആക്ടിവിറ്റി അല്ലെ. സോഷ്യൽ ആക്ടിവിറ്റിയിലൂടെ മീഡിയ ത്രൂ ഒക്കെ നമ്മളെന്താ ഒരു ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഗുഡ് ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ പലരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഇതിനാണ്. ഓക്കെ അപ്പൊ റോൾ ഓഫ് പബ്ലിക് റിലേഷൻസ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് പബ്ലിക് റിലേഷൻസിലൂടെ നമ്മൾ ചെയ്യുന്നത്? ഓക്കെ ഈ 4 കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാണ്, അതിന്റെ റോളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ പബ്ലിസിറ്റി അല്ലെ. പബ്ലിക് റിലേഷനോടെ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. പബ്ലിസിറ്റി ഈസ് ലൈക്ക് അഡ്വർടൈസിങ് ബട്ട് നോട്ട്
പെയ്ഡ് ബൈ ദ കമ്പനി അല്ലെ. യെസ് എന്താണ് പേയ്മെന്റ് നമ്മൾ ചെയ്യാതെ നമുക്ക് കിട്ടുന്ന യെസ് എന്താണ് പബ്ലിസിറ്റി എന്തെന്ന് അഡ്വർടൈസിംഗ് ആണ് എന്തെന്ന് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. പേയ്മെന്റ് ഇല്ലാതെ അത് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം. ഇറ്റ് ഹാപ്പൻ വെൻ മീഡിയ ലൈക്ക് TV, റേഡിയോ, ന്യൂസ് പേപ്പർ അല്ലെ, TV-യിലൂടെ മീഡിയത്തിലൂടെ ഒക്കെ അല്ലെ എന്തെങ്കിലും ഒരു മീഡിയ ത്രൂ ഒക്കെ നമുക്ക് കിട്ടുന്നു. അതായത് എന്താ നമ്മൾ പൈസയൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ എന്താ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു വാർത്തയാവുകയാണ്. അതാണ് നിന്ന് പബ്ലിസിറ്റി അല്ലെ. ഷെയർ പോസിറ്റീവ് ന്യൂസ് അബൌട്ട് എ പ്രൊഡക്റ്റ് ഓർ കമ്പനി അല്ലെ, നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വരിക, നമ്മൾ അറിഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് ചെയ്യുന്നല്ല, അല്ലാതെ തന്നെ. അതാണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തെന്താണ് പ്രസ് റിലീസ് ആണ്. എന്താ പ്രസ് റിലീസ്? എ പ്രസ് റിലീസ് ഇസ് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ കമ്പനി ടു ദ മീഡിയ ഷോ ഇൻ ദ പോസിറ്റീവ് വേ അല്ലെ. എന്താണ് നമ്മൾ തന്നെ എന്താ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, അതായത് നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ മീഡിയ ത്രൂ അല്ലെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ത്രൂ എന്താ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ എന്താക്കുക കൊടുക്കുക. Okay, the public relation team appear the news carefully and share true factors. അവരെന്താ ന്യൂസിനൊക്കെ എന്താണ് കെയർഫുള്ളി എന്താ അവരെന്താ ഒരു നല്ല കാര്യം അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം അവരെന്താ ഒരു ന്യൂസ് ആക്കിയിട്ട് അവരത് നാട്ടുകാരെ അറിയിക്കുന്ന പരിപാടി. ഓക്കെ, പ്രസ് റിലീസ്. പിന്നെ അടുത്തെന്താണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇറ്റ് മീൻസ് ഷെയറിംഗ് ഇൻഫർമേഷൻ ടു ബിൽഡ് എ ഗുഡ് ഇമേജ് ഓഫ് ദ കമ്പനി എമംഗ് ദ പബ്ലിക് ആൻഡ് എംപ്ലോയീസ്. ദിസ് ഇസ് ഡൺ ത്രൂ ന്യൂസ് ലെറ്റർ, റിപ്പോർട്ട്, ബ്രൗഷേഴ്സ്, വീഡിയോസ് അല്ലെ. എങ്ങനത്തെ കാര്യങ്ങളിലൂടെ എന്താണ് ആ കമ്പനി തന്നെ യെസ് അതിന്റെ ബ്രൗഷേഴ്സിലൂടെയും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു വീഡിയോ ഇറക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവർ വിളിച്ചു കൂട്ടുന്ന എന്തെങ്കിലും ഒരു യെസ് വലിയ ഫംഗ്ഷനിലൂടെയൊക്കെ ആളുകളെ അറിയിക്കുക. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അടുത്തെന്താണ് ലോബിങ്. എന്താ ലോബിങ്? ഈ ടേം ഓർത്ത് വെച്ചിട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെന്നില്ല ടേം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കുക. ലോബിങ് മീൻസ് എന്താ കീപ്പിംഗ് ഗുഡ് കോൺടാക്ട് വിത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് മിനിസ്റ്റേഴ്സ് അബൌട്ട് ബിസിനസ് പോളിസി അല്ല. എന്താണ് അവരുടെ ബിസിനസ് പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെ ഇപ്പോഴുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ മിനിസ്റ്റേഴ്സുമായിട്ട് നല്ല എന്താ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. എന്തിനാ? ദ പബ്ലിക് റിലേഷൻ ടീം ടോക്ക് ടു ദം, ഗിവ് ഒപ്പീനിയൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ന്യൂ റൂൾ അല്ലെ. പുതിയ റൂളുകളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെന്താ ബിസിനസ്സിലെ പുതിയ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? യെസ്. അപ്പം ഈ 4 എണ്ണമാണ് ഏത് നമുക്ക് ഒന്നുകൂടെ ഉണ്ട് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്താണ്? ദ പബ്ലിക് റിലേഷൻ ടീം അഡ്വൈസ് ദ കമ്പനി ഓൺ പബ്ലിക് ഇഷ്യൂ ആൻഡ് ഹൗ ടു റെസ്പോണ്ട് ടു ദം അല്ലെ. ഒരു പബ്ലിക് ഇഷ്യൂവിൽ എന്താ അവർ എന്താണ് ഇടപെടുകയും അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക അല്ലെ. നമ്മളെന്താ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചില കാര്യങ്ങൾ എന്താ പബ്ലിക് ഇഷ്യൂസിനൊക്കെ എന്താണ് ഒരു റിസൾട്ട് ഉണ്ടായി കൊടുക്കുക അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക, തീരുമാനങ്ങൾ ഉണ്ടാക്കുക. റെഡി? അപ്പൊ അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളുണ്ട് അല്ലെ. യെസ്, കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ 4 കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ? യെസ്, എന്ത് ചെയ്യുന്നത്? നമ്മുടെ PR വർക്കുകൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. ഇതിൻ്റെ ലാസ്റ്റത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള 4 Pകൾ ഒന്നും മിസ്സാക്കണ്ട. ആ 4 Pകളിൽ ഏറ്റവും ലാസ്റ്റത്തെ P ആയിട്ടുള്ള നമ്മളേതാ യെസ് പ്രൊമോഷനിലും ഇതുപോലെ 4 P വരുന്നത്, പ്രൊമോഷൻ മിക്സ് ആയിട്ട് വരുന്നത്. യെസ്, അതും കൃത്യമായിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ഇതാ ലേറ്റ് ആക്കുന്നില്ല, രേണു മിസ് ഇവിടെ വന്നിട്ടുണ്ട്. രേണു മിസ്സിനെ വിളിക്കാം. ഓക്കെ, യെസ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞി ചാപ്റ്റർ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. എന്നിട്ട് മാത്രം മക്കൾ പോയാൽ മതി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ദാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. യെസ്, രേണു മിസ് വന്നോളൂ. ഓക്കെ, ദാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ദാ സാർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. One second. യെസ്. ഓക്കെ സാർ, സോങ്ങോ ദയവ് ചെയ്താൽ നിങ്ങൾ പറയേ, വെള്ളമൊക്കെ കുടിക്കട്ടെ സാർ. ഓക്കെ, സോങ്ങിനൊക്കെ മിസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് രേണു മിസ് സെറ്റ് ചെയ്ത് തരും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് രേണു മിസ്സിനെ ഞാൻ ലാസ്റ്റിലേക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സെറ്റ് ഉറപ്പിച്ചിരിക്കും. ഓക്കെ. താഴെ എന്താ സ്ഥിതി? +1 നടന്നുകൊണ്ടിരിക്കുന്നില്ല, ഇനി നടപ്പോട്ടെ. ഓക്കെ. അപ്പൊ മക്കളേതാ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷനോടെ പഠിച്ചിട്ട് പോവുക. അപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. നാളെ കൃത്യം 7 മണിക്ക് ഞങ്ങൾ വീണ്ടും വരും. ഫുൾ ചാപ്റ്റർ നമ്മൾ ഷോർട്ട് നോട്ട് ലൈവാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫുള്ള് നമ്മൾ സെറ്റ് ആക്കും. അപ്പോൾ അതിന് ജോയിൻ ചെയ്യുക. ദെൻ ലാസ്റ്റ് നമ്മളിതാ മൺഡേ ഷുവർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇന്നും നാളേക്ക് ഇരുന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യാം. പലരും മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു. യെസ്, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് പഠിച്ചോടാം. ഓക്കെ,
ഓക്കെ ഓക്കെ സെറ്റ്. അപ്പൊ ഞാൻ കുറച്ചെടുക്കട്ടെ, കുറച്ച് പരിപാടി. ഓക്കെ ഗൈസ്, അപ്പൊ ബൈ 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 ബൈ. ഓണല്ലേ? അതെ. അപ്പൊ ഹലോ ഗൈസ്, ഹലോ ഹലോ ഹലോ. അപ്പൊ നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചൊരു കാര്യമായിരുന്നു, മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ, അതായത് 11 ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് നോട്ട് മലയാളത്തിൽ കിട്ടുമോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ ഞാൻ അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ റീസെൻ്റ് ആയിട്ട് ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോട്ട് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം നോട്ട് കിട്ടുന്നതായിരിക്കും. ഷോർട്ട് നോട്ടാണ്, കൂടിപ്പോയൊരു 44 പേജൊക്കെ വരുന്നുള്ളൂ ഷോർട്ട് നോട്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ കോൺസെപ്റ്റ് പഠിക്കാൻ എളുപ്പമാണ്, കാരണം ഇംഗ്ലീഷ് മലയാളം കൂടെ മിക്സ് ചെയ്തൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാം. ക്ലിയർ അല്ലേ? വെൽക്കം വെൽക്കം. എന്താണ്? അതെ, കൺസ്യൂമേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് മുൻപ് ഞാൻ നിങ്ങളെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ല? ഇപ്പോഴല്ല, അല്ലാതെ എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പാട്ടൊക്കെ സെറ്റ്. തുടക്കം തന്നെ പാടിയിട്ട് ഞാൻ ഉള്ളവരെ ഓടിക്കണോ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കണത്? തുടക്കം തന്നെ പാടണമെങ്കിൽ ഞാൻ പാടാം. പാടിയിട്ട് നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ അത്രയും കുട്ടികൾക്ക് നഷ്ടമാവും നമ്മുടെ ക്ലാസ്. 4 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണെങ്കിലും ഇതിൽ നിന്ന് 4 മാർക്ക്, ചിലപ്പോൾ നിങ്ങളെ A+ എത്തിക്കുന്ന 4 മാർക്ക് ആവാം ഈ 4 മാർക്ക്. ഓക്കെ, വൺ ലാസ്റ്റ് ടൈം പാട്ട് പാടണോ? ഓക്കെ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ചെയ്യാം. സെറ്റ്. ലൈവിന് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ലൈവ് എവിടെ, നമുക്ക് ലൈവിന് ഞാൻ സമയമില്ല. നാളത്തെ ലൈവും മറ്റന്നാളത്തെ ലൈവ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ച സാധനമാണ്. ഓക്കെ, ഐ മീൻ പ്ലാൻ ചെയ്ത് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച സാധനമാണ്. ക്ലിയർ അല്ലേ? PDF ആയിട്ടൊക്കെ അയക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, ക്ലിയർ. എൻ്റെ അക്കൗണ്ട് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് അക്കൗണ്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ നോട്ട്സ് ഉണ്ട്. ആവശ്യമുള്ള നോട്ട്സ് ഒക്കെ എടുത്ത് പഠിക്കുക, എടുത്ത് നോക്കുക. വേണ്ട ലിങ്കൊക്കെ കമൻറ്റ് ചെയ്ത് വാങ്ങിച്ചോളാം. ക്ലിയർ? അപ്പം നമുക്ക് ഹൂ ഈസ് എ കൺസ്യൂമറിലേക്ക് കടക്കാം. ഓക്കെ, ക്ലിയർ? റെഡി? നിങ്ങൾ ഓടും, അതുകൊണ്ടാണ് എനിക്ക് പാടാനൊരു മടി. പാടിക്കോ എന്ന്? പാടല്ലേ? ഓക്കെ ഓക്കെ, ഒരു പാട്ട് ഞാൻ പാടാം. ലൈൻസ് ഒക്കെ നോക്കട്ടെ. ഇപ്പം പാടിത്തരാം. എന്നാൽ പിന്നെ ഇനി അത് പറയില്ലല്ലോ, ആ ആഗ്രഹം അങ്ങോട്ട് മാറ്റിത്തരാം. വരികളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, വരികൾ ഇപ്പോൾ വരിയിരിക്കും. ഓക്കെ, അത് ഗ്രാമഫോൺ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാട്ടോ. എനിക്കങ്ങനെ കുറച്ച് പഴയ പാട്ടുകളാണ് അറിയാം. പുതിയ പാട്ടുകളൊക്കെ റാപ്പൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ഓക്കെ, നിനക്കെൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം, മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം. അയ്യോ, ഒരു സ്വർണ്ണത്തരിയായി മാറിൽ തലചായ്ക്കാൻ മോഹിച്ചെത്തി, ഒരു കുമ്പിൽ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തുളുമ്പി ഞാൻ, നിനക്കെൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം. ഈ പാട്ട് ഇത്രയും മോശമായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഈശ്വര ദൈവമേ, ആരും ഈ പാട്ട് ഇങ്ങനെ കൊളാക്കി പാടല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് തന്നെ വേണം, വെറുതെ ചോദിച്ച് വാങ്ങിച്ചതല്ലേ. ഓക്കെ, അപ്പോൾ ആരാണ് കൺസ്യൂമർ എന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. കുഞ്ഞ് ചാപ്റ്ററാണ്, ഒത്തിരി
കാര്യങ്ങൾ പഠിക്കാനില്ല, വളരെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആരാണ് കൺസ്യൂമർ അല്ലേ? നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിലെ കിങ് ആണെന്ന് നമുക്കറിയാം. ഈ ബിസിനസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മൾ വാങ്ങിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ബിസിനസ്സുകാർ ജീവിച്ചു പോകുന്നത്, ബിസിനസ് ചെയ്യണത് അല്ലേ? അപ്പോൾ നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ് ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്ന സ്ഥിതിക്ക് എങ്ങനെ നമ്മൾ ഒരു കൺസ്യൂമറിനെ ഡിഫൈൻ ചെയ്യും? അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടെന്ന് വിചാരിക്കുക. ഒരു സാധനം വാങ്ങിച്ച് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കൺസ്യൂമർ എന്ന് പറഞ്ഞ് ഏത് കാറ്റഗറിയിൽ എടുത്തണം? എല്ലാവർക്കും അങ്ങ് കയറി അങ്ങ് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അതായത് എൻ്റെ ഒരു സാധനം കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും യൂസ് ചെയ്ത് അയാൾക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അയാൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അതായത് അയാൾ യൂസ് ചെയ്യാനല്ല, അയാൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി അതിൽ പ്രശ്നം വന്നിട്ട് അയാൾ കൺസ്യൂമറാന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അയാളെ കേസ് എടുക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ നമ്മൾ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിഷൻ വേണം അല്ലേ? അപ്പോൾ കൺസ്യൂമർ എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആരെയാണ് ഒരു കൺസ്യൂമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കൺസ്യൂമേഴ്സിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2019 ഇട്ടോ ഒന്ന് നോക്കി വെക്കണേടാ, കാരണം നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരാളെ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ a consumer is defined as a person who buys any goods or avail any services for a consideration which has been paid or partially paid or partially promised to pay under any scheme of deferred payment system അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സിസ്റ്റം, അത് നേരിട്ട് കൊടുക്കുന്നതാകാം അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാകാം, എന്നാണെങ്കിലും ഒരു പേയ്മെൻറ്റ് അല്ല, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് പ്രകാരം ആ പേയ്മെൻറ്റ് ഒന്നെങ്കിൽ മുഴുവനായിട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പകുതി കൊടുത്തിട്ടോ ബാക്കി പകുതി പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സിസ്റ്റം പ്രകാരം ഒരു സാധനം വാങ്ങിച്ച് അത് യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആരാണ് കൺസ്യൂമർ എന്നുള്ളത് മനസ്സിലായോ? പിന്നെ അത് മാത്രമല്ലാതെ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ വേറെ ആൾക്കാരുണ്ട്. അതായത് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ പേഴ്സൺ who is using the goods or beneficiary of service with the approval of the buyer. പിന്നെ വേറൊരാളെയും കൂടെ നമ്മൾ കൺസ്യൂമർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല, അപ്പം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാത്തൊരു സാധനം, പക്ഷെ അത് പൈസ കൊടുത്ത് വാങ്ങിച്ച ആളാണ് യദുസാർ എന്ന് വിചാരിക്കുക. യദുസാറിൻ്റെ ഒരു സാധനം യദുസാറിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സാധനം യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് എനിക്ക് ലീഗലി മൂവ് ചെയ്യാം. കാരണം ഞാനത് വാങ്ങിച്ച ബയ്യറുടെ കൺസിഡറേഷൻ അല്ലെങ്കിൽ അയാളുടെ കൺസെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ആ സാധനം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കൺസ്യൂമർ ആയിട്ട് തന്നെയാണ് എന്നെ എന്ത് ചെയ്യുന്നത്? ലീഗലി പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യദുസാറിന് കിട്ടുന്ന യദുസാറാണ് പൈസ എടുത്തതെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണോ ഒരു കൺസ്യൂമറിന് കിട്ടുന്ന എല്ലാ റൈറ്റ്സും ആ റൈറ്റ്സ് എല്ലാം നിയമപരിരക്ഷ എല്ലാം എനിക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടുപേരെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള രണ്ട് കേസുകൾ പറഞ്ഞു ആരൊക്കെ കൺസ്യൂമർ ആക്കാന്നുള്ളത്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴൊക്കെ നടത്തുന്നതിലൂടെ ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരെ കൺസ്യൂമർ ആയിട്ട് തന്നെയാണ് കേട്ടോ. അതായത് ഡയറക്റ്റ് ആയിട്ട് കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നവർ മാത്രമല്ല കൺസ്യൂമേഴ്സ്, അത് ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻസും ആയിക്കോട്ടെ നമ്മൾ ഇവരൊക്കെ ഈ ഒരു കണ്ടീഷൻ വരുന്ന ആൾക്കാരെയൊക്കെ കൺസ്യൂമർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, എന്തുകൊണ്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന്, നമുക്ക് കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കും, അതായത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നും നമുക്ക് പറയാം. അതേപോലെ ബിസിനസ്സുകാരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊള്ളണം. അങ്ങനെ രണ്ട് വ്യൂസ് ഉണ്ട്. ഓക്കെ, രണ്ട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അല്ലേ? രണ്ട് തലങ്ങളിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത് അല്ലേ? അതായത് കൺസ്യൂമർ ഇഗ്നോറൻസ്, കൺസ്യൂമേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്തില്ല. ഒത്തിരി കൺസ്യൂമേഴ്സ് അല്ലേ, ഒത്തിരി ആൾക്കാർ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് പണി കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്ക് എന്താണ് വേണ്ടത്ര രീതിയിലുള്ള പരിരക്ഷ ഇമ്പോർട്ടൻസ് കിട്ടാതെ പോകുന്നത്, ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ
ഇഗ്നോറന്റ് കൺസ്യൂമേഴ്സ് റിഗാർഡിംഗ് ദ റൈറ്റ്സ് ആൻഡ് റെമഡിയൽ അവൈലബിൾ ടു ദം അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ഇഗ്നോറൻസ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? അതായത് നമുക്ക് നിലവിലുള്ള നമുക്ക് എന്തൊക്കെ പരിരക്ഷകളുണ്ട്, എന്തൊക്കെ റിഡ്രസൽസ് നമുക്ക് അവൈലബിൾ ആണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടണം അല്ലേ. കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? പിന്നെ ഇറ്റ് സ്പ്രെഡ് അവെയർനെസ് സോ ദാറ്റ് കൺസ്യൂമർ ക്യാൻ നോ അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് വേരിയസ് റിഡ്രസൽ ഏജൻസീസ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസ്യൂമർ ഇഗ്നോറൻസ് നിലവിലുള്ളത് കൊണ്ട് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു അവെയർനെസ് കിട്ടും നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് അല്ലേ. നമുക്ക് എന്തൊക്കെ റിഡ്രസൽ ഏജൻസീസ് അവൈലബിൾ ആണ്, റെമഡീസ് അവൈലബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ്. പിന്നെ നമ്മൾ കൺസ്യൂമേഴ്സ് എല്ലാവരും എന്താണ് ഇങ്ങനെ ഓർഗനൈസ്ഡ് അല്ലാതെ ചിതറി കിടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് പലരും ചൂഷണം ചെയ്യാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കൂടെ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറഞ്ഞത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, കൺസ്യൂമേഴ്സ് ആർ നോട്ട് ഓർഗനൈസ്ഡ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് പവർ ആൻഡ് റൈറ്റ്സ് ടു ദീസ് ഓർഗനൈസേഷൻ ആസ് ദീസ് ഓർഗനൈസേഷൻ ക്യാൻ ഫയൽ കേസ് ഓൺ ബിഹാഫ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർഗനൈസ്ഡ് ആവേണ്ടത് ആവശ്യകതയായി മാറി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ബലത്തിലാണ് ഒത്തിരി കൺസ്യൂമർ ഓർഗനൈസേഷൻസ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസേഷൻസിന് പവർ കൊടുക്കുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വഴിയാണ്. ഓക്കെ, അപ്പം നമ്മൾ അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. നമുക്കൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണം. പിന്നെ വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്താണ് വലിയ രീതിയിൽ തന്നെ അല്ലേ, നല്ല വലിയ വ്യാപകമായി തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഒന്നാമത് ഈ അൺഓർഗനൈസ്ഡ് ആണ്, പിന്നെ നമുക്ക് കൺസ്യൂമർ ഇഗ്നോറൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചൂഷണം ചെയ്യപ്പെടുന്നു അല്ലേ. ഓൾദോ നൗഡേയ്സ് കൺസ്യൂമർ ഈസ് എ കിങ് പിൻ ഓഫ് ദ മാർക്കറ്റ്, ബട്ട് ദെൻ ഓൾസോ ദർ ഇസ് ലോട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് ആണ് ഏറ്റവും വലിയ കീ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഒത്തിരി എന്തുണ്ട് നെഗ്ലിജൻസ് നമുക്ക് നേരിടുന്നുണ്ട് അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് സേഫ് ഗാർഡ് ടു കൺസ്യൂമർ ഫ്രം സച്ച് എക്സ്പ്ലോയിറ്റേഷൻ. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? കൺസ്യൂമേഴ്സിന് ഇതുപോലുള്ള പ്രൊട്ടക്ഷൻ സേഫ് ഗാർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് ബിസിനസ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്? കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അത് നോക്കിയാൽ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഇഗ്നോറൻസ്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ, വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഒക്കെ വഴിയാണ് നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം അല്ലേ, ലീഗലി നിയമപരമായിട്ട്. ഇനി നമ്മൾ ബിസിനസ്സുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് കുറച്ച് അധികം ഉണ്ട്. അവർക്കാണ് നമ്മളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും കൂടുതൽ കടമ വരുന്നത് അല്ലേ, കടമയാണ് അവരുടേത്. ഓക്കെ, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് നിലനിന്ന് പോകണമെങ്കിൽ അവിടെ ആര് വേണം? കൺസ്യൂമേഴ്സ് വേണം അല്ലേ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് അവർക്ക് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ആ ബിസിനസ് അടച്ചു പൂട്ടും. അപ്പോൾ ബിസിനസ്സിൻ്റെ ലോങ് ടേം ഇൻട്രസ്റ്റിലേക്ക് കൺസ്യൂമേഴ്സ് ആവശ്യമാണ്. Okay, in the race of competition in the businessman competition, the businessman can win and capture a big share in the market only when they are able to satisfy its customers by designing the products keeping in mind the requirements of customers അല്ലേ. അതായത് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി പ്രോഡക്ട്സ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ബിസിനസ്മാൻ എന്തുണ്ടാവുള്ളൂ? കോമ്പറ്റീഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ് itself to keep its customers satisfied. അപ്പോൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു കൺസേൺ തന്നെയാണ്. പിന്നെ മോറൽ ജസ്റ്റിഫിക്കേഷൻ അല്ലേ. അത് ഇൻ ടുഡേസ് എൻവയോൺമെന്റ് ബിസിനസ് വിത്തൗട്ട് എത്തിക്കൽ വാല്യൂ ഇസ് നോട്ട് മോർ ദാൻ എ ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് നോൺ സിവിൽ സൊസൈറ്റി ക്യാൻ ടോളറേറ്റ് ആൻഡ് അലോ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ അൺഎത്തിക്കൽ ബിസിനസ്. ഇപ്പോഴത്തെ നിലവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ബിസിനസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോറലി നമ്മൾ ഹൈ മൊറൽ വാല്യൂ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ബിസിനസ്സുകാർ എന്താണ് ഇപ്പോൾ തെറ്റായ പ്രൊഡക്ട്സ് കൊടുക്കുക, ഭയങ്കര പ്രകൃതി ചൂഷണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണ് നമ്മൾ എത്തിക്കലല്ലാത്ത അൺഎത്തിക്കലായിട്ട് അവർ ചെയ്യുമ്പോൾ എന്താണ് നമ്മളതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ശബ്ദം ഉയർത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് കൊണ്ടുപോകണം അല്ലേ, ഒരു മോറൽ ജസ്റ്റിഫിക്കേഷനും വരുന്നുണ്ട്. ഇനി ബിസിനസ്മെൻ യൂസസ് സൊസൈറ്റീസ് റിസോഴ്സസ്.
സൊസൈറ്റിയുടെ റിസോഴ്സസ് ആണ് ബിസിനസ്സുകാർ യൂസ് ചെയ്യുന്നത് അല്ലേ. ബിസിനസ്മെൻ ഏൺ പ്രോഫിറ്റ് ബൈ സപ്ലൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി, സോ ഇറ്റ് മസ്റ്റ് ഡു സംതിങ് ഫോർ സൊസൈറ്റി അല്ലേ. അപ്പം നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് അവരിത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു തരിക എന്ന് പറയുന്നത് അവരുടെ കടമയാണ്. ഓക്കെ, ബിസിനസ്മെൻ ആർ merely trustee of resources, they must use resources for the benefit of consumers. കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവർ എന്ത് ചെയ്യേണ്ടത്, റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മളത് സെപ്പറേറ്റ് +1 ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എ ബിസിനസ് മാൻ ഹാസ് എ സോഷ്യൽ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് മെൻ ടു പ്രൊവൈഡ് ക്വാളിറ്റി ഗുഡ്സ് അല്ലേ. ഇതെന്താണ്, ഇവിടെയാണ് പോയിന്റ് വരുന്നത് അല്ലേ. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ക്വാളിറ്റി ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അതും റീസണബിൾ പ്രൈസിൽ. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗൈഡ്സ് ബിസിനസ് മെൻ ടു പ്രൊവൈഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ബിസിനസ്സുകാരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യണം, എന്തുണ്ടായിരിക്കണം, ഈ ബിസിനസ്സിന് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. അമ്പലപ്പുഴയൊക്കെ പാടാം കേട്ടോ, എല്ലാം ഞാൻ പാടിത്തരാം. ഞാൻ വല്ലപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണത്, ഞാൻ പാടിത്തരാം. ഓക്കെ, തീർച്ചയായിട്ടും പാടാം. നിങ്ങൾക്ക് എന്നെ ട്രോളാനല്ലേ, ഞാനിത് പാടുന്ന കേട്ട് നിങ്ങളൊക്കെ അവിടെ നിന്ന് ചിരിക്കാനുണ്ടാവും, എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പാടും, നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക്. ക്ലിയർ. പിന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അല്ലേ, ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടും. ഓക്കെ, ക്ലിയർ. ഇറ്റ് ബിസിനസ് മെൻ വാണ്ട് ടു അവോയ്ഡ് ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ്, ദെൻ ദേ ഷുഡ് നോട്ട് ഇൻവോൾവ് ഇൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അൺട്രേഡ് അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് അവരെന്ത് ചെയ്യണം, എടുത്തു കളയണം. ഫെയർ പ്രൈസിലായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്, ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കേണ്ടത്. ഈ അഡൾട്രേഷൻ പോലത്തെ സാധനങ്ങളൊന്നും ചെയ്യരുത്. ഓക്കെ, ക്ലിയർ അല്ലേ. ബിസിനസ് മാൻ should voluntarily involve in the activities which protect the interest of the consumers അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോവുക, അതിനനുസരിച്ച് ബിസിനസ് ചെയ്യുക എന്നുള്ളത് അവർ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. പിന്നെ എന്താണ്, കൺസ്യൂമർ ഇസ് ദ പർപ്പസ് ഓഫ് ബിസിനസ് അല്ലേ. ബിസിനസ് നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ എന്താണ്, കൺസ്യൂമേഴ്സ് ആണ്. സോ ദ ബേസിക് പർപ്പസ് ഓഫ് എ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റ് മോർ ആൻഡ് മോർ കസ്റ്റമേഴ്സ് ആൻഡ് റീറ്റെയിൻ ദം ഇൻ ദ ബിസിനസ് അല്ലേ. അതായത് കൂടുതൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുക, എന്നിട്ട് അവരെ നിലനിർത്തുക എന്നുള്ളതാണ് ഓരോ ബിസിനസ്സുകാരൻ്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഓൺലി ബൈ സാറ്റിസ്ഫൈങ് ദ കസ്റ്റമർ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ബിസിനസ്സുകാരന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ. സെറ്റ്. അപ്പോൾ ബിസിനസ്സുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഇൻട്രസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അല്ലേ. കാരണം ബിസിനസ് മാൻ യൂസ് സൊസൈറ്റിയുടെ റിസോഴ്സസ് ആണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, മോറൽ ജസ്റ്റിഫിക്കേഷൻ, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, കൺസ്യൂമർ ഇസ് ദ പർപ്പസ് ഓഫ് ബിസിനസ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കൺസ്യൂമേഴ്സിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അല്ലേ, പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം നമുക്ക് കുറച്ച് റൈറ്റ്സ് തന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ. എന്തൊക്കെയാണ് ആ റൈറ്റ്സ് എന്ന് നമ്മൾ നോക്കാം. ആദ്യം റൈറ്റ് സേഫ്റ്റി, സേഫ് ആയിട്ടിരിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അല്ലേ. പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് അല്ലേ. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ദ കൺസ്യൂമർ ഹാവ് എ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മളെ ജീവനും സ്വത്തിനൊക്കെ എന്താണ് ദൂഷ്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രോഡക്ട്സിൽ നിന്ന് ആ പ്രോഡക്ട്സ് വിൽക്കാനും അതിൻ്റെ മാർക്കറ്റിങ്ങിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ആ റൈറ്റ് ടു ചൂസ്, വെരി ഗുഡ്, റൈറ്റ് ടു ചൂസ് അല്ലേ, അതൊക്കെ നമ്മുടെ റൈറ്റ് ആണ് അല്ലേ. ദിസ് റൈറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സേഫ് ആൻഡ് സെക്യൂർ ലൈഫ് അല്ലേ. അപ്പം നമ്മൾ എന്താണ് സേഫായിട്ട്, നമ്മൾ എന്താണ് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്കൊരു ഓരോ കാര്യങ്ങളും യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു റൈറ്റാണ് റൈറ്റ് ടു സേഫ്റ്റി. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഈ റൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കേസ് കൊടുക്കാം. ക്ലിയർ അല്ലേ. ദിസ് റൈറ്റ് ടു സേഫ്റ്റി പ്രൊട്ടക്ട് ദ കൺസ്യൂമർ ഫ്രം സെയിൽ ഓഫ് സച്ച് ഹസാർഡസ് ഗുഡ്സ് ഓർ സർവീസസ്. ഓക്കെ, ഇങ്ങനെ ഒരു റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ് ഒന്നും അവർക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അറിയാനുള്ള
റൈറ്റ് നമുക്കുണ്ട് അല്ലേ. അതായത് അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സോ ആസ് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ അബ്യൂസീവ് ആൻഡ് അൺഫെയർ പ്രാക്ടീസസ് അല്ലേ. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കും, അതിൽ എന്തൊക്കെ യൂസ് ചെയ്തു, എത്ര അളവിൽ അത് യൂസ് ചെയ്തു, എത്ര കാലം വരെ ഈ പ്രോഡക്റ്റ് നിൽക്കും, ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാനുള്ള അവകാശം നമ്മൾ കൺസ്യൂമേഴ്സിനുണ്ട്. ഓക്കെ, അത് അവർ പറഞ്ഞു തന്നേ പറ്റൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ദ ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ഓൾസോ റിക്വയർ ദ മാനുഫാക്ചേഴ്സ് ടു പ്രൊവൈഡ് സച്ച് ഇൻഫർമേഷൻ ഓൺ ദ പാക്കേജ് ആൻഡ് ലേബൽ ഓഫ് ദ പ്രോഡക്റ്റ് അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ മാർക്കറ്റിംഗ് കുറച്ച് തന്നെ പഠിച്ചിട്ടുള്ളൂ, പാക്കേജ് ലേബലിംഗ് ഒക്കെ പഠിച്ചിട്ടില്ലേ പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ റൈറ്റിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് അവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെ റൈറ്റ് ടു ബി അഷ്യൂർഡ് അല്ലെങ്കിൽ റൈറ്റ് ടു ചൂസ് അല്ലെ, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് വേണ്ട പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടെയാണ്. ഓക്കെ, ക്ലിയർ. ദ റൈറ്റ് ടു ചൂസ് മീൻസ് ആസ് അഷ്യൂറൻസ് ഓഫ് അവൈലബിലിറ്റി, എബിലിറ്റി ആൻഡ് ആക്സസ് ടു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അറ്റ് എ ഫെയർ പ്രൈസ് അല്ലേ. അപ്പം നമുക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മാന്യമായ വിലയിൽ ഒതുങ്ങുന്ന പ്രോഡക്ട്സ്, സർവീസസ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് വേണ്ട, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്കാണ്. ക്ലിയർ അല്ലേ? The producer or supplier or retailer should not force the customer to buy a particular brand only അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കടക്കാരെ ഇതെടുത്താലേ ശരിയാവൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണം എന്നില്ല, നമ്മുടെ റൈറ്റാണ്. നമുക്ക് വേണമെങ്കിൽ താൻ പോടോ, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന്. താൻ പോടോ എന്നൊന്നും പറയണ്ട കേട്ടോ, ഞാൻ വെറുതെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ്. ഇല്ല എനിക്ക് വേണ്ട ചേട്ടാ, നമുക്ക് പൊളൈറ്റായിട്ട് സംസാരിക്കാം അല്ലേ. അതായത് അങ്ങനെയൊന്നും വേണ്ട ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഞാൻ എടുത്തോളാം എന്ന് പറയാം അല്ലേ. Consumer should be free to choose the most suitable product from his point of view. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമുക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, പ്രോഡക്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഇനി റൈറ്റ് ടു ബി ഹിയർഡ് ഓർ റൈറ്റ് ടു റെപ്രസെൻറ്റേഷൻ അല്ലേ. നമ്മളെ കേൾക്കാൻ അവകാശമുണ്ട്. നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോളണം. നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ എല്ലാം ഉള്ള അധികാരമുണ്ട്. നമ്മളൊരു കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് അവർ കേൾക്കണം. അവരതിനെന്തേ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പാടില്ല അല്ലേ, ഇഗ്നോർ ചെയ്ത് കളയാൻ പാടില്ല. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു റെപ്രസെൻറ്റ് ഹിംസെൽഫ് ഓർ ടു ബി ഹേർഡ് ഓർ ദ റൈറ്റ് ടു അഡ്വക്കേറ്റ് ഹിസ് ഇൻട്രസ്റ്റ് അല്ലേ. അത് ഈ റൈറ്റ് വെച്ചിട്ട് അയാൾക്ക് എന്താണ്, അയാളുടെ പരാതി അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് പറയുക അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ അഡ്വക്കേറ്റിന് വെച്ചിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ളതോ കേൾക്കാൻ അല്ലെ, കേൾക്കപ്പെടാനുള്ള അവകാശം ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിനുണ്ട്. ഓക്കെ, ഇൻ കേസ് എ കൺസ്യൂമർ ഹാസ് ബീൻ എക്സ്പ്ലോയിറ്റഡ് ഹി ഹാസ് ദ റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് ബി അഷ്യൂർഡ് ദാറ്റ് ഹിസ് ഓർ ഹെർ ഇൻട്രസ്റ്റ് വുഡ് റിസീവ് കൺസിഡറേഷൻ അല്ലേ. ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷനോ കാര്യങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അതിനെ കേൾക്കാൻ, അയാൾക്ക് വേണ്ട കാര്യം എന്താണ് പ്രതിവിധി, അതിനൊക്കെ ഉള്ള അവകാശം ആർക്കുണ്ട്, കൺസ്യൂമർക്ക്. ഈ റൈറ്റ് പ്രകാരം ഉണ്ട്. ഓക്കെ, അണ്ടർ ദിസ് റൈറ്റ് ദ കമ്പനീസ് മസ്റ്റ് ഹാവ് കംപ്ലയിൻസ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈറ്റ് പ്രകാരമാണ് ഇങ്ങനെ ഒരു കൺസ്യൂമേഴ്സിന് ഇങ്ങനെ ഒരു റൈറ്റ് ഉള്ളത് കൊണ്ടാണ് പല കമ്പനികളും എന്ത് വെക്കുന്നത്, കംപ്ലയിൻറ്റ് സെല്ല് വെക്കുന്നത്. ക്ലിയർ? പിന്നെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ കിട്ടാനുള്ള അവകാശം അവർക്കുണ്ട് അല്ലേ, പരിഹാരം കിട്ടാനുള്ള. ഓക്കെ, അക്കോർഡിംഗ് ടു ദ റൈറ്റ്സ് ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ ഓർ സീക്ക് റിഡ്രസൽ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓർ എനി അതർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ. അതായത് നമ്മൾ ഏത് രീതിയിലുള്ള ചൂഷണം നേരിട്ടതായിക്കോട്ടെ നമുക്ക് അതിൽ നിന്നുള്ള റിഡ്രസൽ കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലേ. ഒന്നെങ്കിൽ റിഡ്രസൽ എന്ന് പറയുമ്പോൾ പല രീതിയിലാവാം, കോമ്പൻസേഷൻ ആവാം, റീപ്ലേസ്മെന്റ് ആവാം, എങ്ങനെ ആയിക്കോട്ടെ നമുക്കത് കിട്ടാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ദ റൈറ്റ് ടു റിഡ്രസൽ ഇൻക്ലൂഡ് കോമ്പൻസേഷൻ ഇൻ ദ ഫോം ഓഫ് മണി അല്ലേ. റിഡ്രസൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒന്നെങ്കിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ്, പിന്നെ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടുള്ള കോമ്പൻസേഷൻ, റിപ്പയർ ആവാം, അങ്ങനത്തെ പല രീതിയിൽ എന്താണ് കൺസ്യൂമറിന് എങ്ങനെയാണോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അയാൾക്ക് എങ്ങനെ കൊടുത്താലോ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അതേ രീതിയിലുള്ള റിഡ്രസൽ കൊടുത്തേ പറ്റും. ക്ലിയർ അല്ലേ? വേരിയസ് റിഡ്രസൽ ഫോറം ആർ സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് അറ്റ് നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്തായിട്ടുള്ള ഈ കൺസ്യൂമർ ഫോറം ഒക്കെ വന്നിട്ടുള്ളത്. ക്ലിയർ? ഇനിയാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമേഴ്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കിട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ് എന്നൊക്കെ അറിയാനുള്ള അവകാശം നമുക്ക്. നമ്മളെ ആരും എഡ്യൂക്കേറ്റ് ചെയ്യാതിരിക്കില്ല, അങ്ങനെ ആരെയും പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ഇസ് ദ റൈറ്റ് ഓഫ് കൺസ്യൂമർ ടു അക്വയർ ദ നോളജ് ആൻഡ് സ്കിൽസ് ടു ബി ഇൻഫോം ടു കസ്റ്റമേഴ്സ് അല്ലേ. ഈ രണ്ടും കൂടെ ചേരും, കൺസ്യൂമറും കസ്റ്റമറും ഇടയ്ക്ക് കയറും, അതാണ് കൺഫ്യൂഷൻ വരുന്നത്.
ഓക്കെ ക്ലിയർ. അതായത് എന്താണ് അവർക്ക് അറിയാനുള്ള അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം എന്നൊക്കെ അറിയാനുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ട്. ക്ലിയർ. ദ റൈറ്റ് അഷ്യൂർ ദാറ്റ് ലിറ്ററേറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് ബോത്ത് കൺസ്യൂമർ, അല്ലെ ഈ റൈറ്റിൽ എന്താ പറയുന്നത്, ലിറ്ററേറ്റോ ഇല്ലിറ്ററേറ്റോ ആയിട്ടുള്ള കൺസ്യൂമർ ക്യാൻ സീക്ക് ഇൻഫോർമേഷൻ അബൌട്ട് ദ എക്സിസ്റ്റിംഗ് ആക്ട് ആൻഡ് ഏജൻസീസ് ആർ സെറ്റ് ഫോർ ദെയർ പ്രൊട്ടക്ഷൻ. അല്ലേ, അപ്പോൾ നിരക്ഷരരോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസ സമ്പന്നരോ ആയിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെയുള്ളവരും ആയിക്കോട്ടെ, അവർക്കൊക്കെ അക്ഷരവിദ്യാഭ്യാസം ഉള്ളവർ ആരും ആയിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ് അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് നിയമപരമായിട്ട് കിട്ടുന്നുണ്ട്, അതിനെതിരെ എന്തൊക്കെ ഏജൻസീസ് ഉണ്ട്, റിഡ്രസൽ ഫോറം ഉണ്ടെന്നൊക്കെ അറിയാനുള്ള എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിനുണ്ട്. ക്ലിയർ അല്ല? അപ്പോൾ ഇത്രയാണ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ റൈറ്റ്സ് പോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്തുകൂടെ ഉണ്ട്, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഉണ്ട് അല്ലെ. കടമകളും അവകാശങ്ങൾ മാത്രമല്ല, കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ എന്തുകൂടെ ചെയ്ത് കൊടുക്കണം, നമുക്ക് ഇത്രയും അവകാശങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അതായത് കൺസ്യൂമർ എക്സസൈസ് ഇസ് റൈറ്റ് അല്ലേ, നമ്മുടെ അവകാശം നമ്മൾ ഉപയോഗിക്കണം. അത് പലരും ചെയ്യുന്നില്ല അല്ലേ. അവകാശങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. ഇത്രയും റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ചെറിയ പൈസ എന്തെങ്കിലും കിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പോട്ടുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് വിടും, അതിൻ്റെ പുറകെ പോണ്ടേ എന്ന് വിചാരിക്കും. അത് നമ്മളൊരു പ്രശ്നമാണ് അല്ലേ. അതായത് കൺസ്യൂമർ റൈറ്റ് വിൽ ബി യൂസ്ഫുൾ ഓൺലി വെൻ കൺസ്യൂമർ എക്സസൈസ് ദ റൈറ്റ്സ്. നമ്മൾ ആരും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ്, അവർ ഈ റൈറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ബിസിനസ്സുകാർക്ക് വീണ്ടും വീണ്ടും കള്ളത്തരം കാണിക്കാൻ തോന്നും. ക്ലിയർ അല്ലേ? ദ കൺസ്യൂമർ മസ്റ്റ് സെലക്ട് ദ പ്രോഡക്റ്റ് according to his preferences. He must file a complaint if he is not satisfied with the quality of the product അല്ലേ. ആ പ്രോഡക്റ്റിന് ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. ക്ലിയർ അല്ലേ? അപ്പോൾ റൈറ്റ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. കോഷ്യസ് കൺസ്യൂമർ അല്ലേ. പിന്നെ മൊത്തത്തിൽ അങ്ങ് അവർ പറയണതെല്ലാം അങ്ങോട്ട് വിഴുങ്ങരുത്. ഇപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകാർ പലതും പറയും, അതെല്ലാം നമ്മളിങ്ങ് തൊടാതെ വിഴുങ്ങി ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന അവസ്ഥയാവരുത്. എന്ത് ചെയ്യണം, അങ്ങോട്ട് ചോദിച്ചറിയണം. അപ്പോൾ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് എല്ലാ ഇൻഫോർമേഷനും ചോദിച്ചറിയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ നമ്മൾ പറയില്ലേ, നിനക്കൊരു ബോധമില്ലായിരുന്നു വാങ്ങിക്കുമ്പോൾ, ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയില്ല, നീ എന്നിട്ട് എങ്ങനെയാണ് വാങ്ങിച്ചത്, അങ്ങനെ പറ്റിപ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ നമ്മൾ നോക്കണം. ഓക്കെ clear. The consumer should not blindly believe on the words of seller. He must insist on getting full information on the quality, quantity, utility, purity, price, etc. of the goods or services. അല്ലേ, അവർ പലതും പറയും, പക്ഷെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എനിക്കിത് അറിയണം, അങ്ങനെ അറിയണം എന്നൊക്കെ അങ്ങോട്ടൊക്കെ വെച്ച് ചോദിക്കണം. ക്ലിയർ. ഇനി ഫയലിംഗ് കംപ്ലൈൻറ്റ് ഫോർ ദ റിഡ്രസൽ ഓഫ് ജെന്യുവിൻ ഗ്രീവൻസ് അല്ലേ, ശരിയായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ശരിയായി നേരിട്ടിട്ടുള്ള സത്യസന്ധമായ പരാതികൾക്കൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, റിഡ്രസൽ ഏജൻസീനെ എന്ത് ചെയ്യണം, അങ്ങോട്ട് സമീപിക്കണം. ഒരു കുഞ്ഞ് എമൗണ്ട് ആണെങ്കിൽ പോലും. ക്ലിയർ അല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈം കൺസ്യൂമർ ഇഗ്നോർസ് the loss he suffer on purchase of defective goods or services, but his attitude of not filing complaint encourage the corrupt businessman to supply low standard of defective goods and services. അതായത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, കുഞ്ഞു പൈസക്കൊക്കെ അല്ലേ വലിയ സീനാക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് സഹിക്കും. ഇങ്ങനെ സഹിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റ് വലിയ പ്രശ്നമില്ല, കൺസ്യൂമേഴ്സ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നില്ല എന്ന് അറിയുമ്പോൾ അവർ വീണ്ടും അത് വിൽക്കും. അപ്പം നമ്മളല്ലെങ്കിൽ നാളെ വേറെ പലർക്കും എന്താണ് ഇതേപോലത്തെ സാധനങ്ങൾ കിട്ടിയിട്ട് ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പം നമ്മൾ അവരെന്താണ് കുറച്ചുകൂടെ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്ന രീതിയിൽ അവരെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ കൺസ്യൂമർ മസ്റ്റ് ഫയൽ എ കംപ്ലൈൻറ്റ് ഈവൻ ഫോർ എ സ്മോൾ ലോസ്. ക്ലിയർ അല്ലേ? പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹി മസ്റ്റ് ബി ജെന്യുവൻ. ഓക്കെ. പിന്നെ കൺസ്യൂമർ മസ്റ്റ് ബി ക്വാളിറ്റി കോൺഷ്യസ് അല്ലേ. നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിനോട് നമുക്ക് കുറച്ച് ക്വാളിറ്റി കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ. ഓക്കെ, എന്തെങ്കിലും കിട്ടിക്കോട്ടെ കുഴപ്പമില്ല എന്നല്ല, നമ്മൾ വാങ്ങിക്കുന്ന സാധനം ക്വാളിറ്റി ഉണ്ടോ. ഒരു 10 രൂപയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 10 രൂപയുടെ ക്വാളിറ്റി അതിനുണ്ടോ. ഓക്കെ, 10 രൂപ കൊടുത്തിട്ട് 100 രൂപേൻ്റെ ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്, ആ പൊട്ടത്തരാണ്. പക്ഷേ അല്ലെങ്കിലും 10 രൂപയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 10 രൂപേൻ്റെ ക്വാളിറ്റി അതിനുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ മാർക്കുകളൊക്കെ ഉണ്ട് അല്ലേ. ഈ ചില പ്രോഡക്ട്സ് ഇപ്പോൾ കോമൺ ആയിട്ട് ഇലക്ട്രോണിക്, അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ വാങ്ങിക്കുമ്പോൾ മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിന് തന്നെ കുറേ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ മാർക്കുകൾ എന്ന് പറയുന്നത് ആ മാർക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ പ്രൊഡക്റ്റിന് വേണ്ട എല്ലാ ക്വാളിറ്റി ടെസ്റ്റുകളും പാസ്സായതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം എന്നുള്ള രീതിയിലുള്ള മാർക്ക്, ആ മാർക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലിയർ. വൈൽ പർച്ചേസിംഗ് ദ ഗുഡ്സ് ഓർ സർവീസസ്
കൺസ്യൂമർ മസ്റ്റ് ലുക്ക് ഫോർ ക്വാളിറ്റി മാർക്ക് സച്ച് ആസ് IS മാർക്ക്, ISI മാർക്ക്, ഇലക്ട്രോണിക് പ്രൊഡക്ട്സിന് അക് മാർക്ക്, ISO മാർക്ക്, വൂൾ മാർക്ക് എക്സെട്ര ആൻഡ് ഡു നോട്ട് കോംപ്രമൈസ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് അല്ലേ. അതായത് ക്വാളിറ്റിയിൽ കുറഞ്ഞ ഒരു കളിക്ക് നിൽക്കരുത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എന്താണ്, കുറച്ച് മാർക്കുകളാണ് അല്ലേ. ISI എന്ന് പറയുന്നത് ഡ്യൂറബിൾ പ്രോഡക്ട്സ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. അഗ്മാർക്ക് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ആണ് അല്ലേ. പിന്നെ അതേപോലെ BIS അല്ലെങ്കിൽ ഹോൾമാർക്ക് എന്ന് പറഞ്ഞ ജ്വല്ലറിക്ക്, വോൾമാർക്ക് എന്ന് പറഞ്ഞ പ്യുവർ വോളാണ് കാണിക്കുന്നത്, എക്കോ മാർക്ക് എന്ന് പറഞ്ഞ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്ന് കാണിക്കുക. അങ്ങനെ പല പല മാർക്കുകൾ. ഇതൊക്കെ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി വെച്ചതാണ്. ക്ലിയർ അല്ലേ. അപ്പോൾ ക്വാളിറ്റിയിൽ കുറഞ്ഞൊരു കാര്യം ഉണ്ടാവരുത്. ഓക്കെ, ക്ലിയർ അല്ലേ. സെറ്റ്. ഹരി നഹി ഹരീന്ദർ സിംഗ്, ഇത് മോനെ മല്ലു സിംഗിന്റെ ഡയലോഗ് അല്ലേ. നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞ് കളിക്കുകയാണോ? മല്ലു സിംഗ് ആണോ അവിടെ ഓടണം? അപ്പോൾ ഇനി ഡു നോട്ട് ക്യാരിഡ് അവേ ബൈ അഡ്വർടൈസ്മെന്റ് അല്ലേ. അതായത് അഡ്വർടൈസ്മെന്റ് കണ്ട് മനം മയങ്ങി അങ്ങ് വീഴരുത് എന്നാണ് പറയുന്നത്. ദ കൺസ്യൂമർ മസ്റ്റ് കമ്പയർ ദ ആക്ച്വൽ യൂസ് ഓഫ് പ്രോഡക്റ്റ് വിത്ത് ദ യൂസ് ഷോൺ ഇൻ ദ അഡ്വർടൈസ്മെന്റ്. അതായത് നമ്മൾ പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെ ഈ സാധനം കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പണ്ട് കെലോസ് ചോക്കോസ് വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും 3G ആയി പോയിട്ടുണ്ട്. പണ്ട് കുഞ്ഞിലെ ഇവരിങ്ങനെ ഈ സാധനം ഒഴിച്ചിങ്ങനെ പാലിലിട്ട് കലക്കുമ്പോൾ അത് ചോക്ലേറ്റിൻ്റെ കളറാവുന്നു, അവരത് കോരി കുടിക്കുന്നു. കണ്ടിട്ട് ഞാനും എൻ്റെ അനിയനും ഇങ്ങനെ കൊതിച്ചിരുന്നിട്ട് വീട്ടിൽ പറഞ്ഞ് അത് വാങ്ങിച്ച ഒരു ഓണത്തിൻ്റെ സമയത്ത് വീട്ടിൽ വാങ്ങി തന്നു. എന്നിട്ട് ഞങ്ങളതിടുന്നു, എന്നിട്ട് കലക്കുന്നു, ചോക്ലേറ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു. കുറേ നേരം കലക്കിയിട്ടും ചോക്ലേറ്റ് ആവുന്നില്ല. എന്നാൽ ശരി കുറച്ച് നേരം അവിടെ വെക്കട്ടെ വെച്ച് വീണ്ടും അതിട്ട സമയത്ത് അതെല്ലാം വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ അലിഞ്ഞു പോയി. പിന്നെ ചവയ്ക്കുമ്പോഴൊന്നൊരു സുഖമില്ല. അപ്പം നോക്കിയപ്പോൾ അവിടെ ആണെങ്കിലോ പരസ്യത്തിലാണെങ്കിൽ കറും മുറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചവയ്ക്കുന്നത്, മധുരവും ഇല്ല. ലാസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് അതിൽ പരസ്യത്തിൽ കാണിച്ച പോലെ ഒന്നും അല്ല സാധനം ഇരിക്കണത്. അതേപോലെ തന്നെ നമ്മൾ തട്ടിച്ച് നോക്കണം രണ്ടും സെയിം ആയിട്ട് തന്നെയാണോ നിൽക്കണേന്നുള്ളത്. ഓക്കെ, അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് സ്പോൺസേഴ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ഇൻസിസ്റ്റ് ടു സ്റ്റോപ്പ് ഷോയിങ് എക്സാജറേറ്റഡ് ക്വാളിറ്റീസ്. അതിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരസ്യം ചെയ്യുന്ന ആൾക്കാരോട് അത് വിട്ടുകൊടുക്കണം. അതേപോലെ പണ്ട് മിൽക്ക് ഹണി എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ക്രീം ഉണ്ടായിരുന്നു. കൈമ തേച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ നിറം വെക്കുന്നു. പണ്ട് നമുക്ക് ഈ നിറം വെക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ കാര്യമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് നിറത്തിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. പക്ഷെ പണ്ടത് ബോധമില്ലാത്ത പ്രായമായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഞങ്ങൾ 2-3 പേര് ചേർന്ന് കട്ടക്കിട്ട് നിറം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ക്രീം വാങ്ങി തേച്ച്, അതിൻ്റെ പരസ്യത്തിലാണ് ടിക്ടോക്കുള്ള സമയത്താണ്. ആ തേച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഉരയ്ക്കുമ്പോഴേക്കും നമ്മൾ നിറം വെക്കും. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, കിട്ടുന്ന എങ്ങനെയൊക്കെ ഇച്ചിരി കിട്ടുന്ന ബസ്സിൻ്റെ പൈസ ഒക്കെ ചേർത്ത് വെച്ചിട്ട് അതിനാണ് നല്ല വിലയുണ്ട്. ഒരു 10-300 റുപ്യ കൊടുത്ത് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് തേച്ച് നോക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ല. അത് പറ്റിപ്പാന്ന് സ്വയം ഉപയോഗിച്ചതിന് ശേഷമാണ് കമൻസ് ഒക്കെ എടുത്ത് വായിക്കുന്നത്. അപ്പോൾ കമൻസിൽ പറയുന്നുണ്ട് മറ്റേ കൈ എന്താ ചേച്ചി വെളുത്തിരിക്കുന്നത്, ഈ കൈ മാത്രം എന്താ കറുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അങ്ങ് വീഴരുത്. ക്ലിയർ അല്ലേ? അതൊക്കെ നിറത്തിലൊന്നും കാര്യമില്ല. നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരുന്നാൽ മതി. എന്ത് കളറും ആയിക്കോട്ടെ, പക്ഷെ സ്കിന്ന് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടന്നാൽ മതി. സെറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കംപ്ലൈൻറ്റ് കൊടുക്കണം. പിന്നെ ഇൻസിസ്റ്റ് ഓൺ ക്യാഷ് മെമ്മോ. ഓക്കെ, ക്യാഷ് മെമ്മോ ബില്ല് വേണം എന്നുള്ളത് നമ്മൾ നിർബന്ധം പിടിക്കണം. അത് വെളുത്തിട്ട് പറഞ്ഞ ക്രീമല്ല കേട്ടോ, അതല്ല അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മറ്റേ എന്താ മിൽക്ക് ഹണി മിൽക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, പിന്നെ എന്താണ്? ടു ഫയൽ എ കംപ്ലൈൻറ്റ് ദ കൺസ്യൂമർ നീഡ് ടു എവിഡൻസ് ഓഫ് പർച്ചേസ് ആൻഡ് ക്യാഷ് മെമ്മോ ഇസ് ദ എവിഡൻസ് ഓർ പ്രൂവ് ദാറ്റ് കൺസ്യൂമർ ഹാസ് ടു പെയ്ഡ് ഫോർ ദ ഗുഡ്സ് ഓർ സർവീസസ് അല്ലേ. അതായത് നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ല് തരാൻ വേണ്ടി മാക്സിമം നോക്കണം. അവർ നമ്മളോട് എന്ത് പറയും? അവർ നമ്മളോട് പറയും ബില്ല് ഇല്ലെങ്കിൽ വേറെ വലിയ പ്രശ്നമില്ല. കാരണം എന്താണ്? കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ എവിഡൻസ് ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ബില്ല് വാങ്ങണം. എടാ, എനിക്ക് ബോധം ഇല്ലാത്തൊരു പ്രായം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ ഉള്ള അത്രയും വകതിരിവ് എനിക്ക് പണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം നിങ്ങൾക്ക് ബോധമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞാനും നിങ്ങളുടെ പ്രായത്തിൽ ഞാനും അങ്ങനെ വിചാരിച്ചത്. എനിക്ക് ബോധമുണ്ട്, എനിക്ക് അത്യാവശ്യം എല്ലാം അറിയാം. പക്ഷെ അല്ല, ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം അന്ന് ഞാനെന്ത് പൊട്ടത്തിയായിരുന്നു അല്ലേ. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ മോൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. മോൻ കുറച്ച് കാലം കഴിയുമ്പോഴേ ഈ +2 പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ നീയും ഇതേ ഡയലോഗ് പറയും. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി വികസിക്കും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മൾ കാണുന്ന ലോകം മാറിത്തുടങ്ങും. ഓക്കെ, ക്ലിയർ. സെറ്റ്. അന്ന് എനിക്ക് ബുദ്ധി ഇല്ലായിരുന്നു, ഞാൻ തുറന്ന് സംഭവിക്കുന്നു. ഇപ്പോൾ എനിക്ക് ബോധമുണ്ട്, വിവരമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കും നാളെ അങ്ങനെ ആവും, നിങ്ങളും അങ്ങനെയാണല്ലോ മനുഷ്യർ. ക്ലിയർ അല്ലേ?
സെറ്റ്. ഇനി അതേപോലെ തന്നെ ഫ്രം കൺസ്യൂമർ സൊസൈറ്റി വിച്ച് കുഡ് പ്ലേ an active part in educating consumer and safeguarding their interest. അല്ലേ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1986 മാറ്റി 2019 ആണ്, അമെൻമെന്റ് വരുമല്ലോ. ഇപ്പൊ 2019 ആണ് അല്ലേ, നമ്മൾ പറയില്ലേ കമ്പനീസ് ആക്ട് 1956 ഉണ്ട്, 2013 ഉണ്ട്. അപ്പൊ 1956 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റിയിട്ട് എന്തായി? ഇപ്പൊ പുതിയ 2013 ആണ് ഇപ്പൊ പോകുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ലിമിറ്റേഷൻസും ഇമ്പോർട്ടൻസും മാറിപ്പോകുന്നതോ? എടാ അത് മാറുന്നീന്ന് ആലോചിച്ച് നോക്ക്. നീ നിന്റെ ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? തടസ്സങ്ങളെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നേട്ടങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്കൊരു കാര്യം വായിക്കുമ്പോൾ മനസ്സിലാവില്ലേ ഇത് ഞാൻ തടസ്സമാണോ പറയുന്നത് അല്ലെങ്കിൽ നേട്ടമാണോ പറയുന്നത് എന്നുള്ളത്? അങ്ങനെ ചിന്തിച്ചാൽ പോരെ. ഇന്ന് ഈ പോയിന്റ്സ് നീ തന്നെ ചിന്തിച്ചു നോക്ക്. ഒരു കാര്യത്തെക്കുറിച്ച് നല്ലതാണോ പറയുന്നത് ചീത്തയാണോ പറയുന്നത്? അങ്ങനെ ചിന്തിച്ചാൽ പോരെ. അപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും മാറാനുള്ള ചാൻസ് ഇല്ല. ഡെലിഗേഷൻ ആണോ അവസാനം പറഞ്ഞുതരാം? ഡെലിഗേഷൻ എന്താണെന്നുള്ള ഞാൻ അവസാനം പറഞ്ഞുതരാം. ക്ലിയർ? സെറ്റ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, സേഫ് ഗാർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. റെസ്പെക്ട് ദ എൻവിയോൺമെന്റ്, അവോയ്ഡ് വേസ്റ്റ് ലിറ്ററിങ് ആൻഡ് കോൺട്രിബ്യൂഷൻ ടു പൊല്യൂഷൻ. പിന്നെ നമ്മുടെ കടമയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ എൻവിയോൺമെന്റിനെ പൊല്യൂട്ടഡ് ആക്കാതിരിക്കുക. കൺസ്യൂമേഴ്സിന്റെ എന്താണ് കർത്തവ്യങ്ങളിൽ ഒന്നാണ് അതല്ലേ. ഡിസ്കറേജ് ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോർഡിംഗ് ആൻഡ് ചൂസ് ഓൺലി ലീഗൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്, അതിനൊന്ന് എൻകറേജ് ചെയ്യരുത് നമ്മൾ. ഓക്കെ. പിന്നെ ബിവെയർ ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. പിന്നെ മാർക്കറ്റിൽ എന്തുമാത്രം വെറൈറ്റി പ്രോഡക്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഏതെങ്കിലും കടയിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, അവിടെ കണ്ട സാധനം അങ്ങോട്ട് വാങ്ങിക്കരുത്, അവിടെ ഉള്ള പ്രോഡക്ട്സ് മാത്രം നോക്കാണ്ടിരിക്കുക, വേറെയും ഉണ്ട്, എന്നിട്ട് മാത്രമേ നമ്മളത് തിരഞ്ഞെടുക്കാൻ വേണ്ടി പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ആർക്കൊക്കെ നിയമപരമായിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ. ആർക്കെതിരെ ആർക്കൊക്കെ കംപ്ലൈന്റ് ചെയ്യാം? കൺസ്യൂമേഴ്സിനെ കുറിച്ചാണ് വന്നത്. അപ്പോൾ ആർക്കൊക്കെ കംപ്ലൈന്റ് എടുക്കാം? ആരൊക്കെയാണ് കൺസ്യൂമേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം വരുന്ന ഏത് കൺസ്യൂമേഴ്സിനും എന്ത് ചെയ്യാം? കംപ്ലൈന്റ് കൊടുക്കാം. അല്ലെങ്കിൽ കൺസ്യൂമർ അസോസിയേഷൻസ് ഉണ്ട്. ഓക്കെ. കൺസ്യൂമർ അസോസിയേഷൻസ്, ഓർഗനൈസേഷൻസ് ഉണ്ട്, രജിസ്റ്റർ ചെയ്യപ്പെട്ട ഓർഗനൈസേഷൻസ്, അതോറിറ്റീസ് ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം? കംപ്ലൈന്റ് കൊടുക്കാം. ഒരു പ്രൊഡക്റ്റിനെതിരെ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കംപ്ലൈന്റ് കൊടുക്കാം. ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു മാഗിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്, അത് ബാൻ ചെയ്യിച്ചിരുന്നു അല്ലേ. പിന്നെ വൺ ഓർ മോർ കൺസ്യൂമേഴ്സ് വേർ ദർ ആർ ന്യൂമറസ് കൺസ്യൂമേഴ്സ് ഹാവിങ് ദ സെയിം ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് ഇപ്പം നമ്മൾ എന്തായിരുന്നു എൻഡോസൾഫാനൊക്കെ ബാധിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം എന്താണ് ഒത്തിരി ആൾക്കാരായിരുന്നു, അവർ കൺസ്യൂമേഴ്സ് എല്ലാം സൈഡ് എഫക്റ്റ് ആയിരുന്നു. ക്ലിയർ? ഞാൻ ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞതാ കേട്ടോ. അതായത് ഇപ്പോൾ ഒരു കൂട്ടമായിട്ട് ഒരേ ആൾക്കാർക്ക് ഒരേ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്താവാം? അവർക്ക് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ആൾക്കാരെ ഈ കൂട്ടത്തെ റെപ്രസെന്റ് ചെയ്ത് നിന്നുകൊണ്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. പിന്നെ ഇൻ കേസ് ഓഫ് ദ ഡെത്ത് ഓഫ് കൺസ്യൂമർ ഹിസ് ലീഗൽ എയർ ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ. ഇപ്പോൾ കൺസ്യൂമർ അത് മരിച്ചു എന്ന് വിചാരിക്കുക, സാധനം യൂസ് ചെയ്ത് മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ ലീഗൽ എയറിന്, അനന്തരാവകാശിക്ക്, അല്ലെങ്കിൽ അയാളുടെ ലീഗലി നിയമപരമായിട്ട് അയാളെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാം. ഇൻ കേസ് ഓഫ് ദ കൺസ്യൂമർ ബീയിങ് മൈനർ, ഇനി കൺസ്യൂമർ എന്താണ് 18 വയസ്സിൽ ചെറിയ ഒരാളാണെങ്കിൽ പേരൻസിന് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയന് കംപ്ലൈൻറ്റ് കൊടുക്കാം. ക്ലിയർ? ഇനി ആർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് ഹൂം എ കംപ്ലൈന്റ് ക്യാൻ ബി ഫൈൽഡ്. ആർക്കെതിരെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റീവ് അല്ലേ, ഇഫ് ഇൻ കേസ് ഓഫ് എനി ഡിഫക്റ്റീവ് ഗുഡ് സപ്ലൈ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്ത അല്ലെങ്കിൽ കംപ്ലൈന്റ് ക്യാൻ ബി ഫൈൽഡ് അഗെയിൻസ്റ്റ് ദ മാനുഫാക്ചർ ഓർ സെല്ലർ ഓഫ് ദ ഡീലർ അല്ലെ, സെല്ലർ ഓർ ഡീലർ അല്ലേ. ആ ഡിഫക്റ്റീവ് ഗുഡ്സ് സപ്ലൈ ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ മാനുഫാക്ചർക്കെതിരെ, അതിൻ്റെ സെല്ലർക്കെതിരെ, അതിൻ്റെ ഡീലർക്കെതിരെയൊക്കെ എന്ത് ചെയ്യാം? കംപ്ലൈന്റ് കൊടുക്കാം. ഡെഫിഷ്യൻസി ഇൻ സർവീസസ് അല്ലേ, അല്ലെങ്കിൽ സർവീസ്, നമുക്ക് ചിലപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സർവീസും ആവാം. അപ്പോൾ ഇതുപോലത്തെ സർവീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് തന്ന ആൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ആ കംപ്ലൈന്റ് ക്യാൻ ബി ഫൈൽഡ് അഗെയിൻസ്റ്റ് ദ പ്രൊവൈഡർ ഓഫ് ദ സർവീസസ്. ഓക്കെ. ക്ലിയർ? അപ്പോൾ ഇവർക്കൊക്കെ എതിരെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലൈന്റ് കൊടുക്കാം.
ഇനി കൺസ്യൂമർ അല്ലാത്തത് ആരൊക്കെയാണെന്നാണ് 2019 ആക്ട് പ്രകാരം നമ്മൾ ആർക്കൊക്കെ നിയമപരമായിട്ട് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ലീഗൽ പ്രൊട്ടക്ഷനിൽ വരാത്ത ആൾക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അത് ഈ നിയമപരമായിട്ട് നമുക്ക് കിട്ടുന്ന പരിരക്ഷകൾ നമ്മൾ നോക്കിയില്ലേ. അപ്പൊ ഈ പരിരക്ഷകളൊന്നും കിട്ടാത്ത അല്ലെങ്കിൽ ഇതിനൊന്നും കംപ്ലൈന്റ് കൊടുത്താലും അത് റിജക്റ്റ് ആയിപ്പോ ഈ പറയുന്ന ആൾക്കാർ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ന് കൺസിഡർ ചെയ്യില്ല. എന്താന്ന് നോക്കാം. ദ പേഴ്സൺ ഹു ഒബ്റ്റെയിൻ ഗുഡ്സ് റീസെയിൽ, റീസെയിലിന് വേണ്ടി, കൺസ്യൂം ചെയ്യാനല്ല, റീസെയിലിന് വേണ്ടി വാങ്ങിക്കുന്ന ആൾക്കാർ കൺസ്യൂമർ അല്ല. അപ്പൊ അവർക്ക് കൺസ്യൂമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ദ പേഴ്സൺ ഹു യൂസസ് ദ ഗുഡ്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ബയർ, ബയർ സമ്മതിക്കാതെ, ഇപ്പോൾ വാങ്ങിച്ച ആളുടെ അറിവില്ലാതെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് പണി കിട്ടി കഴിഞ്ഞാൽ അയാളെ കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്യില്ല. എ പേഴ്സൺ ഹു അവെയിൽസ് ഓർ സർവീസസ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ഹയറർ, അല്ലേ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് പകരം ഇപ്പോൾ സർവീസ് ഹയർ ചെയ്ത ആളാരാണോ ഇപ്പം ഞാനാണ് സർവീസ് പറഞ്ഞത്, ഇപ്പം എനിക്ക് പകരം സാറ് ഞാൻ അറിയാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യദു സാറിന് അതിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ദ പേഴ്സൺ ഹു ഒബ്റ്റെയിൻ ഗുഡ്സ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഒരു സർവീസ് who obtain without any consideration, അല്ലേ, ഗുഡ്സ് ഓർ സർവീസസ് കൺസിഡറേഷൻ, പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലേ, അപ്പോഴൊരു പേയ്മെൻറ്റ് അയാൾ കൺസ്യൂമർ ആവുന്നത് എപ്പോഴാണ്, അത് പേ ചെയ്ത് വാങ്ങിക്കുമ്പോഴേ അയാൾ കൺസ്യൂമർ ആവുള്ളൂ, അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പണി കിട്ടിക്കഴിഞ്ഞാൽ ആളെ കൺസ്യൂമർ എന്ന് പറയുന്ന രീതിയിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ള റിഡ്രസൽ ഏജൻസീസ് ആണ് നമ്മൾ നോക്കണം, അല്ലേ. 2019 ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്നതുണ്ട്, അല്ലേ. റിഡ്രസൽ ഏജൻസീസ്, അത് പ്രകാരമാണ് ഈ റിഡ്രസൽ ഏജൻസീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് 3 ടയർ ആണ് നമ്മുടെ റിഡ്രസൽ ഏജൻസീസ് എന്ന് വരുന്നത്. ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിന്നെ നാഷണൽ ലെവലിൽ. ഓക്കെ, ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുമ്പോൾ ജില്ലകൾ വഴി വരുന്നതാണ്, അല്ലേ. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രസിഡന്റ് ആൻഡ് 2 other members. പ്രസിഡന്റ് ഉണ്ടാവും, 2 other members ഉണ്ടാവും. ഇതിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്, ഇതിലെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഒന്നെങ്കിൽ റിട്ടയർഡ് ഓർ വർക്കിംഗ് ജഡ്ജ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട്. ഡിസ്ട്രിക്ട് കോർട്ടിലെ ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന ആളോ കറന്റ് അവിടുത്തെ ജഡ്ജോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ആളോ ആയിരിക്കും ആരെന്ന് പറയുന്നത് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതായത് 1 ലക്ഷം വരെ അതിനുള്ളിൽ, ഓക്കെ, അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 ലക്ഷം വരെ വരുന്ന കേസുകളാണ് അവിടെ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം അവർക്ക് 5 days സെറ്റിൽമെന്റിന് വേണ്ടി കൊടുക്കും. ഡിസ്ട്രിക്ട് ഫോറം നിങ്ങൾ തമ്മിൽ പറഞ്ഞ് കോമ്പൻസേഷൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കും, അല്ലേ. കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ നോക്കും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കോംപ്രമൈസ് ആയില്ല എന്നാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഏജൻസി സെൻഡ് ദ ഗുഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഇൻ ലബോറട്ടറി ഇഫ് റിക്വയർഡ് ആൻഡ് ഗിവ്സ് decision on the basis of fact and laboratory report, അല്ലേ. റിപ്പോർട്ടിൻ്റെ ഒക്കെ ബേസിൽ ലബോറട്ടറി എന്നൊക്കെ ചില സമയങ്ങളിൽ ടെസ്റ്റ് ചെയ്യാൻ അയക്കും. എന്നിട്ട് അതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യും? അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിൽ വിധിയൊക്കെ നോക്കും, അല്ലേ. ക്ലിയർ. പിന്നെ ഈ ആളെ എഗ്രീവ്ഡ് പാർട്ടി എന്തല്ല, ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ദ ജുറിഡിക്ഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് കമ്മീഷൻ, they can file an appeal against the judgment in state commission within 45 days. ഓക്കെ, അപ്പോൾ ഇതിൽ സാറ്റിസ്ഫൈഡ്, ഡിസ്ട്രിക്ട് കമ്മീഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കമ്മീഷനിൽ 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സ്റ്റേറ്റ് കമ്മീഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രസിഡന്റും അറ്റ്ലീസ്റ്റ് 4 other മെമ്പേഴ്സും, മറ്റൊരുത്ത് 2 ആണെങ്കിൽ ഇവിടെ 4 പേരുണ്ടാവും. പിന്നെ ആരുണ്ടായിരിക്കും? സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ടാവും. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. മറ്റവരെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ഇവരെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരെ. അവിടെയുള്ള ആൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ റിട്ടയർഡ് അല്ലെങ്കിൽ വർക്കിംഗ് ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കും. മറ്റേ ഡിസ്ട്രിക്ട് ആകുമ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് ആണെങ്കിൽ ഇവിടെ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കും. ഇവിടെ 1 കോടി മുതൽ 10 കോടി വരെ ഉള്ളതായിരിക്കും കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ കംപ്ലൈൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യം എന്ത് ചെയ്യും? സെറ്റിൽമെൻറ്റ് നോക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലബോറട്ടറിയിലേക്ക് അയക്കും, അല്ലേ. സെറ്റിൽമെൻറ്റിൽ നോക്കില്ല, ലബോറട്ടറിയിലേക്ക് വേണമെങ്കിൽ അയക്കും. എന്നിട്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനം എടുക്കുക. ഇതിൽ അഗ്രീഡ് പാർട്ടി സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നാഷണൽ കമ്മീഷനിൽ അപ്പീൽ കൊടുക്കാം. വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നാഷണൽ കമ്മീഷനിലേക്ക് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നാഷണൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യണത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ കൺട്രിയിൽ നമുക്ക് എവിടെ ഉണ്ട്? ഈ നാഷണൽ കമ്മീഷൻസ് ഉണ്ട്, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ.
ജമ്മു ആൻഡ് കാശ്മീരിൽ സെപ്പറേറ്റ് തന്നെ ഭരണരീതിയാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ്റെ പല കാര്യങ്ങളും അവിടെ എഫക്റ്റിൽ വരില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 4 പേരായിരിക്കും ഉണ്ടായിരിക്കുക, പ്രസിഡന്റും പിന്നെ 4 പേരും. അതിൽ 1 member one shall be woman. അതിൽ ഒരാൾ എന്തായിരിക്കും, സ്ത്രീ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ എങ്ങനെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്, 1 crore, 1 കോടിയിൽ കൂടുതൽ വരുന്ന എല്ലാ കേസുകളും ഇവിടെ പോകും. പിന്നെ ഓൺ റിസീവിംഗ് ദ കംപ്ലൈൻറ്റ് it shall refer the complaint to the party against whom complaint has been received. ആരാണ് കംപ്ലൈൻറ്റ് കൊടുത്തത് നോക്കും. അതിനുശേഷം സാമ്പിളൊക്കെ കൊടുത്തിട്ട് ലബോറട്ടറിയിലേക്ക് അയക്കേണ്ട കേസാണെങ്കിൽ അവരത് അയക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇറ്റ് ഷാൽ പാസ് ആൻ ഓർഡർ ബേസ്ഡ് ഓൺ ടെസ്റ്റ് റിപ്പോർട്ട് ആൻഡ് ഹിയറിംഗ് അല്ലേ. ഹിയറിംഗിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഒക്കെ ബേസിലായിരിക്കും ലാസ്റ്റ് അവർ ഫൈനലൈസ് ചെയ്തിട്ട് ജഡ്ജ്മെൻറ്റ് പറയാം. ആൻഡ് ഓർഡർ പാസ് ബൈ ദ നാഷണൽ ഗവൺമെൻറ് ക്യാൻ ബി ചാലഞ്ച് വിത്ത് അപ്പീൽ ബിഫോർ ദ സുപ്രീം കോർട്ട്. ഇവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയില്ല, നിങ്ങൾക്ക് സുപ്രീം കോർട്ട് പോയിട്ട് കൊടുക്കാം എന്നുള്ള ആകെ ഒരു ലാസ്റ്റ് ഓപ്ഷനേ ഉള്ളൂ അല്ലേ. അപ്പീൽ ക്യാൻ ബി മെയ്ഡ് ഓൺലി ഇഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അലോങ് വിത്ത് ദ കോമ്പൻസേഷൻ ക്ലെയിം എക്സീഡ് 1 crore and were the agreed party was not satisfied with the order the national commission അല്ലേ. അതായത് ഇവർക്ക് എന്താണ് 1 കോടിയിൽ കൂടുതലുള്ള കോമ്പൻസേഷൻ അടക്കമൊക്കെ വരുന്നതാണ് ഇവിടെ വരുന്നത്. ഇതിൽ ഇവർ നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോർട്ടിൽ എന്ത് ചെയ്യാം, കേസിന് പോവാം. ഓക്കെ, അപ്പീൽ കൊടുക്കാം അവിടെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെ റിലീഫ്സ് ആണ് ഇവർ തരുന്നതെന്ന് അറിയണം അല്ലേ. റിലീഫ്സ് അവൈലബിൾ ത്രൂ റിഡ്രസൽ ഏജൻസീസ്. ഈ ഏജൻസി വഴി എന്തൊക്കെയാണ് കിട്ടുന്ന, എന്തൊക്കെ റിഡ്രസൽസ് പരിഹാരങ്ങളാണ് കിട്ടുക. അതായത് ഒന്നെങ്കിൽ റിമൂവ് ദ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഇൻ ദ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിലെ ഡിഫക്റ്റ് എടുത്ത് മാറ്റിക്കളയും. അല്ലെങ്കിൽ റീപ്ലേസ് അല്ലേ, ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് റീപ്ലേസ് ചെയ്യും വിത്ത് ദ ന്യൂ വൺ അല്ലേ. അല്ലെങ്കിൽ റീഫണ്ട് ദ പ്രൈസ്, റീഫണ്ട് നമുക്ക് തരിക. ചിന്തിച്ചാൽ പോലെ ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫക്റ്റ് എടുത്ത് കളയുക, പിന്നെ അല്ലെങ്കിൽ റീസണബിൾ എമൗണ്ട് കോമ്പൻസേഷൻ തരിക ഫോർ എനി ലോസ് ഓർ ഇഞ്ചുറി അല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ തരിക. ഇതൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ലാതെ അല്ലെങ്കിൽ പേ എക്സ്ട്രാ കോമ്പൻസേഷൻ ആസ് കറക്റ്റീവ് മെഷർ ഫോർ ഡാമേജ് ടു കൺസ്യൂമർ ഡ്യൂ ടു ഓപ്പോസിറ്റ് പാർട്ടി അല്ലേ. ഇനി അതല്ലാതെ നമുക്ക് എന്തെങ്കിലും വലിയ രീതിയിലൊക്കെ ഉള്ള ലോസൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ എക്സ്ട്രാ ആയിട്ട് സാധാരണ അതിൽ നിന്നല്ലാതെ ഇത്ര രൂപ കൂടെ നിങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ അല്ലേ. പിന്നെ അല്ലെങ്കിൽ അവിടെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനൊക്കെ എന്ത് ചെയ്യുക, ഇനി ഫ്യൂച്ചറിൽ വരാതിരിക്കുക എന്നുള്ള രീതിയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക അവരുടെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഇനി മുതൽ ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഓഫർ ചെയ്യരുത് എന്നുള്ള രീതിയിൽ നിയമമിറക്കാം. അല്ലെങ്കിൽ സീസ് മാനുഫാക്ചർ അല്ലേ, അത് ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആളെന്ത് ചെയ്യാം, തടവിലാക്കുക അല്ലെ, സീസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഗുഡ്സ് ആൻഡ് ടു ഡെസിസ്റ്റ് ഫ്രം ഓഫറിങ് ഹസാർഡസ് സർവീസസ് അല്ലേ. ഒന്നെങ്കിൽ അവർക്ക് തടവ് ശിക്ഷയൊക്കെ കിട്ടുന്ന രീതിയിലേക്കാക്കാം, അല്ലെങ്കിൽ നിർത്തലാക്കാം, ഇതിനെ നിർത്തലാക്കാം അല്ലേ. ഈ ഒരു ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നു, അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നിർത്തലാക്കാം. പിന്നെ കോമ്പൻസേറ്റ് ഫോർ എനി ലോസ് ഓർ ഇഞ്ചുറി സഫേർഡ് ബൈ ദ കൺസ്യൂമർ അണ്ടർ പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ ആൻഡ് വിഡ്രോ ഹസാർഡസ് പ്രോഡക്ട്സ് ഫ്രം ബീങ് ഓഫേർഡ് ഫോർ സെയിൽ എക്സെട്ര. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പൻസേഷൻ കൊടുക്കുക, അത് മാത്രമല്ലാതെ ആ പ്രൊഡക്റ്റ് എടുത്ത് കളയുകയും ചെയ്യാം. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്, അതായത് ഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് വന്നിട്ടുണ്ടാവും, നഷ്ടങ്ങളല്ലേ. നമ്മൾ ഈ കേസിന് പോകുന്ന സമയത്ത് അവർക്ക് അവിടെയൊക്കെ ചിലവ് കാര്യങ്ങളുണ്ട്, ആ കോസ്റ്റൊക്കെ വഹിക്കുക, ആ ചിലവൊക്കെ സഹിക്കുന്ന രീതിയിലേക്ക് അത് നിങ്ങൾ പേ ചെയ്യണം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റാം. ക്ലിയർ? പിന്നെയാണ് ഡിസ്ട്രിക്ട് കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ ഹാവ് പവർ ടു ഡിക്ലെയർ എ കോൺട്രാക്ട് നൾ ആൻഡ് വോയിഡ് ഇഫ് ഇറ്റ് ഈസ് അൺഫെയർ അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഇനി മുതൽ ഇങ്ങനത്തത് പാടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, നിയമങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് മാറ്റാം. ക്ലിയർ? അൺഫെയർ ആയിട്ടുള്ള എല്ലാത്തിനെതിരെയും. ടു സീസ് ആൻഡ് ഡെസിസ് ഫ്രം ഇഷ്യൂയിങ് എനി മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റുകളാവാം അല്ലെ, അഡ്വർടൈസ്മെൻറ്റ് വഴി ചതിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് എടുത്തു കളയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ മാർക്കറ്റിൽ തന്നെ ഹസാർഡസ് ഗുഡ്സ് എടുത്ത് കളയുന്നത്, ഇതൊക്കെയാണ് ഇത് വഴി കിട്ടുന്ന റിഡ്രസൽ എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്യൂമേഴ്സിന് വേണ്ടി കുറേ ഓർഗനൈസേഷൻ, നമ്മൾ അൺഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറേ പേര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കൺസ്യൂമേഴ്സിൻ്റെ ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെതായ സഹായത്തോട് സപ്പോർട്ട് കൂടെ പ്രവർത്തിക്കുന്നതുണ്ട്, അല്ലാതെ എന്താണ് നോൺ ഗവൺമെൻറ്റലായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലേ, NGOs ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്താണ് സമൂഹത്തിന് കൺസ്യൂമേഴ്സിന് വേണ്ടി ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് തീരും കേട്ടോ, ഒരു 10-15 മിനിറ്റിനുള്ളിൽ തീരും.
റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് NGOസിൻ്റെ ആണ് നോക്കുന്നത്. ഇൻ ഇന്ത്യ സെവറൽ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഹാവ് ബീൻ സെറ്റപ്പ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് കൺസ്യൂമർ ഇൻട്രസ്റ്റ് അല്ലേ. കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി കൺസ്യൂമർ ഓർഗനൈസേഷൻസും NGOs ഒക്കെ ഇന്ത്യയിലുണ്ട്. ദേ ആർ പ്രൊപ്പഗേറ്റിംഗ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്, അവർക്ക് കൺസ്യൂമേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊപ്പഗേഷൻ അല്ലേ, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചാരണം നടത്തുക എന്നുള്ള ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് ആർ ടേക്കിംഗ് സ്റ്റെപ്പ് ടു എലിമിനേറ്റ് ഓൾ ടൈപ്പ് ഓഫ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അവരിലേക്ക് അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റിംഗ് ദ ജനറൽ പബ്ലിക് അബൌട്ട് കൺസ്യൂമർ റൈറ്റ്സ് ബൈ കണ്ടക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാം, സെമിനാർസ് എക്സെട്ര അല്ലേ. പിന്നെ സെമിനാർ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ചില സമയത്ത് നിങ്ങൾക്ക് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ വന്ന് നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ക്ലാസ് എടുത്ത് കൊടുത്ത് ഓക്കെ നമ്മുടെ റൈറ്റ്സ് കാര്യങ്ങൾ. പിന്നെ എന്ത് ചെയ്യുന്നു, ഇതാ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കാൻ തരുന്നു. ഇതും എന്താണ്, അവരുടെ ഒരു പ്രൊപ്പഗേഷൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ, ഗവൺമെൻറ് സൈഡിൽ നിന്ന് അവർ ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ. പിന്നെ പബ്ലിഷിംഗ് periodical to impart knowledge about consumer problems, legal issues, relief available and such other matters of interest അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇവർ എന്തുകൂടെ ചെയ്യാറുണ്ടെന്ന് അറിയോ, ഒരു വർഷം എടുത്തിട്ട് ഈ വർഷത്തിൽ ആകെ ഇത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, ഇത്രയും പേർക്ക് ഇങ്ങനത്തെ കൺസ്യൂമേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, ഈ ഒരു പ്രൊഡക്റ്റിൽ ഇത്രയും എഫക്റ്റുകൾ വന്നു, അവർ മൊത്തത്തിലൊരു നമ്മളൊരു വിവരാവകാശ പട്ടിക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിലേക്ക് വേണ്ടി അവരങ്ങനെ പബ്ലിഷ് ചെയ്യാറുണ്ട്, ഇത്ര കേസുകളാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ എന്നുള്ള രീതിയിലുള്ളതും കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് അവർ സൊസൈറ്റിയിലേക്ക് അവർ ഇങ്ങനത്തെ ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരിങ് ഔട്ട് കമ്പാരിറ്റീവ് ടെസ്റ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രോഡക്റ്റ് ടു ചെക്ക് ദ റിലേറ്റീവ് ക്വാളിറ്റീസ് ഓഫ് കോമ്പീറ്റിംഗ് പ്രോഡക്റ്റ് ആൻഡ് പബ്ലിഷിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് അല്ലേ. പിന്നെ ഇവർ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ, ഇവരുടേതായ രീതിയിൽ അവരെന്ത് ചെയ്യും, അത് ക്വാളിറ്റി ചെക്കിന് അയക്കും. ഓക്കെ, ഇപ്പോൾ ന്യൂഡിൽസ് ആണെങ്കിൽ പല ന്യൂഡിൽസ് ഉണ്ട്, ആ പല ന്യൂഡിൽസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ക്വാളിറ്റി ചെക്കിന് അയച്ചിട്ട് ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റി ഏതിനാണ് എന്നൊക്കെ നോക്കിയിട്ട് ഒന്നുകിൽ അതിനെതിരെ ലീഗലി മൂവ് ചെയ്യും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെതിരെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതും ഇവർ ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ. പിന്നെ അതാണ് എൻകറേജിങ് കൺസ്യൂമർ ടു റേസ് ദെയർ വോയിസ് ആൻഡ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. പിന്നെ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ അവരെന്താണ്, നമുക്ക് വേണ്ട സപ്പോർട്ട് തരികയാണ്, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ കൺസ്യൂമേഴ്സ് ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, എക്സ്പ്ലോയിറ്റേഷൻ എവിടെയും വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. പിന്നെ ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുക അല്ലെ, നിയമപരമായിട്ട് അവർക്ക് വേണ്ട പരിരക്ഷകൾ കൊടുക്കുക. ഇപ്പം നമ്മൾ കൺസ്യൂമർ ഓർഗനൈസേഷൻ വഴിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഒരുവിധം കാര്യങ്ങളും നമുക്ക് അറിയില്ലെങ്കിലും അവർ വഴി നമുക്ക് ഹെൽപ്പ് കിട്ടും അല്ലേ. പിന്നെ ഫൈലിംഗ് കംപ്ലൈൻറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് റിഡ്രസൽ ഫോറം ഓൺ ബിഹാഫ് ഓഫ് ദ കൺസ്യൂമർ. പിന്നെ കൺസ്യൂമറിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്കറിയില്ല എവിടെ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലീഗലി നമ്മളെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഫൈലിംഗ് കംപ്ലൈൻറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് റിഡ്രസൽ ഫോറം ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക്, നോട്ട് ഫോർ എനി ഇൻഡിവിജ്വൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മൊത്തത്തിൽ ഒരു പ്രൊഡക്റ്റ് എടുത്തില്ല, എന്തെങ്കിലും പ്രൊഡക്റ്റിന് അങ്ങനെ ഭയങ്കര ക്വാളിറ്റി പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ജനങ്ങളുടെ സേഫ്റ്റിയെ കണക്കിലെടുത്തുകൊണ്ട് അവർ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കൂടെ വേണ്ട രീതിയിൽ നിന്നിട്ട് ഒരു പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യുക, അവർ സെൽഫായിട്ട് കേസൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പിന്നെ വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് വായിച്ചു നോക്കിയാൽ മതി, ഏതൊക്കെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ട് എന്നുള്ളത്. ആവശ്യമൊന്നുമില്ല, ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഫൈനലി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് എടുത്തില്ലല്ലോ, അതിന് മുന്നേ തന്നെ തീർന്നില്ലേ. സെറ്റ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കുഞ്ഞ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തീർന്നത്. ക്ലിയർ? സെറ്റ് അല്ലേ? റെഡി? ഡെലിഗേഷൻ അല്ലേ. ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടാസ്കിനെ എന്ത് ചെയ്യുന്നു, വർക്കിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പുഷ് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സുപ്പീരിയർ എന്ത് ചെയ്യുന്നു, അവരുടെ ടാസ്കുകൾ, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ടാസ്കിനൊക്കെ അവരെന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സിലേക്ക് കൂടി എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ടാസ്ക് ചെയ്യാനുള്ള അവർക്കുള്ള അതോറിറ്റി ഇല്ലേ. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയുന്നത്, ഞാനാണിപ്പോൾ ക്ലാസ് ലീഡർ, അല്ലെങ്കിൽ ഞാനാണിപ്പോൾ അവിടുത്തെ ഒരു ഫ്ലോർ മാനേജറാണെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ് കറക്റ്റായിട്ട് തന്നെയല്ലേ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വേറെ ഒത്തിരി ഡ്യൂട്ടികൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും,
ഞാൻ ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് അയാൾക്ക് ഈ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കും. ഓക്കെ, നീയാണത് ചെയ്യേണ്ടത്. ഇനി മുതൽ ഞാൻ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നീയാണ്. ഓക്കെ, സേഫ്റ്റിനെ കുറിച്ച്. കാരണം ആ സേഫ്റ്റിനെ കുറിച്ച് റിപ്പോർട്ട് ഞാൻ മുകളിലുള്ളവർക്ക് കൊടുക്കണം അല്ലേ. പക്ഷെ എനിക്ക് വേറെയും കുറേ ജോലികളുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഒരു സബോർഡിനേറ്റിന് അത് കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് എന്തുകൂടെ കൊടുക്കുന്നുണ്ട്, ഞാൻ ആ ഒരു പവർ, ഒരു അതോറിറ്റി കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ബാക്കിയുള്ള എംപ്ലോയീസിനോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കാരണം അയാൾക്ക് എന്തുകൊണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞു, കാരണം ഞാനാണ് അയാളോട് അത് പറഞ്ഞത് ചെയ്യാൻ. അപ്പം ഞാൻ ആ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നു, അവിടെ അതോറിറ്റി എന്ത് ചെയ്യുന്നു, പുഷ് ഡൗൺ ചെയ്യുന്നു, എന്നാൽ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അയാൾക്ക് ആ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി എന്നുള്ള അയാളുടെ കിട്ടിയ വർക്ക് അനുസരിച്ച് അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്കൊരു അതോറിറ്റി മീൻസ് റൈറ്റ് ടു കമാൻഡ് ആണ്, റൈറ്റ് ടു ഓർഡർ, റൈറ്റ് ടു കമാൻഡ് ആണ്. പക്ഷെ റൈറ്റ് ടു ഡിസിഷൻ ടേക്കിംഗ് അവിടെ ഇല്ല. കമാൻഡ് ചെയ്യാം, ഡിസിഷനൊക്കെ ഞാൻ തന്നെ എടുക്കാൻ പാടും. ഓക്കെ, ഇയാൾക്ക് അങ്ങനെ ചെയ്യല്ലേ, നീ ഇങ്ങനെ ചെയ് എന്നൊക്കെ കമാൻഡ് ചെയ്യാം. നീ അങ്ങനെ ഒരു കമാൻഡ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. പക്ഷെ ഫൈനലൈസ് ചെയ്യണമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിലേക്ക് എന്ത് ചെയ്യുന്നു, പുഷ് ഡൗൺ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ അതോറിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടാസ്ക് റിലേറ്റ് ചെയ്തുള്ള അതോറിറ്റി കൂടെ പുഷ് ഡൗൺ ചെയ്യുന്നു. പ്ലസ് ആ ടാസ്ക് കിട്ടുന്ന ആൾക്ക് എന്ത് വരുന്നു, അത് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി, കടമ വരുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി വന്നു. പിന്നെ അയാളുടെ ഉത്തരവാദിത്തമായിരിക്കും എന്തെന്ന് പറയുന്നത്, ആ അയാൾ ചെയ്ത ടാസ്കിൻ്റെ ഫൈനൽ ഔട്ട്കമ്മിന് എന്ത് ചെയ്യുക, ആൻസറബിൾ ആയിട്ടിരിക്കുക അല്ലേ. അതിനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ സബോർഡിനേറ്റിന് എന്ത് വരുന്നു, റെസ്പോൺസിബിലിറ്റിയും വരുന്നു. ആ ടാസ്കിൻ്റെ ഫൈനൽ ഔട്ട്കത്തിനോട് എന്ത് വരുന്നു, അക്കൗണ്ടബിലിറ്റിയും വരുന്നു. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനാണ് അയാളോട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിൻ്റെ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അയാൾ എന്നോട് ആൻസറബിൾ ആയിരിക്കണം. കാരണം ഞാൻ അയാൾക്ക് അങ്ങനെ ടാസ്ക് കൊടുത്തു, പക്ഷെ അയാൾ അത് ചെയ്തില്ല. അതിൻ്റെ ഫൈനൽ ഔട്ട്കത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കൊടുത്ത ആൾ നമ്മളോട് എന്തായിരിക്കും ഉത്തരം പറയണം അല്ലേ. അതാണ് ഈ 3 കാര്യങ്ങളാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എല്ലാ മാനേജ്മെൻറ്റും എന്ത് ചെയ്യണം, ഡെലിഗേഷൻ ചെയ്യണം. എല്ലാ മാനേജേഴ്സും മസ്റ്റായിട്ട് ഡെലിഗേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഈസി ആയിട്ട് വർക്ക് നടക്കും. ഓക്കെ, ഡെലിഗേറ്റ് ചെയ്യുന്നതിലൂടെ സുപ്പീരിയേഴ്സിന് വർക്ക് ബർഡൻ റെഡ്യൂസ് ചെയ്യുന്നു. സോ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്നു. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഒരുപാടുണ്ടാവും, അത് ചെയ്യാം. ഇനി നമ്മൾ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് അവരുടെ ടാലൻറ്റ് മെച്ചപ്പെടുത്താൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സിന് എന്താണ്, അവരുടെ മാനേജറിയൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ അതോറിറ്റി മൂലം എന്തുകൂടെ കിട്ടുന്നു, റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അക്കൗണ്ടബിലിറ്റി. 3 കാര്യങ്ങളൂടെ വരുമ്പോഴാണ് അവിടെ എന്തെന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഡെലിഗേഷൻ എന്നുള്ളത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അത് സാറിൻ്റെ ചാപ്റ്റർ അല്ലേടാ, ഒന്ന് സാറിന് ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ, സാർ അത് പറഞ്ഞുതരും. ഓ അമ്പലപ്പുഴ, ക്ലിയർ അല്ലേ? അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കൊടുക്കുന്നു. ഓക്കെ, അതായത് ഡിസിഷൻസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ അയാൾക്ക് എന്താണ് അതോറിറ്റി കൊടുത്തു, അതായത് ആ കമാൻഡ് ചെയ്യാനുള്ള അതോറിറ്റി കൊടുത്തു. ഓക്കെ, പക്ഷെ അയാൾക്ക് ഞാൻ അത് റിലേറ്റ് ചെയ്തിട്ട് ഇന്നതുപോലെ ഇനി മുതൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നാളെ മുതൽ എല്ലാവരും ഇന്നതുപോലെ വന്നോളണം, ഇന്നതുപോലെ ചെയ്തോളണം എന്ന് ഡിസിഷൻ എടുക്കാനുള്ള പവർ ആർക്കുണ്ടാവില്ല, ഡെലിഗേഷനിലൂടെ ഉണ്ടാവില്ല. ആ അധികാരം എന്ന് പറയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ആ ടാസ്ക് കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, സാർ നാളെ മുതൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാനാണ് പറയാം, ഓക്കെ എന്നാൽ പിന്നെ നാളെ മുതൽ അങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള ഡിസിഷൻ ഞാനായിരിക്കും എടുക്കുക. പക്ഷേ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കൂടെ ഞാൻ ആർക്ക് കൊടുക്കുന്നു, അയാൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അത് ഞാൻ പറയുകയാണ്, നീ എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം, നിൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നോളാം, അതുപോലെ സേഫ്റ്റി സെക്യൂരിറ്റി ആയിട്ടുള്ള എന്ത് തീരുമാനങ്ങളും നിനക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കൂടെ കൊടുക്കുമ്പോൾ അത് ഡീസെൻട്രലൈസേഷൻ ആവുന്നു.
ഓക്കെ. പക്ഷെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, അത് കമ്പൽസറി അല്ല. കാരണം ഒത്തിരി ആൾക്കാർ വർക്ക് ചെയ്യാത്ത ഒരു കമ്പനിയാണെന്ന് ഒരു കുഞ്ഞു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് മാനേജ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനും നമ്മൾ എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞാൽ തോന്നിയ പോലെ അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ലാർജ് സ്കെയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാം കൂടെ കൺട്രോൾ ചെയ്യാനോ തീരുമാനം എടുക്കാനോ നമുക്ക് പറ്റില്ല. കാരണം വലിയ ഡിപ്പാർട്ട്മെൻറ്റ്സ്, കുറേ ആൾക്കാർ വരുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ മുകളിലിരിക്കുന്ന മാനേജേഴ്സിന് ഒരിക്കലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്താ നടക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡീസെൻട്രലൈസേഷൻ അവിടെ ചെയ്യും. കാരണം അവർക്ക് അധികാരം കൊടുക്കും. അല്ലാതെ നമ്മൾ വന്ന് ഫൈനലൈസ് ചെയ്യണം, നമ്മൾ വന്ന് ഡിസിഷൻ എടുക്കുക എന്നുള്ള കേസാകുമ്പോൾ പലപ്പോഴും ലേറ്റായി പോകും ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിലൊക്കെ എന്തായിരിക്കും? ഡീസെൻട്രലൈസേഷൻ കമ്പൽസറി ആയിരിക്കും. അല്ലാത്തതിലൊന്നും ഡീസെൻട്രലൈസേഷൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓപ്ഷണൽ തിങ് ആണ്. ഓക്കെ. മറ്റേത് മാൻഡേറ്ററി ആണ്. ക്ലിയർ? സെറ്റ്. ഓക്കെ. അമ്പലപ്പുഴയല്ലേ പാടേണ്ടത്? ഓക്കെ. നീ എന്നെ വല്ലാതെ എന്താ പ്രോത്സാഹിപ്പിച്ചിട്ട് നിങ്ങൾ ട്രോളാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയില്ല, എന്നാലും ഞാൻ പാടാം. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓടി വന്നു നീ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. കഴിഞ്ഞല്ലേ? ക്ലിയർ അല്ലേ? സോറി, ക്ലിയർ അല്ലേ? അത്രേ ഉള്ളടാ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. എൻ്റെ ഏജൊക്കെ അറിഞ്ഞിട്ട് എന്തിനാടാ നീ എന്താ കല്യാണം ആലോചിക്കാനാണോ എൻ്റെ വയസ്സൊക്കെ ചോദിക്കണം നീ? ഓക്കെ. സെറ്റ്. ഓ, ഐ ആം മെൽറ്റിങ് യുവർ. നീ എന്നോട് കൂടുതലായിട്ട് നീ എന്നെ സുഖിപ്പിക്കല്ലേ മോനെ. ഊതല്ലേ തീപ്പൊരി പറക്കും. നീ വല്ലാതെ അങ്ങ് സുഖിപ്പിക്കണ്ട. ഓക്കെ. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണ് കേട്ടോ. മെൽറ്റഡ് വേണ്ട, ഇവിടേക്ക് വേണ്ട. എന്താണ്? അപ്പച്ചട്ടിയിൽ മോനെ അരി വറക്കല്ലേ. ക്ലിയർ? സെറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ. നാളത്തെ ക്ലാസ്സിൽ ബാക്കി കാണാം. ശരി, ചാച്ച, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുക. ക്ലിയർ? നന്നായിട്ട് പഠിക്കാൻ കൂടെ വേണം കേട്ടോ. മറ്റേത് ഞാൻ മറന്നുകൊണ്ട. മലയാളം നോട്ട്സ് വേണ്ടവർ പോയിട്ട് കമൻറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ. വേറെ നോട്ട്സും ഉണ്ട്, താല്പര്യമുള്ള ആ നോട്ട്സ് കൂടെ നോക്കിയിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ബൈ.